നമ്മുടെ ധ്യാനത്തിനും പ്രാർത്ഥനയ്ക്കുമായി യെഹെസ്കേൽ പ്രവചനം 21 അധ്യായം അതിൻ്റെ 26 വാക്യം വായിക്കാം. യെഹെസ്കേൽ പ്രവചനം 21 അധ്യായം അതിൻ്റെ 26 വാക്യം. യഹോവയായ കർത്താവ് ഒന്ന് വായിക്കാം. യെഹെസ്കേൽ 21:26. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു: ഞാൻ മകുടം നീക്കി കിരീടം എടുത്തു കളയും. അത് അങ്ങനെ ഇരിക്കയില്ല. ഞാൻ താണതിനെ ഉയർത്തുകയും ഉയർന്നതിനെ താഴ്ത്തുകയും ചെയ്യും. ഇന്ന് പകൽക്കാലം ഈ വചനത്തിലേക്ക് നമുക്ക് ഇറങ്ങി വരാം. ഈ വചനത്തെ നാം പലപ്പോഴും ഒരു രാഷ്ട്രീയ വിശകലനത്തിനുള്ള വചനമായിട്ട് കാണുവാൻ കഴിയുന്നുണ്ട്. പലപ്പോഴും സുവിശേഷ പ്രഘോഷണ വേദികളിൽ കാലഘട്ടങ്ങളെ വിവേചിച്ച് പഠിക്കുമ്പോൾ ദാനിയേൽ പ്രവചനത്തിൽ കാണുന്നതായിട്ടുള്ള ചതുർലോഹ ബിംബത്തെ ഉപമാനമായി പഠിക്കുമ്പോൾ തങ്കം കൊണ്ടുള്ള തല ബാബിലോൺ ആകുന്നുവെന്നും നെഞ്ചും കൈയും വെള്ളി കൊണ്ടാകുന്നത് മെഡോ പേർഷ്യൻ സാമ്രാജ്യമാണെന്നും വയറ് അരയും താമ്രം കൊണ്ടുള്ളത് യവന സാമ്രാജ്യമാകുന്നുവെന്നും കാൽ തുടകൾ ഇരുമ്പ് കൊണ്ടാകുന്നു എന്ന് പറയുന്നത് ഇരുമ്പ് പല്ലുകൊണ്ട് ലോകത്തെ ചവച്ചരച്ച സീസർമാരുടെ റോമ സാമ്രാജ്യമാണെന്നും അതിനനന്തരം പാതി കളിമണ്ണും പാതി ഇരുമ്പും കലർന്നതായിട്ടുള്ള പത്തികൾ അത് രാജഭരണത്തിന് നീക്കം വരുത്തിക്കൊണ്ട് ജനാധിപത്യ വ്യവസ്ഥ ഉയർന്നു വരുമ്പോൾ മകുടം നീങ്ങി രാജാവിൻ്റെ കിരീടം നീങ്ങി പകരം താണതായിട്ടുള്ള ജനാധിപത്യ വ്യവസ്ഥയിൽ താണവൻ ഉയർന്നു വന്ന അതിനെ കാണിക്കുകയാണ് എന്ന് നമ്മൾ ചരിത്രപരമായ രാഷ്ട്രീയ വീക്ഷണത്തിൽ ഈ വാക്യത്തെ നാം പഠിച്ചിട്ടുണ്ട്. അപ്പോൾ തന്നെ യെഹെസ്കേൽ പ്രവചനം എന്നുള്ളത് ദുരാസമഭൂമിയിൽ കെബാർ നദീതീരത്ത് യെഹെസ്കേൽ പ്രവാചകന് ഉണ്ടായ യെരുശലേമിൻ്റെ യഥാസ്ഥാപനത്തെയും യെരുശലേമിൻ്റെ തകർച്ചയെയും യെരുശലേമിൻ്റെ യഥാസ്ഥാപനത്തെയും കുറിച്ചുള്ള ഭാഗമായിരിക്കയാൽ ഇത് ബാബിലോൺ അധികാരത്തിൻ്റെ തകർച്ചയും പേർഷ്യൻ്റെ ഉയർച്ചയും നമുക്ക് കാണുന്നതും അതിനോടനുബന്ധമായിട്ട് വരുന്ന യെരുശലേമിൻ്റെ യഥാസ്ഥാപനത്തെയും നമുക്ക് കാണുവാൻ കഴിയും. പക്ഷേ ഞാൻ ആരംഭത്തിൽ ഓർപ്പിച്ചതുപോലെ ഇതൊരു സുവിശേഷ പ്രസംഗമോ അല്ലെങ്കിൽ ഒരു അന്ത്യകാല ശാസ്ത്രത്തെ എടുത്ത് പഠിക്കുവാനോ ഉള്ള സമയമായിട്ടല്ല. ദൈവജനം വിവിധ വിഷയങ്ങളുടെയും പ്രാർത്ഥനകളുടെയും മുമ്പാകെ കർത്തൃസന്നിധാനത്തിങ്കിലായിരിക്കുമ്പോൾ ഇത് നമ്മുടെ ആത്മീക പ്രചോദനത്തിനായി ഇതിൻ്റെ സ്പിരിച്വാലിറ്റിയിലേക്ക് അതിൻ്റെ കണ്ടക്സ്റ്റുകളിൽ അപ്പുറമായി അതിനകത്ത് റെവലേഷനുകളിലേക്ക് ഇറങ്ങുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിന് തൊട്ട് മുകളിലത്തെ വാക്യത്തിലേക്ക് കടന്നു വരാം. അതിൻ്റെ 25 വാക്യം കൂടെ യെഹെസ്കേൽ 21:25 കടന്നു വരുമ്പോൾ അവിടെ നമുക്ക് എഴുതിയിരിക്കുന്നത് കാണുവാൻ കഴിയും. നിഹതനും ദുഷ്ടനുമായി ഇസ്രായേലിൻ്റെ പ്രഭുവായുള്ളവേ, അടുത്ത ഭാഗം, അന്ത്യ അകൃത്യത്തിൻ്റെ കാലത്ത് നിൻ്റെ നാൾ വന്നിരിക്കുന്നു എന്ന് പറയുകയാണ്. അവിടെ ഒരു സീസണെ, അവിടെ ഒരു കാലത്തെക്കുറിച്ച് പറയുകയാണ്. ആ കാലത്തെക്കുറിച്ച് ഇങ്ങനെയാണ് പറയുന്നത്: അന്ത്യ അകൃത്യത്തിൻ്റെ കാലം എന്ന് പറയുന്നു. അന്ത്യ അകൃത്യത്തിൻ്റെ കാലം, അന്ത്യാകൃത്യത്തിൻ്റെ കാലം. മലയാള പരിഭാഷയിൽ അതിനെ അന്ത്യാകൃത്യത്തിൻ്റെ കാലമെന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമുക്ക് മനസ്സിലാകത്തില്ല. പക്ഷേ അതിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷയിലേക്ക് വരുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും: when iniquity shall have an end. അതിലെ അവസാന ഭാഗത്തെ ഞാൻ എടുക്കുകയാണ്. ഇന്നിക്വിറ്റി ഷാൽ ഹാവ് ആൻ എൻഡ്. ഇന്ന് ഉപവാസ പ്രാർത്ഥനയിൽ ഒന്നാമത് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത് ഇതാണ്: എവരി ഇന്നിക്വിറ്റി ഷാൽ ഹാവ് ആൻ എൻഡ്. നിങ്ങൾക്കെതിരായ സകല അതിക്രമങ്ങൾക്കും നിങ്ങൾക്കെതിരായ സകല അകൃത്യങ്ങൾക്കും ഒരു അവസാനം ഉണ്ട്. ഇന്നിക്വിറ്റി ഷാൽ ഹാവ് ആൻ എൻഡ്. ചിലപ്പോൾ ജീവിതത്തിൽ നിങ്ങൾ ചിന്തിച്ചേക്കാം, ഈ കഷ്ടതയൊന്നും അവസാനിക്കത്തില്ല, ഈ കഷ്ടതയൊക്കെ എന്നെ കൊണ്ടേ പോകത്തുള്ളൂ, ഈ ദുഷ്ടൻ്റെ അതിക്രമം, ഈ ദുഷ്ടൻ്റെ ആധിപത്യം, ഈ പിശാചിൻ്റെ പോർവിളി, ഇത് എത്ര കാലം ഇതിങ്ങനെ മുമ്പോട്ട് പോകും? ഉത്തരം കിട്ടാതെ ഭാരപ്പെടുമ്പോൾ 2023 പ്രാരംഭത്തിങ്കൽ ദൈവസഭകളോട് പറയുവാൻ പരിശുദ്ധാത്മാവ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൂതിതാകുന്നു: ഇനിക്വിറ്റി ഷാൽ ഹാവ് ആൻ എൻഡ്. ഇതൊരു സീസണാണ്, ഇതൊരു എൻഡ് സീസണാണ്, ഇതൊരു എൻഡ്
സീസണാണ്. എന്തിൻ്റെ എൻഡാണ്? എൻഡ് ഓഫ് ഇനിക്വിറ്റീസ്. ഇന്ന് പകൽക്കാലം നിങ്ങൾ വിളിച്ചു പറഞ്ഞാട്ട് എൻഡ് ഓഫ് ഇനിക്വിറ്റീസ്, സകല അതിക്രമങ്ങളുടെയും അവസാനം. എനിക്കെതിരായി, എൻ്റെ കുടുംബത്തിനെതിരായി, എൻ്റെ ശുശ്രൂഷയ്ക്കെതിരായി, എൻ്റെ തലമുറകൾക്കെതിരായി കാലാകാലങ്ങളായി പിശാച് പൊരുതിക്കൊണ്ടിരുന്ന എല്ലാ ഇനിക്വിറ്റീസിനും ഒരു എൻഡ് വരുത്തുന്ന ദൈവം എനിക്കുണ്ട്. ഇനിയും ഇത് മുമ്പോട്ട് പോകുവാൻ ദൈവം സമ്മതിക്കത്തില്ല. ഇന്ന് പകൽ ഇതിനകത്തിരിക്കുന്ന ദൈവമക്കൾ പ്രാർത്ഥിച്ചു തുടങ്ങിയാട്ടെ. നിങ്ങൾക്കെതിരായ ചില അതിക്രമങ്ങൾ, ചില അകൃത്യങ്ങൾ ഈ ഉപവാസ പ്രാർത്ഥനകളിൽ അവസാനിക്കും. പ്രാർത്ഥിച്ചു തുടങ്ങിയാട്ടെ ദൈവമക്കളെ, പ്രാർത്ഥിച്ചു തുടങ്ങിയാട്ടെ സഹോദരങ്ങളെ. ഇന്ന് പകൽ ഇതിൽ പ്രാർത്ഥിക്കുമ്പോൾ അസ്മപ്രബലം പരം തുരീഷകപ്രവാനി, യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്ന ഈ സമയത്ത് നാളുകളായി ദൈവജനത്തിനെതിരെ ഉയർന്നു നിൽക്കുന്ന പോരാട്ടങ്ങൾ അതിൻ്റെ ഒരു സമാപ്തിയിലേക്ക് കടന്നു വരുവാൻ ഞങ്ങൾ ഇന്ന് പകൽ പ്രാർത്ഥിക്കുന്നു. റീഖം ശനാതുലി പ്രവേനി വൈഷ്മ റുഗത പ്രവൽ ഘനാദികടം പ്രവേശിയ റീ മനാശകം പ്രൗല ഹസി ദുരാധക പ്രവൽ ഘനേതി ദീകം ദൂര സഭ പ്രവൽ ഘനാദി അസ്മ പ്രവല കൈടധാരിയ രുഗദവ പ്രവാനിയ ശംധൂരകത്തരം പ്രവനി അസ്മ പ്രവൽ കനാദി. അതിക്രമങ്ങളുടെ അന്ത്യം സംഭവിക്കട്ടെ. ദൈവജനത്തിനെതിരായ അതിക്രമങ്ങളുടെ കാലഘട്ടം അവസാനിക്കട്ടെ. പിശാച് ഉയർത്തുന്ന പോർവിളികളുടെ കാലം അവസാനിക്കട്ടെ. സാമ്പത്തികമായി തകർക്കപ്പെടുന്ന കാലം അവസാനിക്കട്ടെ. കടബാധ്യതയുടെ കാലം അവസാനിക്കട്ടെ. അപമാനത്തിൻ്റെ കാലം അവസാനിക്കട്ടെ. നിന്നയുടെ കാലം അവസാനിക്കട്ടെ. Let the iniquity period goes to the end. യേശുവിൻ്റെ നാമത്തിൽ ചില പോരാട്ടങ്ങൾക്ക് ഫുൾ സ്റ്റോപ്പ് ഇടട്ടെ. ചില രോഗങ്ങൾക്ക് ഫുൾ സ്റ്റോപ്പ് ഇടട്ടെ. ഈ 7 ദിവസം ദൈവസഭ പ്രാർത്ഥിച്ച് കയറുമ്പോൾ, ഈ 7 ദിവസങ്ങൾ ദൈവസഭ പ്രാർത്ഥിച്ച് കയറുമ്പോൾ ഒരു സീസൺ അവസാനിക്കുന്നത് കാണുവാൻ ഇടവരട്ടെ. ഈ 7 ദിവസങ്ങളിലെ ഉപവാസ പ്രാർത്ഥന അവസാനിക്കുമ്പോൾ ഒരു സീസൺ അവസാനിക്കുന്നത്, ഒരു കാലഘട്ടം അവസാനിച്ച് പുതിയൊരു കാലഘട്ടം ആരംഭിക്കുന്നത് ഈ നിന്റെ ജനം കാണട്ടെ. കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ഈ സമയത്ത് നിന്റെ ജനത്തിൽ കുടികൊള്ളുന്ന, നിന്റെ ജനത്തിനെതിരെ വാഴുന്ന ചില അതിക്രമങ്ങൾ ഈ ഉപവാസ പ്രാർത്ഥനകളിൽ അത് അവസാനിക്കുന്നത് ഞങ്ങൾ കാണട്ടെ. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ ചില അലഞ്ഞുതിരിയലുകളുടെ അവസാനം, ചില അലഞ്ഞുതിരിയലുകളുടെ അവസാനം ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് അങ്ങനെ പറയുന്നു. ഇനി നീ അലഞ്ഞുതിരിയാൻ ദൈവം സമ്മതിക്കത്തില്ല. ഇനി നീ അലഞ്ഞുതിരിയാൻ ദൈവം സമ്മതിക്കത്തില്ല. അത്തുല പ്രവാനി ശബം പ്രവാന വീതൽ ഖനം പ്രവാനി. കൂടാരത്തിൻ്റെ കുറ്റി പറിച്ചുകൊണ്ട് പിന്നെയും നീ മുമ്പോട്ട് യാത്ര ചെയ്ത്, പിന്നെയും മുമ്പോട്ട് യാത്ര ചെയ്ത്, എന്നും ഇങ്ങനെ മുമ്പോട്ട് യാത്ര ചെയ്ത് ഒരിടത്തും കൂടാരമടിക്കാൻ കഴിയാതെ നിന്റെ കറങ്ങിത്തിരിയുന്ന ജീവിത അനുഭവങ്ങൾക്ക് ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുന്നു, the iniquity shall have an end. നിന്റെ റോമിംഗ് പീരീഡ്, നിന്റെ അലഞ്ഞുതിരിയുന്ന കാലങ്ങൾ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് അതിൻ്റെ അവസാന തലത്തിലേക്ക് കൊണ്ടുവരികയാണ്. ഇനി നീ കുറ്റിയും കൂടാരവും എടുത്ത് ഇനിയും ഒരിടത്തേക്ക് പോകത്തില്ല. ആമേൻ. പരിശുദ്ധാത്മാവ് എന്നോട് ഇങ്ങനെ പറയാൻ പറയുന്നു. ഇസ്രായേൽ സീനായ് പർവ്വതത്തിൻ്റെ അടിവാരത്തിൽ വെച്ച് ദൈവം നൽകിയ മാതൃക പ്രകാരം സമാഗമന കൂടാരം പണിതു. സമാഗമന കൂടാരം പണിതതിൻ്റെ കൂടാരത്തിന് മുകളിൽ ദൈവത്തിൻ്റെ ഷെഖേനായ ഇറങ്ങി. ഇസ്രായേൽ ജനം ദൈവത്തിൻ്റെ മുൻപാകെ ആരാധിച്ചു. പക്ഷേ മാസങ്ങൾ കഴിയുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവരോട് പറഞ്ഞു, ഈ ആലയത്തെ നിങ്ങൾ ഇവിടെ നിന്ന് കൂടാരത്തിൻ്റെ കയറ് പറിച്ച് കുറ്റി അഴിച്ച് നിങ്ങളിത് വണ്ടിയെ കയറ്റി കൊണ്ടുപോകാൻ പറഞ്ഞു. മെരാര്യരും ഗർശോന്യരും കെഹാത്യര് തോളിൽ ചുമന്നും വണ്ടിയിൽ ചുമ്മിയും കൊണ്ട് മേഘം പോകുന്നതനുസരിച്ച് ദൈവത്തിൻ്റെ ആലയവും പെട്ടകവും ചുമ്മിക്കൊണ്ടുപോയി. അത് കൊണ്ടുപോയി ഒരിടത്ത് ചെന്നപ്പോൾ മേഘം നിർത്തി. അവർ ചിന്തിച്ചോ, ഇനിയും ഇവിടെ കുറച്ച് നാൾ സ്വസ്ഥമായിട്ടിരിക്കാം. പക്ഷേ നാളുകൾ കഴിയുന്നതിന് മുമ്പേ പിന്നെയും മേഘം പൊങ്ങി. അവരിങ്ങനെ കൂടാരത്തിൻ്റെ കുറ്റിയും കയറുമഴിച്ച് അവർ പിന്നെ ഈ യാത്ര ചെയ്യുക. നാളുകൾ കഴിഞ്ഞു പോകുമ്പോൾ അവർ ചോദിച്ചെന്നീ യാത്ര തീരുമെന്ന്. യോർദാൻ അപ്പുറം അവർ കനാൻ ദേശത്ത് എത്തിച്ചേർന്നപ്പോൾ അവർ കൂടാരവും കുറ്റി
കുറ്റിയും അടിച്ച് സമാഗമന കൂടാരത്തെ ഉറപ്പിച്ചോ. അവർ പറഞ്ഞു ഇനി നമുക്കിവിടെ സ്ഥിരമായിട്ടിരിക്കുക, ഇനി അഴിച്ചുകൊണ്ട് പോകേണ്ടി വരത്തില്ലെന്ന്. പക്ഷെ നാളുകൾ കഴിഞ്ഞപ്പോൾ ഫെലിസ്ത്യൻ വന്ന് പെട്ടകം പിടിച്ചുകൊണ്ട് പോയപ്പോൾ അവർ ദൈവത്തോട് ചോദിച്ചോ, ഇനി എത്ര നാൾ ഈ അലച്ചിൽ മുമ്പോട്ട് പോകും? പക്ഷെ ദാവീദിന്റെ കാലത്ത് പെട്ടകം മടക്കിക്കൊണ്ട് വരുമ്പോൾ നീണ്ട കാലങ്ങളിലേക്ക് ദൈവം പെട്ടകത്തെ യഥാസ്ഥാനപ്പെടുത്തി, ആലയത്തെ യഥാസ്ഥാനപ്പെടുത്തി. ഇനി നീ ഇതും കണ്ട് അലഞ്ഞു പോകേണ്ടി വരത്തില്ലെന്ന് ദൈവം പറഞ്ഞു. ഇന്ന് പകൽക്കാലം ഞാനിത് പറഞ്ഞതിൻ്റെ സാര, നാളുകളായി കുറ്റിയും കയറും അഴിച്ച് ഒരിടത്ത് സ്വസ്ഥമായിട്ട് നിൽക്കാൻ കഴിയാതെ, അതൊരു പക്ഷേ ജോലി സ്ഥലമായിരിക്കാം, അതൊരു പക്ഷേ ഒരു വീടായിരിക്കാം, ഇതിലേതോ ഒരു വിഷയം പരിശുദ്ധാത്മാവ് വ്യക്തമായി പറയുന്നു, നിനക്കൊരിടത്ത് ഉറച്ചു നിൽക്കാൻ കഴിയാതെ നിന്നെ ഇട്ടിങ്ങനെ കറക്കിക്കൊണ്ടിരിക്കുക. പക്ഷേ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുന്നു, ഇനിയും കറക്കാൻ ദൈവം സമ്മതിക്കത്തില്ല, ഇനിയും കറങ്ങാൻ ദൈവം സമ്മതിക്കത്തില്ല. നിനക്കൊരു പൊസഷൻ, നിനക്കൊരു അവകാശം, നിനക്കൊരു പൊസഷൻ, നിനക്കൊരു അവകാശം ദൈവം ഒരുക്കുകയാ. നിനക്കൊരു പൊസഷൻ, നിനക്കൊരു അവകാശം ദൈവം ഒരുക്കുകയാ. ശിഖന മധുന വധന മൈഡ റീബ പ്രബല ഘടക ശബ്ദരാതി. അതിനോട് ഉറപ്പിച്ച് പരിശുദ്ധാത്മാവ് ഒരു കാര്യം കൂടെ ദൂത് നൽകുകയാ. യെസ്, നീ യോസെഫിനെ പോലെ അപ്പൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി, നീ യോസെഫിനെ പോലെ പൊത്തീഫറിൻ്റെ വീട്ടിൽ ചെന്നു. പൊത്തീഫറിൻ്റെ വീട്ടിലെ സാഹചര്യങ്ങളുമായി പരിചയപ്പെട്ടപ്പോൾ നീ കരുതി ഇവിടെ നിൽക്കാമെന്ന്. പക്ഷേ അവിടെ നിന്ന് പിന്നെയും നിന്നെ കാരാഗ്രഹത്തിൽ കൊണ്ടുപോയി. നീ ചിന്തിച്ച് അവിടെ ഒതുങ്ങുമെന്ന്. പക്ഷേ അവിടെ നിന്ന് പിന്നെയും നിന്നെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ യോസഫ് ചിന്തിക്കുക, ഇനിയും കൊട്ടാരത്തിൽ എത്ര ദിവസമാണെന്ന്. പക്ഷേ കൊട്ടാരത്തിൽ വെച്ച് യോസെഫ് മരിച്ചോ, യോസെഫിൻ്റെ അസ്ഥികളെയാ പിന്നെ അവർ അവിടെ നിന്ന് എടുത്തുകൊണ്ട് വന്നത്. ഞാൻ പറയട്ടെ, നിന്റെ ശവം പോലും എടുക്കാൻ ദൈവം സമ്മതിക്കത്തില്ല, നിന്റെ അസ്ഥികളെ എടുക്കത്തുള്ളൂ. കാരണം യോസെഫ് മരിക്കുന്നിടം വരെയോ അവൻ കൊട്ടാരത്തിൽ സ്ഥിരപ്പെട്ടിരുന്നു. നിന്റെ നന്മ ഒരു സീസണൽ നന്മയായി 2 ആഴ്ച മേപ്പോട്ട് പോകുമോ, അത് കഴിയുന്നതോടുകൂടി തീർന്ന് പിന്നെയും കറങ്ങോ. ഇന്ന് പകൽ ആത്മാവ് വിളിച്ചു പറയുന്നു, നീ കറങ്ങാൻ ദൈവം സമ്മതിക്കത്തില്ല. ഇതിനോടനുബന്ധമായി the iniquity shall have an end. അതിക്രമത്തിന് ദൈവം ഒരു അവസാനം വെച്ചിരിക്കുന്നു. അന്ത്യ അകർത്യത്തിൻ്റെ കാലം. അങ്ങനെയെങ്കിൽ ഞാൻ പറയും, പിശാചി നിനക്കെതിരെ 1000 അകർത്യം ചെയ്തിട്ടുണ്ടായിരിക്കും. പക്ഷേ കഴിഞ്ഞ ആഴ്ച നടന്ന സംഭവം അത് അന്ത്യ അകർത്യമാണ്. ഇനി അത് സംഭവിക്കത്തില്ല. കഴിഞ്ഞ ആഴ്ച അങ്ങോട്ട് അവനത് ചെയ്തോ, പക്ഷേ ഇനിയും ചെയ്യാൻ അവൻ സമ്മതിക്കത്തില്ല. ദാറ്റ് വാസ് ദ ഫൈനൽ, ദാറ്റ് വാസ് ദ ലാസ്റ്റ് വൺ. ഇനി അത് സംഭവിക്കത്തില്ല. അന്ത്യ അകർത്യത്തിൻ്റെ കാലമാണ്. ഇനി അത് സംഭവിക്കത്തില്ല. വായി തുറന്ന് വിളിച്ചു പറ, ഇനി അത് സംഭവിക്കത്തില്ല. അനർത്ഥങ്ങളെ നോക്കി പറ, ഇനി അത് സംഭവിക്കത്തില്ല. ആപത്തുകളെ നോക്കി പറ, ഇനി അത് സംഭവിക്കത്തില്ല. ശത്രുവിൻ്റെ വെല്ലുവിളികളെ നോക്കി പറ, ഇനി അത് സംഭവിക്കത്തില്ല. നിസാരൻ ഇനി നിന്നിൽ കൂടി കടക്കത്തില്ല. അത് അന്ത്യ അകർത്യമാണ്. ആമേൻ. ഒരിക്കൽ കൂടെ അത് സംഭവിക്കത്തില്ല. പരിശുദ്ധാത്മാവ് ആണയിട്ട് പറയാൻ പറയുന്നു, ഇനി ഒരിക്കൽ കൂടെ അത് സംഭവിക്കത്തില്ല. പരിശുദ്ധാത്മാവ് ഉറപ്പോടുകൂടെ പറയാൻ പറയുന്നു, ഇനി ഒരിക്കൽ കൂടെ സംഭവിക്കത്തില്ല. പരിശുദ്ധാത്മാവ് വിരൽ ചൂണ്ടി പറയുന്നു, ഇനി ഒരിക്കൽ കൂടെ സംഭവിക്കത്തില്ല. കഴിഞ്ഞത് കഴിഞ്ഞു. അന്ത്യ അകർത്യത്തിൻ്റെ കാല അവസാനമുണ്ടാകാം. അതിനോട് ചേർത്ത് പറയാൻ പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു. ദാനിയേലിൻ്റെ പുസ്തകം 9 അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ, കൽദയ രാജ്യത്തിന് രാജാവായി തീർന്നവനും മേദ്യസന്തതിയിൽ ഉള്ള അഹശ്വേരോശിൻ്റെ മകനുമായ ദാര്യാവേശിൻ്റെ 1-ാം ആണ്ടിൽ, അവൻ്റെ വാഴ്ചയുടെ 1-ാം ആണ്ടിൽ ഇവിടെ ഒരു പുതിയ രാഷ്ട്രം ആരംഭിക്കുകയാണ്. ദാര്യാവേശിൻ്റെ അഹശ്വേരോശിൻ്റെ മകനായിരിക്കുന്ന ദാര്യാവേശ് അവിടെ ഭരണം ആരംഭിക്കുകയാണ്. ഒരു രാഷ്ട്രത്തിൻ്റെ, ഒരു സാമ്രാജ്യത്തിൻ്റെ കാലഘട്ടം അവസാനിച്ചോ, കൽദയൻ്റെ കാലം അവസാനിച്ചോ. ഇവിടെ പേർഷ്യൻ്റെ കാലം ആരംഭിക്കുകയാണ്. പേർഷ്യൻ്റെ കാലം ആരംഭിച്ച 1-ാം ആണ്ടിൽ ദാനിയേലിൻ്റെ പുസ്തകം 9-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിൻ്റെ 2-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, അവൻ്റെ വാഴ്ചയുടെ 1-ാം ആണ്ടിൽ തന്നെ ദാനിയേൽ എന്ന ഞാൻ യെരൂശലേമിൻ്റെ ശൂന്യാവസ്ഥ 70 സംവത്സരം കൊണ്ട് തീരും എന്നിങ്ങനെ യഹോവയുടെ അരുളപ്പാട് യെരമ്യാ പ്രവാചകൻ ഉണ്ടായ പ്രകാരം ഒരു കാലസംഖ്യ പുസ്തകങ്ങളിൽ നിന്ന് ഗ്രഹിച്ചോ. ഈ രാത്രി, ഇന്ന് പകൽക്കാല ദൈവം നിന്നെ ഒരു കാലസംഖ്യ ഗ്രഹിപ്പിക്കുക. എന്താണ് ആ കാലസംഖ്യ? വിളിച്ചു പറയുന്നത്, യെരൂശലേമിൻ്റെ ശൂന്യാവസ്ഥ അവസാനിക്കുക. ഇന്ന് പകൽ എത്ര പേർക്ക് വിളിച്ചു പറയാൻ കഴിയാം? യെരൂശലേമിൻ്റെ ശൂന്യാവസ്ഥ അവസാനിക്കുക. യെരൂശലേമിൻ്റെ ശൂന്യാവസ്ഥ അവസാനിക്കുക. 70 സംവത്സരങ്ങൾക്ക് മുമ്പ്
ഒരിക്കൽ കൂടെ പറയട്ടെ, 70 സംവത്സരങ്ങൾക്ക് മുമ്പ് കൽദയ രാജാവായ നെബൂഖദ്നേസർ യെരൂശലേമിൻ്റെ അടിത്തറകളെ ഇളക്കി, ആനകളെ വെച്ച് കലപ്പകൾ വലിച്ച് യെരൂശലേമിൻ്റെ മതിലുകളെ തകർത്ത്, യെരൂശലേമിൻ്റെ ആലയത്തെ ഇടിച്ച്, യെരൂശലേമിൻ്റെ പട്ടണത്തെ ഉഴുതുമറിയിക്കുമ്പോൾ കൽദയ സാമ്രാജ്യം മനസ്സിൽ ചിന്തിച്ചതൊന്നുണ്ട്: ഇനി ഒരിക്കലും യെരൂശലേമിന് ഇവിടെ മടങ്ങി വരത്തില്ല, യഹൂദൻ ഇവിടെ മടങ്ങി വരത്തില്ല, വന്നാലും ഇത് യഥാസ്ഥാനപ്പെടത്തില്ല. പക്ഷേ അവൻ തകർക്കുന്നതിന് മുമ്പേ യെരമ്യാവിന് ദൈവം ഒരു അരുളപ്പാട് നൽകി: ആരൊക്കെ തകർത്താലും ആരൊക്കെ പൊളിച്ചാലും 70 വർഷം കഴിയുമ്പോൾ ഞാനിതിനെ റിസ്റ്റോർ ചെയ്യുക. അതിനെക്കുറിച്ച് യെരമ്യാവ് ഇങ്ങനെയാണ് എഴുതിയത്: നഗരം കൽക്കുന്നിന്മേൽ പണിയപ്പെടാം. നഗരം കൽക്കുന്നിന്മേൽ പണിയപ്പെടുമെന്ന് മലയാളത്തിൽ എഴുതുമ്പോൾ അതിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷയിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: ആൻഡ് ദ സിറ്റി വിൽ ബി റിസ്റ്റോർഡ് ബിൽഡ് അപ്പോൺ ഹെറോൺ ഹീപ്പ്. അവളുടെ തന്നെ ചണ്ടി കൂമ്പാരങ്ങളുടെ മേൽ, അവളുടെ തന്നെ മൺകൂമ്പാരങ്ങളുടെ മേൽ, അവളുടെ തന്നെ കൽക്കൂമ്പാരങ്ങൾ. എന്താണ് കൽക്കുന്ന എന്ന് പറയുന്നത്? കൽക്കുന്നെന്ന് പറയുന്നത് നമ്മൾ ഈ കാണുന്നത് പോലെ വലിയൊരു പാറക്കോട്ടയുടെ മേൽ പണിയുമെന്നല്ല പറയുന്നത്. യെരൂശലേമിൻ്റെ മനോഹരമായ ശലോമോൻ്റെ കാലത്ത് കൽക്കുഴിയിൽ വെച്ച് തന്നെ ചെത്തി ഒതുക്കി മനോഹരമാക്കിയ കല്ലുകൾ കൊണ്ട് പണിതതായ യെരൂശലേമിൻ്റെ ദേവാലയം തകർത്തു പൊളിച്ചു കളഞ്ഞതിന് ശേഷം ആ കല്ലുകളൊക്കെ മുഴുവൻ ഇപ്പോൾ എന്ത് ചെയ്യുകയാണ്? ഇങ്ങനെ കൂമ്പാരമായി കിടക്കുകയാണ്. അങ്ങനെ കൂമ്പാരമായി കിടക്കുന്ന ആ ഹീപ്പായി അങ്ങനെ കൂന കൂട്ടിയിട്ടിരിക്കുന്ന കല്ലുകളെ ചൂണ്ടിക്കാട്ടിയിട്ട് കർത്താവ് പറയുകയാണ്: ദ സിറ്റി വിൽ ബി റീബിൽഡ് അപ്പോൺ ഹെറോൺ ഹീപ്സ്. ഇന്ന് പകൽക്കാല നിന്റെ ഹെറോൺ ഹീപ്സ്, നിന്റെ തന്നെ ഹീപ്പുകളിലേക്ക് നോക്കി, നിന്റെ തന്നെ കൽക്കുന്നുകളിലേക്ക് നോക്കി പറ: ഇതിന്റെ മുകളിൽ ദൈവം എന്നെ പണിയാൻ പോവുകയാ. യെരമ്യാ പ്രവാചകനുണ്ടായ അരുളപ്പാടിൽ നിന്ന് ദാനിയേൽ ഒരു സംഖ്യ ഗ്രഹിച്ചു. ആ സംഖ്യ ദാനിയേലിനോട് ഇങ്ങനെയാണ് വിളിച്ചു പറഞ്ഞത്. എന്താണ് പറഞ്ഞത്? ആമേ, യെരൂശലേമിന്റെ ശൂന്യാവസ്ഥ തീരും. യെരൂശലേമിന്റെ ശൂന്യാവസ്ഥ തീരും. യെരൂശലേമിന്റെ ശൂന്യാവസ്ഥ തീരും. He would accomplish 70 years in the desolations of Jerusalem. ഇന്ന് പകൽക്കാലം വിളിച്ചു പറ: സ്തോത്ര, യെരൂശലേമിന്റെ ശൂന്യാവസ്ഥകൾ, the desolations of Jerusalem, it is going to the end period. ഇന്ന് പകൽ വിളിച്ചു പറ: നിന്റെ ഡെസോലേഷൻസ് എന്നേക്ക് നിൽക്കത്തില്ല, നിത്യശൂന്യങ്ങളെന്ന് നിന്നെ വിളിക്കത്തില്ല. ഒരു കാലത്ത് യെരൂശലേമിനെ ശത്രു വിളിച്ചു പറഞ്ഞു നിത്യശൂന്യമെന്ന്. എന്നാൽ നിത്യശൂന്യമെന്ന് ലോകം വിളിച്ചു പറഞ്ഞതിൻ്റെ നടുവിൽ സങ്കീർത്തനക്കാരനിരുന്ന് പ്രാർത്ഥിച്ചോ: നിത്യശൂന്യങ്ങളിലേക്ക് നിന്റെ കാലടികൾ വയ്ക്കണമേ. ഇന്ന് പകൽക്കാല നിത്യശൂന്യമെന്ന് ശത്രു വിളിച്ചു പറഞ്ഞ മണ്ഡലങ്ങൾ ദൈവം കാലടി വെക്കുകയാ. ഇനി അത് അങ്ങനെ എന്നേക്കും ശൂന്യമായി ഇരിക്കത്തില്ല. The iniquity shall have an end. ഇന്ന് പകൽക്കാല നിന്റെ രോഗാവസ്ഥകളെ നോക്കി പറ: ആമേ, the iniquity shall have an end. നിന്റെ സാമ്പത്തിക പോരുകളെ നോക്കി പറ: the iniquity shall have an end. നിന്റെ മനോസങ്കടങ്ങളെ നോക്കി പറ: the iniquity shall have an end. ഒന്നിന് പിറകെ നിനക്കെതിരെ ആഭിചാരം ചെയ്ത് കൂടോത്രം ചെയ്ത് മന്ത്രവാദം ചെയ്യുന്ന പോരുകളെ നോക്കി പറ: the iniquity shall have an end. ഒന്നിന് പിറകെ ഒന്നായി നിന്നെ അപവാദം പറഞ്ഞ്, നിന്നെ ആക്ഷേപിച്ച്, നിന്നെ കൊന്നു മുടിക്കുന്ന ശത്രു ബലങ്ങളെ നോക്കി പറ: the iniquity shall have an end. എല്ലാ കാലവും ഇതിങ്ങനെ പോകത്തില്ല. തലമുറയായി വ്യാപരിക്കുന്ന പാരമ്പര്യ ശക്തികളെ നോക്കിയിട്ട് പറ: the iniquity shall have an end. ഇത് എല്ലാ ദിവസവും എല്ലാ കാലവും ഇങ്ങനെ പോകത്തില്ല. വായ് തുറന്ന് എന്നോട് ചേർന്നൊന്ന് പറ: ഇതിങ്ങനെ പോകത്തില്ല. ആമേ, ഇതൊരു അവസാനത്തിലേക്ക് വരിക. നിന്റെ പ്രശ്നങ്ങളെ നോക്കി പറ: ഇത് അവസാനിക്കാൻ പോവുക. നിന്റെ സങ്കടങ്ങളെ നോക്കി പറ: ഇത് അവസാനിക്കാൻ പോവുക. നിന്റെ യുദ്ധങ്ങളെ നോക്കി പറ: ഇത് അവസാനിക്കാൻ പോവുക. നിന്റെ പ്രശ്നങ്ങളെ നോക്കി പറ: ഇത് അവസാനിക്കാൻ പോവുക. നിന്റെ അപമാനങ്ങളെ നോക്കി പറ: ഇത് അവസാനിക്കാൻ പോവുക. ജീസസ്, ജീസസ്, യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ തീരത്തില്ലെന്ന് പറഞ്ഞു നിൽക്കുന്ന ചില വിഷയങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ അവസാനിക്കട്ടെ. ഇന്ന് പകൽ സാമ്പത്തിക മേഖലയിൽ ചില പോരുകൾക്ക് ഞാൻ അടിവരയിട്ട് അവസാനിപ്പിക്കുന്ന യേശുവിൻ്റെ അധികാരത്തിൽ എന്നിൽ വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ അഭിഷേകത്തെ, എന്നിൽ വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയെ ഈ ജനത്തിൻ്റെ മേൽ ഞാൻ ഇമ്പാർട്ട് ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ പ്രശ്നങ്ങൾ അവസാനിക്കട്ടെ, പോരുകൾ അവസാനിക്കട്ടെ, ഒരു പുതിയ യുഗം തുറക്കട്ടെ, ഒരു പുതിയ കാലഘട്ടം തുറക്കട്ടെ. ഈ കാലഘട്ടം അവസാനിക്കട്ടെ. ജീസസ്,
ഓ ജീസസ്. നിങ്ങളുടെ മനസ്സിനകത്തോ പുസ്തകത്തിനകത്തോ കുറിച്ചിടണം. ഈ പ്രശ്നങ്ങളൊക്കെ തീരും, ഈ കഷ്ടതകളൊക്കെ തീരും, ഈ അപമാനങ്ങളൊക്കെ തീരും. ഇതിങ്ങനെ എൻ്റെ തലമുറയിൽ നിന്ന് അടുത്ത തലമുറയിലേക്ക് ഞാൻ കൈമാറത്തില്ല. ദന്ത്യാകർത്തം. ജീസസ്. ആമേൻ. ബെന്യാമിൻ ഗോത്രത്തിൽ ഒരു ശൗലുണ്ടായിരുന്നു. ഇസ്രായേലിൽ എല്ലാ കാലവും വിളിക്കപ്പെട്ടു. അവൻ ശപിക്കപ്പെട്ടവനാണ്. പക്ഷേ അതേ ബെന്യാമിൻ ഗോത്രത്തിൽ നിന്ന് 2000 വർഷങ്ങൾക്ക് ശേഷം വേറെ ഒരു ശൗൽ എഴുന്നേറ്റ് വന്നു. ഇന്ന് ലോകം മുഴുവൻ വിളിച്ചു പറയും, ആ മനുഷ്യനാലാണ് ഞങ്ങളും അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നത്. ബെന്യാമിൻ ഗോത്രത്തിലെ ആദ്യത്തെ ശൗലിന് ഇസ്രായേലിനെ പോലും രക്ഷിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ ബെന്യാമിൻ ഗോത്രത്തിലെ രണ്ടാമത്തെ ശൗലിന് ലോകം മുഴുവനും യേശുവിൻ്റെ രക്ഷയെ കൊണ്ടെത്തിക്കുവാൻ കഴിഞ്ഞു. ഇന്ന് പകൽ ബെന്യാമിൻ ഗോത്രത്തിലെ പഴയ ശൗലിൻ്റെ കാലം അവസാനിക്കുക. ദമസ്കോസിൻ്റെ പടിവാതിൽക്കൽ വെച്ച് നിന്നിൽ നിന്ന് പുതിയൊരു ശൗൽ എഴുന്നേൽക്കുകയാണ്. ദമസ്കോസിൻ്റെ പടിവാതിൽക്കൽ വെച്ച് ബെന്യാമിൻ്റെ ചരിത്രത്തെ ദൈവം തിരുത്തി എഴുതുകയാണ്. ദമസ്കോസിൻ്റെ പടിവാതിൽക്കൽ വെച്ച് മറ്റൊരു ശൗലിനെ ദൈവം എഴുന്നേൽപ്പിക്കുകയാണ്. ഗമാലിയേലിൻ്റെ പാദപീഠത്തിലിരുന്ന് പഠിച്ച ഒരു തർസോസുകാരനെ ദൈവം കണ്ടെത്തിയിരിക്കുന്നു. എന്തിനു വേണ്ടി? ബെന്യാമീൻ്റെ മേലുള്ള ചീത്തപ്പേര് മാറ്റുവാൻ, ബെന്യാമീൻ്റെ മേലുള്ള അപമാനം മാറ്റുവാൻ, ബെന്യാമീൻ്റെ മേലുള്ള നിന്ദ മാറ്റുവാൻ ദൈവം ഒരു തർസോസുകാരനെ കണ്ടു. അവൻ്റെ പേരും വേറൊന്നല്ല, ബെന്യാമീനായ ശൗൽ. ഞാൻ ആലോചിക്കുക, ശൗലിൻ്റെ അപ്പൻ്റെ ധൈര്യമേ, ശൗലിൻ്റെ അപ്പൻ്റെ ധൈര്യം. നമ്മൾ ആരെങ്കിലും നമ്മുടെ പിള്ളേർക്ക് ഹിറ്റ്ലർ എന്ന് പേരിടുമോ? പേരിടത്തില്ല. അപ്പോഴാ ഈ ബെന്യാമിൻ ഗോത്രക്കാരനായിരിക്കുന്ന ശൗല് ഏതാണ്ട് 8 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആ ദേശം മൊത്തം നശിപ്പിച്ച് വീണുപോയവനാണ്, പിന്മാറിപ്പോയവനാണ്, നശിച്ചു പോയവനാണ്, ദൈവം തള്ളിക്കളഞ്ഞവനാണ്. അപ്പോഴാ പൗലോസിൻ്റെ അപ്പൻ ഒരു കുഞ്ഞുണ്ടായ ഉടനെ ബെന്യാമിൻ ഗോത്രക്കാരൻ പേര് വിളിക്കുക. എന്താ വിളിക്കുന്നതെന്നറിയാവും? ശൗൽ. പലരും ചോദിച്ചു കാണും, ആ മുടിഞ്ഞവൻ്റെ പേരല്ലാതെ വേറെ ആരുടെയെങ്കിലും പേര് ഈ കുഞ്ഞിന് ഇട്ടൂടാ എന്ന് ചോദിച്ചു. അദ്ദേഹത്തിൻ്റെ അപ്പനൊരു വെളിപ്പാടുണ്ടായിരുന്നു. ഒരു ശൗൽ നിന്നയായി ബെന്യാമീൻ്റെ മേളിലുണ്ടെങ്കിൽ ഒരു ശൗൽ ബെന്യാമീനിൽ നിന്ന് ഇനിയും എഴുന്നേൽക്കണം, നിന്ന മാറ്റുവാനുള്ള ശൗൽ. ഇത് പഴയ ശൗലിൻ്റെ കാലം മറക്കുന്ന കാലമാണ്. ഒരു പുതിയ ശൗൽ എഴുന്നേൽക്കുന്ന കാലമാണ്. നമുക്ക് വാക്യത്തിലേക്ക് കടന്നു വരാം. എഹെസ്കേൽ 21:26. അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ഞാൻ മകുടം നീക്കി കിരീടം എടുത്ത് കളയും. എഹെസ്കേൽ 21:26. ഞാൻ മകുടം നീക്കി കിരീടം എടുത്ത് കളയും. എന്താണ് മകുടവും കിരീടവും തമ്മിലുള്ള വ്യത്യാസം? മകുടമെന്ന് പറഞ്ഞാൽ കിരീടം ധരിച്ചതിന് അപ്പുറമായിട്ട് ഒരു നീല ചരടിലോ സ്വർണ്ണ സരപ്പളിയിലോ സ്വർണ്ണ ചരടിലോ നെറ്റിമേലോ കഴുത്തിലോ കെട്ടിവെക്കുന്നതായിട്ടുള്ള ഒരു കിരീടത്തിന് ഒരു എക്സ്ട്രാ ആയിട്ടുള്ള സാധനമാണ് ഈ മകുടം എന്ന് പറയുന്നത്. ദ ഡയഡം. ഈ ഡയഡം അല്ലെങ്കിൽ ഈ മകുടം രാജാക്കന്മാർ ധരിക്കാറില്ല. രാജാവിൻ്റെ മാതാവ് ജീവനോടുണ്ടെങ്കിൽ രാജാവിൻ്റെ മാതാവ് ഒരു ചെറിയ മകുടം ധരിക്കും. പക്ഷേ മകുടം സാധാരണമായി നിങ്ങൾ ഏതെങ്കിലും ഒരു എൻസൈക്ലോപീഡിയ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ഡിക്ഷണറി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, നല്ല ഡിക്ഷണറി എടുത്ത് നോക്കിയാൽ അതിനകത്ത് എഴുതിയിരിക്കുന്നത് കാണാം, ഒരിക്കലും ഇത് രാജാക്കന്മാർ ധരിക്കുന്നതല്ല. മൊണാർക്കുകൾ അല്ലെങ്കിൽ ചക്രവർത്തിമാർ, രാജാവിനെക്കാട്ടിലും ഉന്നതനായിട്ടുള്ള ഒരു സാമ്രാജ്യത്തിൻ്റെ അധികാരി ഭരിക്കുന്നതായിരിക്കും എന്ത്? ഡയഡം എന്നുള്ളത്. കുറച്ചുകൂടെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കിവിടെ തിരുവിതാംകൂറിലെ രാജാവുണ്ട്, അല്ലെങ്കിൽ കവടി
കവടിയാറിലെ രാജാവുണ്ട്. പക്ഷേ മുൻ രാജഭരണകാലത്ത് ഈ തിരുവിതാംകൂറിലെ രാജാക്കന്മാർക്ക്, അല്ലെങ്കിൽ കൊച്ചിയിലെയോ തിരുവനന്തപുരത്തെയോ അല്ലെങ്കിൽ ഇട രാജാക്കന്മാർക്ക് മീതെ ഒരു ഭരണമുണ്ടായിരുന്നു. മൗര്യ സാമ്രാജ്യം, ഗുപ്ത സാമ്രാജ്യം, മുഗൾ സാമ്രാജ്യം, ഇങ്ങനെ ഓരോ സാമ്രാജ്യമുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ മാസങ്ങളിലും എല്ലാ വർഷങ്ങളിലും ഇവിടുത്തെ ഈ കവടിയാർ കൊട്ടാരത്തിലെ രാജാവ് എന്ത് ചെയ്യും? ഈ മുഗൾ സാമ്രാട്ടിന്, അല്ലെങ്കിൽ അക്ബറിനോ ഷാജഹാനോ ഹുമയൂണിനോ അല്ലെങ്കിൽ ചന്ദ്രഗുപ്തനോ മൗര്യഗുപ്തനോ ഇവർക്കൊക്കെ എന്ത് ചെയ്യും? കപ്പം കൊടുക്കുമായിരുന്നു. അപ്പം ചക്രവർത്തി ആരാ? ചക്രവർത്തി ഈ മുഗൾ ചക്രവർത്തി അല്ലെങ്കിൽ ചന്ദ്രഗുപ്ത മൗര്യഗുപ്ത, ഈ ഗുപ്ത മൗര്യ സാമ്രാജ്യങ്ങളിലെ ആ ആൾക്കാരാണ്. ഇനി എന്തെങ്കിലും ഈ കവടിയാർ കൊട്ടാരത്തിൽ ഇരിക്കുന്ന രാജാവിന് തോന്നുകയാ ഇനി അവനെ ചക്രവർത്തിക്ക് ഞാൻ കപ്പം കൊടുക്കുന്നില്ലെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഈ കവടിയാർ കൊട്ടാരം പിടിച്ചെടുത്ത് ആ രാജാക്കന്മാരെ അടിമകളാക്കി കൊന്നു കളഞ്ഞിട്ട് ഈ കൊട്ടാരം കൂടെ ചക്രവർത്തിയുടെ അധീനതയിലുള്ള വേറെ ഒരാളെ കൊണ്ടുവന്ന് ഏൽപ്പിക്കും. അപ്പം ഈ രാജാവെന്ന് പറയുന്നത് ഒരു ചെറിയ അധികാരവും ചക്രവർത്തി എന്ന് പറയുന്നത് ഒരു ഉന്നത അധികാരവുമാണ്. അപ്പം ദൈവം ഇവിടെ പറയുകയാണ്, ഞാൻ രണ്ട് കാര്യങ്ങളെ നീക്കിക്കളയും. ഒന്ന്, മകുടം നീക്കിക്കളയും. രണ്ട്, ഞാൻ കിരീടത്തെ എടുത്തു കളയും. എന്ന് പറഞ്ഞാൽ ഞാൻ നമ്മുടെ രാജ്യത്തെ അല്ല പറയുന്നത്, പക്ഷേ ഞാനൊന്ന് സിംപ്ലിഫൈ ചെയ്ത് പറയുക. കേന്ദ്ര സർക്കാരിനെ ഞാൻ പൊളിക്കും, സ്റ്റേറ്റ് ഗവൺമെൻറ്റിനെ ഞാൻ പൊളിക്കും. ഇന്നത്തെ സർക്കാരുകളെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. മകുടം എന്ന് പറയുന്നത് ഒരു സെൻട്രൽ ഗവൺമെൻറ്റിനെയും കിരീടമെന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ്റിനെയും. കുറച്ചുകൂടെ വ്യക്തമായിട്ട് വചനത്തിലേക്ക് കടന്നു വരാം. ജ്ഞാനിയായ ശലോമോൻ പറഞ്ഞു, ഉന്നതനു മീതെ ഒരു ഉന്നതനും അതിനു മീതെ ഒരു അത്യുന്നതനുമുണ്ട്. അപ്പോൾ താഴെ ഇരിക്കുന്ന ഉന്നതൻ വെക്കുന്നത് കിരീടം, അതിൻ്റെ മുകളിലിരിക്കുന്ന ഉന്നതൻ വെക്കുന്നത് മകുടം. അതിൻ്റെ മുകളിലിരിക്കുന്ന അത്യുന്നതൻ ആരാണ്? അവൻ എൻ്റെ ദൈവമാണ്. അപ്പോൾ ഉന്നതൻ്റെ മീതെ ഇരിക്കുന്ന ഉന്നതൻ്റെ മുകളിലിരിക്കുന്ന അത്യുന്നതൻ പറയുകയാണ്, താഴെ ഇരിക്കുന്ന ചക്രവർത്തിയുടെ മകുടം ഞാൻ അങ്ങോട്ട് നീക്കും, എന്നിട്ട് അതിൻ്റെ താഴെ ഇരിക്കുന്ന രാജാവിൻ്റെ കിരീടത്തെ ഞാൻ എന്ത് ചെയ്യുക? ഞാൻ എടുത്ത് കളയും എന്നാണ് പറഞ്ഞത്. അതിൻ്റെ കുറച്ചും കൂടെ ഭാഗത്തിലേക്ക് കടന്നു വരാം. എന്താണെന്ന് പറഞ്ഞാൽ ഇത് യെരൂശലേമിൻ്റെ യഥാസ്ഥാപനത്തോട് ചേർന്ന് നമുക്ക് പഠിക്കേണ്ട ഒരു വിഷയമാണ്. യെരൂശലേമിൻ്റെ യഥാസ്ഥാപനത്തോട് ചേർത്ത് പറയുകയാണ്, ഞാൻ മകുടത്തെ നീക്കും എന്ന് പറയുക. മകുടത്തെ നീക്കും എന്ന് പറഞ്ഞാൽ ബാബിലോൺ സാമ്രാജ്യത്തെ നീക്കിയിട്ട് ഞാൻ പേർഷ്യൻ സാമ്രാജ്യത്തെ കൊണ്ടുവന്നു. എന്നിട്ട് അടുത്തതായിട്ട് പറയുക, ഞാൻ കിരീടം മാറ്റി വെക്കുമെന്നാണോ പറഞ്ഞല്ല, കിരീടം എടുത്തു കളയും. അപ്പോൾ യെരൂശലേമിനെ, ഇസ്രായേലിനെ എന്താക്കി? ഇസ്രായേലിനെ ഒരു സ്വതന്ത്ര രാഷ്ട്രമാക്കി. ഇസ്രായേലിൻ്റെ മേളിൽ പിന്നെ ആരില്ല? ഒരു രാജാവില്ല. ഇസ്രായേലിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്നവർ തന്നെ എന്താകാൻ തുടങ്ങി? രാജാവായി. എത്ര മഹത്വകരമായിട്ടാണ് ദൈവം പറഞ്ഞത്, ഞാൻ മകുടത്തെ നീക്കുക എന്ന് പറഞ്ഞാൽ ബാബിലോണെ മാറ്റി ഞാൻ പേർഷ്യനെ കൊണ്ടുവരിക. പക്ഷെ കിരീടം, വേറൊരു കിരീടം ഞാൻ അവിടെ വെക്കത്തില്ല, കിരീടം എടുത്തു കളയുക എന്ന് പറഞ്ഞാൽ ഇസ്രായേലിൻ്റെ ഗവൺമെൻറ്റിനെ ആരായിരിക്കുക? ഇസ്രായേൽ തന്നെ ആയിരിക്കും എന്ന് പറയുകയാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ഇത് ആ കാലഘട്ടത്തിൽ എഹെസ്കേലിനോട് പറയുന്നത് റിസ്റ്റോറേഷൻ സംബന്ധിച്ചൊരു ഭാഗമാണ്, യെരൂശലേമിൻ്റെ റിസ്റ്റോറേഷനാണ്. പക്ഷേ ഇവിടേക്ക് കടന്നു വരുമ്പോൾ ദൈവത്തിൻ്റെ നമുക്കിതിൻ്റെ സ്പിരിച്വൽ സെൻസിലേക്ക് കടന്നു വരാം. പരിശുദ്ധാത്മാവ് വ്യക്തിപരമായി പറയുകയാണ്, നിന്റെ കിരീടത്തെ ഞാൻ എടുത്തു കളഞ്ഞിട്ട് നിന്റെ മകുടത്തെ ഞാൻ മാറ്റും എന്ന് പറയുകയാണ്. ഇന്ന് പകൽക്കാലം ഞാൻ അതിൻ്റെ ദൈവമക്കളോട് പറയട്ടെ, നമ്മുടെ ജീവിതത്തിലെ ഓരോ പോരാട്ടങ്ങളുടെ പിമ്പിലോ ഒരു കിരീടവുമുണ്ട്, അതിൻ്റെ പുറകിൽ ഒരു മകുടവുമുണ്ട്. പ്രത്യക്ഷമായിരിക്കുന്ന ഒരു ശക്തിയുണ്ട്, അതിൻ്റെ പിമ്പിൽ അന്തർമുഖമായിരിക്കുന്ന ഒരു ശക്തിയുണ്ട്. കുറച്ചും കൂടെ സഭാപരമായിട്ട് ഞാൻ കടന്നു വരാം. ഈ ദൈവസഭയുടെ കിരീടം ആരാകുന്നുവെന്ന് ചോദിച്ചാൽ പാസ്റ്റർ ജോൺ സ്റ്റോബി അവർകളാണ്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ പിറകിൽ ഒരു മകുടമുണ്ട്. അതാരാണ്? ഇവിടുത്തെ റീജിയൻ പാസ്റ്റർ, അല്ലെങ്കിൽ ഇവിടുത്തെ ഡിസ്ട്രിക്ട് പാസ്റ്റർ, അല്ലെങ്കിൽ ഈ AGയുടെ മലയാളം പ്രസിഡന്റ്. അദ്ദേഹം എന്താണ്? ഒരു മകുടമാണ്. അപ്പോൾ ഇവിടെ മലയാളം ഡിസ്ട്രിക്ട് കൗൺസിലിൽ നിന്ന് ഒരു കത്ത് വന്നു. ഇദ്ദേഹത്തെ ഇവിടെ ഇരിക്കുന്ന ഈ ബ്രദറിനെതിരെ ഒരു തീരുമാനമെടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഈ തീരുമാനം മലയാളം അവിടെ നിന്ന് ആരെങ്കിലും, ഡിസ്ട്രിക്റ്റിൽ നിന്ന് ആരെങ്കിലും ഇവിടെ വന്ന് വായിക്കുമോ? ആരും വരത്തില്ല. പകരം ജോൺ സ്റ്റോബി പാസ്റ്റർ വന്ന് എന്ത് ചെയ്യുക? ഈ സാധനം തരും. അപ്പം മനസ്സിലായോ കിരീടമേതാ മകുടമേതാണെന്ന്? ഇതുപോലെ വ്യക്തിപരമായ ജീവിതത്തിലോ നമുക്കെതിരെ
കിരീടങ്ങളും മകുടവുമുണ്ട്. ഞാൻ ഇനി അതിലേക്ക് കടന്നു വരാം. ഇതുവരെ പറഞ്ഞതായിട്ടുള്ള കൊച്ചി രാജാവും തിരുവനന്തപുരം രാജാവും എല്ലാം വിട്ടേര്, നമ്മുടെ ചർച്ചിനകത്തെ ഭരണ സംവിധാനവും എല്ലാം വിട്ടേര്, ഞാൻ വിഷയത്തിലേക്ക് വരികയാണ്. എന്നെ കേൾക്കുന്ന എൻ്റെ ദൈവമക്കളെ, നിങ്ങളുടെ ശരീരത്തിൽ ഒരു രോഗമുണ്ടെങ്കിൽ ആ രോഗം ഒരു കിരീടമാണ്. പക്ഷേ ആ രോഗത്തിൻ്റെ കിരീടത്തിൻ്റെ പുറകിൽ ഒരു ദുരാത്മാവുണ്ട്. അതാണ് ഏത്? മകുടം. ഒരു സുപ്പീരിയർ പവറുണ്ട്. നിങ്ങളുടെ മുമ്പിലുള്ള ഒരു പ്രശ്നവും പ്രശ്നമല്ല, ആ പ്രശ്നത്തിൻ്റെ പിമ്പിൽ ഒരു സ്പിരിറ്റ് ഉണ്ട്. അതിന് നമുക്ക് തിരുവെഴുത്തിലേക്ക് കടന്നു വരുമ്പോൾ ഒരു ഭാഗം പറയാം. യേശു കർത്താവിൻ്റെ അടുക്കൽ ഒരു ബാലനെ കൊണ്ടുവന്നോ. അവൻ എന്താണ് പ്രശ്നം? അവൻ ബധിരനാണ്, മൂകനാണ്. അപ്പോൾ ഡോക്ടേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ അവൻ്റെ ശ്രവണശേഷിക്കകത്ത്, അവൻ്റെ സംസാര ശേഷിക്കകത്താണ് പ്രശ്നം. പക്ഷേ യേശു അവൻ്റെ രോഗത്തെ, അവൻ്റെ കിരീടത്തെ അല്ല കർത്താവ് മാറ്റിയത്. കർത്താവ് പറയുകയാണ്, ബധിരനും മൂകനുമായിരിക്കുന്ന ആത്മാവേ അവനെ വിട്ടുപോകാൻ പറഞ്ഞു. അപ്പം മകുടം പോയപ്പോൾ, ആ ചക്രവർത്തി പോയപ്പോൾ, ആ സ്പിരിറ്റ് പോയപ്പം കൂടെ എന്തും കൂടെ പോയി? ഈ രോഗവും കൂടെ പോയി. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന എൻ്റെ ദൈവമക്കളോട് പറയട്ടെ, നിന്റെ ശരീരത്തിൽ വാഴുന്ന ചില രോഗങ്ങളുടെ പുറകിൽ ഒരു സ്പിരിറ്റ് ഉണ്ട്. ഇനി അടുത്തതായി സ്വഭാവങ്ങളിലേക്ക് കടന്നു വരാം. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കള്ളം പറയുന്ന ഒരു സ്വഭാവം, കൊച്ചു കൊച്ചു കാര്യങ്ങളെ പറയാം. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കൊരു കള്ളം പറയുന്ന സ്വഭാവം. നിങ്ങളെ എത്ര എടുത്തിട്ട് അടിച്ചാലും അവൻ്റെ ശരീരം മുഴുവനും പാടായിരുന്നാലും, നമ്മളിൽ പലർക്കും ഉണ്ടായിരുന്ന ഈ അസുഖം, നമ്മൾ ഒരു ആവശ്യവും ഇല്ല, നമ്മൾ എന്ത് ചെയ്യുക? കള്ളം പറയുന്ന സ്വഭാവം നമ്മുടെ കുഞ്ഞുങ്ങളിൽ. പക്ഷേ എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ കള്ളം പറയുന്ന സ്വഭാവം എന്നുള്ളത് ഒരു കിരീടം മാത്രമാണ്. അവനെ കൊണ്ട് കള്ളം പറയിപ്പിക്കുന്ന ഒരു മകുടം എന്തുണ്ട്? അതിൻ്റെ പുറകിലുണ്ട്. ആമേ. ഇനി നമ്മുടെ കുഞ്ഞുങ്ങളെ, ആമേ, ഒരുത്തനെ എൻ്റെ ജ്യേഷ്ഠൻ ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ അമ്മയുടെ ബർത്ത്ഡേക്ക് അവൻ്റെ അമ്മ ഇവനെ വെച്ച് തലയെ കൈവച്ച് സത്യം ചെയ്യിപ്പിച്ചു, ഇനി മേലെ നീ സിഗരറ്റ് വലിക്കത്തില്ലെന്ന്. അവൻ്റെ അമ്മയുടെ തലയിൽ അവൻ കൈവച്ചിട്ട് പറഞ്ഞു, ഇനി മേലെ ഞാൻ സിഗരറ്റ് വലിക്കത്തില്ലെന്ന്. പിറ്റേന്ന് തുടങ്ങി അവൻ സിഗരറ്റ് വലി നിർത്തി, ബീഡി വലി ആരംഭിച്ചു. ഞാൻ തമാശ അല്ല പറഞ്ഞത്, കാര്യമായ കാര്യമാണ്. അപ്പം സിഗരറ്റും ബീഡി അല്ല വിഷയം, അവനെ പുക വലിപ്പിക്കുന്നതായിട്ടുള്ള ഒരു സ്പിരിറ്റ് നമുക്കവിടെ കാണുവാൻ കഴിയുക. നമ്മുടെ ജീവിതങ്ങളിൽ, നമ്മുടെയൊക്കെ ശുശ്രൂഷ മേഖലകളിൽ എത്രയോ പേരെ നമ്മൾ കണ്ടിട്ടുണ്ട്, മദ്യപാനികളായിട്ടുള്ളവർ. അവനെ എത്ര ഡി അഡിക്ഷൻ സെൻ്ററിൽ കൊണ്ടുപോയാൽ, എത്ര അവനെ ഉപദേശിച്ചാലും അവൻ നന്നാവത്തില്ല. പക്ഷേ അവനിലുള്ള ചില ദുരാത്മാക്കൾ അവനെ മദ്യപിപ്പിക്കുകയാണ്. ചില അന്ധകാര ശക്തികൾ ദാഹം വഹിക്കണമെങ്കിൽ ചില പുണ്യാള നേർച്ചകൾ, ഇതിനൊക്കെ എന്താണെന്നറിയാവോ? കള്ള് നേർച്ച, വാറ്റ് നേർച്ച, ചാരായ നേർച്ച, നല്ല ബ്രാൻഡി കൊടുക്കുന്ന നേർച്ച, ഈ നേർച്ചകളുള്ള അന്ധകാര നേർച്ചാ ശക്തികൾ ഇതെന്ത് ചെയ്യുകയാണ്? ഇവനെതിരെ കൂടിയിട്ട് ഇവനെ കൊണ്ട് കുടിപ്പിക്കുകയാണ്. എല്ലാ ദുർസ്വഭാവങ്ങളുടെ പിമ്പിലും ഒരു ദുരാത്മാവുണ്ട്. എല്ലാ രോഗങ്ങളുടെ പിമ്പിലും ഒരു ദുരാത്മാവുണ്ട്. എല്ലാ സാമ്പത്തിക പ്രതിസന്ധികളുടെ പിമ്പിലും ഒരു ദുരാത്മാവുണ്ട്. ദൈവസഭകൾക്കകത്തുണ്ടാകുന്ന പ്രശ്നത്തിന് വരെ ചില ദുരാത്മാവുണ്ട്. താഴേക്ക് വരുമ്പോൾ ഞാനതിലൊരു ഭാഗം പറയാം. ഇപ്പോൾ കർത്താവ് ഇവിടെ പറയുകയാണ്, നിനക്കെതിരായ കിരീടത്തെ നീക്കി, ഞാൻ കിരീടത്തെ എടുത്തു കളഞ്ഞ് മകുടത്തെ നീക്കാം. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന എൻ്റെ ദൈവമക്കളെ, ഈ 7 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയിൽ, കർത്താവേ എൻ്റെ കടം മാറണേ, എൻ്റെ കടം മാറണേ, എൻ്റെ കടം മാറണേ. നിൻ്റെ കടം മാറത്തില്ല. പകരം എന്തു ചെയ്യണം? കർത്താവേ എൻ്റെ രോഗം മാറണേ, രോഗം മാറണേ, രോഗം മാറണേ. രോഗം മാറത്തില്ല. പകരം എന്താണ് ചെയ്യേണ്ടത്? കർത്താവേ എൻ്റെ കുടുംബത്തിൽ രോഗം കൊണ്ടുവരുന്ന ആ അന്ധകാര ശക്തി ഇന്ന് പകൽ ബന്ധിക്കപ്പെടട്ടെ. എൻ്റെ സാമ്പത്തിക സ്ഥിതിയെ തകർക്കുന്ന ആ ദുരാത്മാവ് ബന്ധിക്കപ്പെടട്ടെ. കർത്താവേ എൻ്റെ അയൽക്കാരി എന്നെ അപമാനം പറയുക, എൻ്റെ കൂട്ടുവിശ്വാസി എന്നെ അപമാനം പറയുക, ഒരിക്കലും ഈ വിഷയത്തിനൊരു വിടുതൽ കിട്ടത്തില്ല. ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ. പലപ്പോഴും നമ്മൾ പ്രശ്നം വരുമ്പോൾ, കർത്താവേ അവനെന്നെ ആക്ഷേപിച്ചോ. ഞാൻ ഒരിക്കലും ഒരു സഭയിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ അടുക്കൽ ഒരു സഹോദരി കടന്നു വന്നു. ഭയങ്കരമായി ആരാധനയ്ക്കെല്ലാം വന്നു, മറ്റൊരു സഭയിൽ നിന്ന് വന്നതാ. വളരെ നല്ലൊരു ചർച്ചിൽ നിന്നാണ് എൻ്റെ അടുക്കൽ ഓടി വന്നത്. പിന്നെ തള്ളിക്കളയാൻ കഴിയാത്തത് കൊണ്ട് അവിടെ വന്ന് ഇരുന്നിട്ട് പോകട്ടെ എന്ന് ഞാനും കരുതി. ഒരു 3 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളിക്കാരി ആകെ അങ്ങ് അസ്വസ്ഥമായി. ഒരു സൺഡേ
സർവീസ് കഴിഞ്ഞിട്ട് എൻ്റെ അടുക്കൽ വന്നങ്ങ് അലറി കരഞ്ഞതിന് ശേഷം പറഞ്ഞു, ഏത് ചർച്ചിൽ പോയാലും എന്നെ അവിടെ നിർത്തത്തില്ലെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, എന്താ പ്രശ്നം? പ്രശ്നം ചോദിച്ചപ്പോൾ പറഞ്ഞു, ഒന്നുകിൽ ഒരു വിശ്വാസി എന്നെ വഴക്കുണ്ടാക്കുക, ഒന്നുകിൽ അവിടുത്തെ പാസ്റ്റർ എന്നെ വഴക്കുണ്ടാക്കുക, അല്ലെങ്കിൽ അവിടുത്തെ പാസ്റ്ററുടെ ഭാര്യ എന്നെ വഴക്കുണ്ടാക്കുക, ഒന്നും അല്ലെങ്കിൽ പാർക്കിങ്ങിൽ നിൽക്കുന്ന സെക്യൂരിറ്റി എങ്കിലും എന്നെ വഴക്കുണ്ടാക്കുക. എനിക്ക് ഒരു ചർച്ചിൽ പോയാലും നിൽക്കാൻ പറ്റത്തില്ല. ഞാൻ ആ കർത്താവിൻ്റെ ദാസിയുടെ അടുക്ക പറഞ്ഞു, എൻ്റെ പൊന്നാൻറ്റി, നിങ്ങളുടെ പ്രശ്നം പാസ്റ്ററും അല്ല, കൂട്ടുവിശ്വാസിയല്ല, നിങ്ങളെ വിശ്വാസത്തിൽ നിലനിർത്തത്തിൽ എന്ന് പറയുന്ന ഒരു ദുരാത്മ വ്യാപാരമുണ്ട്. അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യണം, നിങ്ങൾക്ക് തുണയായി നിന്ന് ആദ്യത്തെ പാസ്റ്ററുടെ അടുക്കൽ നിങ്ങൾ പോകണം. ആ ചർച്ചിൽ ചെന്ന് നിങ്ങൾക്ക് അവിടെ ആരുമായിട്ടാണോ പ്രശ്നമുള്ളത് അവരവിടെ ഇരിക്കട്ടെ, പക്ഷെ നിങ്ങൾ അവിടെ പോയിരുന്ന് ആരാധിക്കുക, നിങ്ങൾ അവിടെ പോയിരുന്ന് പ്രാർത്ഥിക്കുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, കൃപയാൽ ഇന്നും അവർ വിശ്വാസത്തിലുണ്ട്. ഞാൻ പറഞ്ഞു വന്നതിൻ്റെ സാരം എന്തെന്നാൽ, സ്തോത്രം, നമ്മൾക്കെതിരെ ചിലപ്പോൾ അയലോക്കക്കാരായിരിക്കും ആദ്യം വഴക്ക് തുടങ്ങുന്നത്. അതെങ്ങനെയും പ്രാർത്ഥിച്ചൊന്ന് ഒതുക്കുമ്പോഴാ കൂട്ടുവിശ്വാസി വഴക്ക് തുടങ്ങും. അതെങ്ങനെയും ഒന്ന് സങ്കടപ്പെട്ട് കർത്തൃമേശയ്ക്ക് മുമ്പ് ഉപവാസ പ്രാർത്ഥന നിരപ്പാകുമ്പോഴാ പാസ്റ്ററുടെ ഭാഗത്തു നമുക്കുണ്ടാകുക. ഇതും കഴിഞ്ഞ് എങ്ങനെയും പോകുമ്പോഴാ വീട്ടിനകത്തുനിന്ന് തന്നെ ഉണ്ടാകുക. ഇതിൻ്റെ കാര്യം എന്താണെന്നറിയാവോ? പ്രശ്നം ഉണ്ടാക്കുന്നത് മനുഷ്യനല്ല, ഈ മനുഷ്യരെ നമുക്കെതിരാക്കി തീർക്കുന്ന ഒരു ദുരാത്മാവ് ഇതിൻ്റെ പുറകിലുണ്ട്. ഞാൻ പറഞ്ഞു വന്നതിൻ്റെ സാരം നിങ്ങൾക്ക് മനസ്സിലായിരിക്കുക. നിങ്ങളുടെ പ്രശ്നങ്ങളുടെ പിമ്പിലുള്ള ദുരാത്മാക്കൾ കെട്ടപ്പെടണം. ഒരു ദിവസം അച്ചായന് വയ്യ, ഒരു ദിവസം അമ്മാമ്മയ്ക്ക് വയ്യ, ഒരു ദിവസം കൊച്ചിന് വയ്യ എന്നെങ്കിൽ ഈ ആഴ്ച ആശുപത്രിയിൽ പോയി കാശ്, അടുത്ത ആഴ്ച വക്കീലിന് പോയി കാശ്, പിറ്റേ ആഴ്ച 2 ഫാൻ അടിച്ചു പോയി, എങ്ങനെയെങ്കിലും കാശ് പോകും. ഒരാഴ്ച മെക്കാനിക്കിന് പോകും, ഒരാഴ്ച വണ്ടി വർക്ക്ഷോപ്പിൽ പോകും, പിറ്റേ ആഴ്ച ഇലക്ട്രിസിറ്റിക്ക് പോകും, പിറ്റേ ആഴ്ച എന്തിനു പോയി, എന്തിനെങ്കിലും എന്ത് ചെയ്യുക, സാമ്പത്തിക നഷ്ടം വരിക. പക്ഷെ സാമ്പത്തിക നഷ്ടമല്ല മാറേണ്ടത്, ഈ പ്രശ്നം ഉണ്ടാക്കുന്ന പിശാചാണ് വാദിക്കപ്പെടേണ്ടത്. ഇന്ന് പകൽ വിളിച്ചു ഇന്ന് പകൽ പ്രാർത്ഥിച്ചു തുടങ്ങുമ്പോൾ പ്രശ്നങ്ങളെ ബാഹ്യമായിട്ടല്ല നമ്മൾ പോരാടേണ്ടത്, അതിന് അന്തർലീനമായിരിക്കുന്ന വിഷയങ്ങളെ നമ്മൾ പിഴുതെടുത്ത് പ്രാർത്ഥിക്കണം. ഈ 7 ദിവസത്തെ പ്രാർത്ഥനകളിൽ ഇതിനകത്തിരിക്കുന്ന ആര് നിങ്ങളുടെ രോഗം മാറാൻ പ്രാർത്ഥിക്കരുത്, നിങ്ങളുടെ കഷ്ടം മാറാൻ പ്രാർത്ഥിക്കരുത്, നിങ്ങളുടെ നിന്ദ മാറാൻ പ്രാർത്ഥിക്കരുത്. പകരം ഇതിനൊക്കെ റൂട്ട് കോസായിരിക്കുന്ന, ഇതിൻ്റെയൊക്കെ പിമ്പിൽ വ്യാപരിക്കുന്ന ഏത് ദുരാത്മാവാണോ ആ ദുരാത്മാവ് ബന്ധിക്കപ്പെടേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കും. ആ ദുരാത്മാവ് ബന്ധിക്കപ്പെടുവാൻ പ്രാർത്ഥിക്കണം. ആ ഇരുട്ടിൻ്റെ ശക്തി തകർക്കപ്പെടുവാൻ പ്രാർത്ഥിക്കണം. ഞാൻ തിരുവെഴുത്തിലേക്ക് കടന്നു വരാം, ആ വാക്യത്തിലേക്ക് തന്നെ കടന്നു വരാം. യഹോവയായ കർത്താവ് ഈ ഒരു വാക്കിനെ അത് മാറ്റുമെന്ന് പറഞ്ഞിട്ട് അതിലെ അടുത്ത ഭാഗം ആ ഒരു വാക്യത്തിലേക്ക് വരുമ്പോൾ ദൈവമക്കൾ എല്ലാവരും എന്നോട് ചേർന്ന് നമ്മൾ ചില സമയം നമ്മൾ അതിന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ആമേൻ. അടുത്ത ഭാഗം കർത്താവ് പറയുകയാണ്, ഞാൻ കിരീടത്തെ നീക്കുക, എന്നിട്ട് ഞാൻ മകുടത്തെ നീക്കുക, ഞാൻ മകുടം നീക്കി കിരീടം എടുത്തു കളയും. എന്നിട്ട് അതിൻ്റെ അടുത്ത ഭാഗം എന്താണ് എഴുതിയിരിക്കുന്നതെന്ന് അറിയാമോ? അത് അങ്ങനെ ഇരിക്കയില്ല. എന്നോട് ചേർന്നൊന്ന് പറഞ്ഞേ, അത് അങ്ങനെ ഇരിക്കയില്ല, അത് അങ്ങനെ ഇരിക്കയില്ല. ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ദിസ് ഷാൽ നോട്ട് ബി ദ സെയിം. ഈ വിഷയം പഴയതുപോലെ ഇരിക്കത്തില്ല. ഇന്ന് പകൽക്കാല പരിശുദ്ധാത്മാവ് വ്യക്തമായ ആ വാക്യത്തെ വെച്ച് പ്രാർത്ഥിക്കാൻ പ്രേരിപ്പിക്കുകയാണ്. ദിസ് ഷാൽ നോട്ട് ബി ദ സെയിം. അത് അങ്ങനെ ഇരിക്കത്തില്ല. ഇന്ന് പകൽക്കാലം ഇതിനകത്ത് സ്പോട്ട് ഡെലിവറൻസുകൾ നടക്കും. എത്ര പേർ വിശ്വസിക്കുന്നു? അത് അങ്ങനെ ഇരിക്കത്തില്ല. നിന്റെ ശരീരത്തിനകത്തൊരു മുഴയുണ്ടെങ്കിൽ ഇന്ന് പകൽ പറ, ഇത് അങ്ങനെ ഇരിക്കത്തില്ല. നിന്റെ ശരീരത്തിൽ ഒരു രോഗമുണ്ടെങ്കിൽ ഈ ഉപവാസ പ്രാർത്ഥനയിൽ പറ, ഇത് അങ്ങനെ ഇരിക്കത്തില്ല. ഒരു 2-3 മിനിറ്റത്തേക്ക് ബൈബിളുകളെ അടച്ചു വെച്ച് ചില സമയങ്ങൾ എല്ലാവരും പ്രാർത്ഥനയിലേക്ക് കയറണം. അത് അങ്ങനെ ഇരിക്കത്തില്ല. ഞാൻ 1-2-3 വിഷയങ്ങൾ കൂടെ പറയട്ടെ. ഇത് അങ്ങനെ ഇരിക്കത്തില്ല, ഇത് അങ്ങനെ ഇരിക്കത്തില്ല. നിന്റെ വീട്ടിലൊരു ജപ്തി നോട്ടീസ് ഉണ്ടെങ്കിൽ ഇന്ന് പകൽ പറ, അത് അങ്ങനെ ഇരിക്കത്തില്ല. നിന്റെ മുമ്പിൽ ഒരു പ്രതിസന്ധി ഉണ്ടെങ്കിൽ വിളിച്ചു പറ, ഇത് അങ്ങനെ ഇരിക്കത്തില്ല. എത്ര മനോഹരമായിട്ടാണ് വചനം പറയുന്നത്, ദിസ് ഷാൽ നോട്ട് ബി ദ സെയിം. ആമേൻ. ഇത് അങ്ങനെ ഇരിക്കത്തില്ല, ഇത് അങ്ങനെ ഇരിക്കത്തില്ല. ഇന്ന് ഇതിനകത്തിരിക്കുന്ന കുഞ്ഞുങ്ങൾക്കോ, ആമേൻ, മാതാപിതാക്കൾ ആരെങ്കിലും
മക്കളെ കുറിച്ച് 15 സപ്ലി ഉണ്ടെങ്കിൽ 3 അരിയർ ഉണ്ടെങ്കിൽ ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ ഉറപ്പിച്ച് പറയാ, അത് അങ്ങനെ ഇരിക്കത്തില്ല. നിന്റെ സപ്ലി അരിയറോ അങ്ങനെ ഇരിക്കത്തില്ല. ഇന്ന് പകൽ വിളിച്ചു പറ, അത് അങ്ങനെ ഇരിക്കത്തില്ല, അത് അങ്ങനെ ഇരിക്കത്തില്ല, അത് അങ്ങനെ ഇരിക്കത്തില്ല. This shall not be the same. ഇന്ന് പകൽ വിളിച്ചു പറ, ഇത് അങ്ങനെ ഇരിക്കത്തില്ല. ഇന്ന് പകൽ നിന്റെ ശരീരത്തിൽ ഒരു രോഗം, അത് പ്രത്യക്ഷമായ അടയാളം ഉണ്ടായിരിക്കട്ടെ, ഒരു മുഴയുണ്ടായിരിക്കട്ടെ, ഒരു അസ്വസ്ഥത ഉണ്ടാകട്ടെ, ഇന്ന് പകൽ വിളിച്ചു പറഞ്ഞ് പ്രാർത്ഥിക്കണം, ഇത് അങ്ങനെ ഇരിക്കത്തില്ല. ഇത് വെറുതെ ഒരു ഉപവാസ പ്രാർത്ഥന ബോർഡ് അടിച്ചിട്ട് പോകുന്ന പരിപാടിയല്ല. ഇതൊരു സ്പോട്ട് ഡെലിവറൻസിന്റെ പ്രാർത്ഥനയാണ്. പ്രാർത്ഥിച്ചു തുടങ്ങിയിട്ട് ചില സ്പോട്ട് ഡെലിവറൻസുകൾ ഇതിനകത്ത് സംഭവിക്കണം, സ്പോട്ട് ഹീലിങ്ങുകൾ സംഭവിക്കണം. അത് അങ്ങനെ ഇരിക്കത്തില്ല. നിന്റെ ശരീരത്തിലൊരു രോഗശക്തി, അത് അങ്ങനെ അവിടെ ഇരിക്കത്തില്ല. നിന്റെ ശരീരത്തിൽ അത് ഇരിക്കത്തില്ല, നിന്റെ തലയിൽ അത് ഇരിക്കത്തില്ല, നിന്റെ കാതിൽ അത് ഇരിക്കത്തില്ല, നിന്റെ ഹൃദയത്തിൽ അത് ഇരിക്കത്തില്ല, നിന്റെ ശരീരത്തിൽ അത് ഇരിക്കത്തില്ല, നിന്റെ ആന്തരിക അവയവങ്ങളിൽ അത് ഇരിക്കത്തില്ല. ഇന്ന് പകൽ ദൈവം അതിനെ തകർക്കുകയാണ്. നിന്റെ ശരീരത്തെ തകർക്കുന്ന രോഗബല അത് ഏതുമായിരിക്കട്ടെ, അതൊരു മുഴയായിരിക്കട്ടെ, അതൊരു ട്യൂമറായിരിക്കട്ടെ, അതൊരു സിസ്റ്റാകട്ടെ, ഇന്ന് പകൽ ആത്മാവിൽ വിളിച്ചു പറ, ഇത് അങ്ങനെ ഇരിക്കത്തില്ല, ഇത് അങ്ങനെ ഇരിക്കത്തില്ല. നിന്റെ ഹൃദയത്തിനകത്തിരിക്കുന്ന ഒരു ഭാരമാകട്ടെ, അതിനി അങ്ങനെ ഇരിക്കത്തില്ല. നിന്റെ തലയിൽ എഴുതി വെച്ച ഒരു മേലെഴുത്താകട്ടെ, അത് ഇനി അങ്ങനെ ഇരിക്കത്തില്ല. നിന്റെ തലം പാരമ്പര്യത്തിൽ വന്ന ഒരു നിന്ദയാകട്ടെ, അത് അങ്ങനെ ഇരിക്കത്തില്ല. നിന്റെ ജീവിതത്തിൻ്റെ ഒരു പരാജയമാകട്ടെ, അത് അങ്ങനെ ഇരിക്കത്തില്ല. നിന്റെ തലമുറ അലട്ടുന്ന ഒരു വേദനയാകട്ടെ, അത് അങ്ങനെ ഇരിക്കത്തില്ല. ഇന്ന് പകൽ ആത്മാവ് വിളിച്ചു പറയുന്നു, this shall not be the same. അത് അങ്ങനെ ഇരിക്കത്തില്ല. ഇന്ന് പകൽ ആത്മമണ്ഡലത്തിൽ കയറി വിളിച്ചു പറ, ഇത് അങ്ങനെ ഇരിക്കത്തില്ല. നിനക്കെതിരായ ചില പോർമണ്ഡലങ്ങളെ നോക്കി പറ, ഇത് അങ്ങനെ ഇരിക്കത്തില്ല. നിന്നെ നശിപ്പിക്കാൻ വ്യാപരിക്കുന്ന അന്ധകാര ശക്തികൾ അതിനി അങ്ങനെ ഇരിക്കത്തില്ല. നിന്റെ കുടുംബത്തിനെതിരെ വാദിക്കുന്ന പോരുകൾ അതങ്ങനെ ഇരിക്കത്തില്ല. നിന്റെ തലമുറയ്ക്കെതിരെ വാദിക്കുന്ന പിശാചുക്കൾ അതങ്ങനെ ഇരിക്കത്തില്ല. നിന്റെ ശരീരത്തെ ദണ്ഡിപ്പിക്കുന്ന അവകാശങ്ങൾ അതങ്ങനെ ഇരിക്കത്തില്ല. ആത്മാവിൽ വായ് തുറന്ന് വിളിച്ചു പറ, ഇതങ്ങനെ ഇരിക്കത്തില്ല. ദൈവം ഇന്ന് ചിലതിനെ അതിൽ നിന്ന് എടുത്തു കളയുക. ഇന്ന് പകൽ ദൈവത്തിൻ്റെ ശരീരങ്ങളെ തൊടുകയാണ്. ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു തുടങ്ങിയിട്ട് ഇതങ്ങനെ ഇരിക്കത്തില്ല. ഇന്ന് പകൽ ശരീരങ്ങളിൽ നിന്നത് വിട്ടുപോകട്ടെ, ഇന്ന് പകൽ മനസ്സുകളിൽ നിന്നത് വിട്ടുപോകട്ടെ, ഇന്ന് പകൽ പാരമ്പര്യങ്ങളിൽ നിന്നത് വിട്ടുപോകട്ടെ. ആത്മാവിൽ ജാഗരിച്ച് പ്രാർത്ഥിച്ച് ദൈവമക്കളിൽ പ്രാർത്ഥിച്ച് ദൈവമക്കൾ ഒരുമിച്ച് പ്രാർത്ഥിച്ച് എല്ലാവരും വായ് തുറന്ന് പ്രാർത്ഥിച്ച് വെറുതെ സ്തോത്രം പറയുകയല്ല, വെറുതെ ആമേൻ ആമേൻ പറയുകയല്ല, പകരം ആത്മാവിൽ വിളിച്ചു പറ, ഇതിനി എൻ്റെ കുടുംബത്തിൽ ഇരിക്കാൻ പറ്റത്തില്ല, ഇതിനി എൻ്റെ ശുശ്രൂഷയിൽ ഇരിക്കാൻ പറ്റത്തില്ല, ഇതിനി എൻ്റെ തലമുറയിൽ ഇരിക്കാൻ പറ്റത്തില്ല, ഇതിനി എൻ്റെ പാരമ്പര്യത്തിൽ ഇരിക്കാൻ പറ്റത്തില്ല, ഇതിനി ഇങ്ങനെ ഇരിക്കാൻ പറ്റത്തില്ല, ഇതിനി അങ്ങനെ ഇരിക്കാൻ പറ്റത്തില്ല, ഇതിനി അങ്ങനെ ഇരിക്കാൻ പറ്റത്തില്ല. ആ പിശാചിന് കയറി ഇരിക്കാൻ ഇനി അങ്ങനെ അവിടെ ഇരിക്കാൻ പറ്റത്തില്ല. അത്തലം പ്രവാനി ഘടകത്തുരാതിയ വൈഡമാരകരക രഹസ്യം തൂരിക അതങ്ങനെ ഇരിക്കത്തില്ല. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ചില സിംഹാസനങ്ങളെ എടുത്തു കളയുക, ചില മകുടങ്ങളെ ദൈവം നീക്കി കളയുക, ചില കിരീടങ്ങളെ ദൈവം എടുത്തു കളയുക. ഇതിനി അങ്ങനെ ഇരിക്കത്തില്ലെന്ന് പരിശുദ്ധാത്മാവ് പറയുന്ന ദൂതിനെ മുറുകെ പിടിച്ച് പ്രാർത്ഥിച്ചോ, പറയുന്ന ദൂതിനെ മുറുകെ പിടിച്ച് പ്രാർത്ഥിച്ചോ. ഇന്ന് പകൽ അത് സംഭവിക്കുക. സ്പോട്ടിൽ ദൈവപ്രവൃത്തി വെളിപ്പെടുക, സ്പോട്ടിൽ ദൈവപ്രവൃത്തി വെളിപ്പെടുക. ഹീലിംഗുകളുടെ സമയമാണിത്. ഓ റമമമമ ശങ്കാലാമ ഊദൽബാദി ഖേദപ്പത്തി കാലങ്കശ കലകന്തോനം വീതകരന്തം ഘടകന്താരം വീതരവത്ത ഘടകശാപ ഊരാമാന വൈഡാപാര. അത്തിയോട് നീങ്ങിപ്പോകാൻ പറ, മലയോട് നീങ്ങിപ്പോകാൻ പറ. ആ മല ഇനി അവിടെ ഇരിക്കത്തില്ല, ആ മല ഇനി അവിടെ ഇരിക്കത്തില്ല. ആ അത്തി പിഴുവപ്പെടട്ടെ, ആ അത്തി പിഴുവപ്പെടട്ടെ, ആ മല നീങ്ങപ്പെടട്ടെ, ആ മല കടലിൽ പോകട്ടെ, ആ മല കടലിൽ പോകട്ടെ. ആ മല കടലിൽ പോകും, ആ മല കടലിൽ ചാടിപ്പോകും, ആ മല കടലിൽ ചാടിപ്പോകും. വിശ്വാസത്തോടെ നീ മലയോട് കൽപ്പിച്ചാൽ ആ മല കടലിൽ ചാടിപ്പോകും. അധികാരം നിന്റെ വായിലാണ്, അധികാരം നിന്റെ നാവിലാണ്. നാവ് ചലിപ്പിച്ച് അധരങ്ങൾ തുറന്ന് വിശ്വാസത്തിന്റെ വാക്കുകളെ ഏറ്റുപറ. ഇന്ന് പകൽ നിനക്കെതിരെ നിൽക്കുന്ന അന്ധകാര ശക്തികൾ നീങ്ങിപ്പോകാം, ചില ദേശാധിപ ശക്തികൾ നീങ്ങിപ്പോകാം.
തിരുവനന്തപുരത്തെ വാഴുന്ന വെച്ചാരാധനയുടെ കെട്ടുകൾ ഇന്ന് പകൽ മകുടം നീങ്ങട്ടെ. ഇന്ന് പകൽ ആത്മമണ്ഡലത്തിൽ കയറിയ ദൈവമക്കൾ ഒരുമിച്ച് പ്രാർത്ഥിച്ച് കയറിയ ദേശത്തെ വാഴുന്ന കുടിദൈവ പോരുകൾ, ദേശത്തെ വാഴുന്ന ആഭിചാര ശക്തികൾ ഇതിനി അങ്ങനെ ഇരിക്കത്തില്ല. ഒരു കുരിയാലയും അങ്ങനെ ഇരിക്കത്തില്ല. ഒരു സർപ്പശക്തിയും അങ്ങനെ ഇരിക്കത്തില്ല. ഒരു ആഭിചാര ശക്തി അങ്ങനെ ഇരിക്കത്തില്ല. ഒരു മന്ത്രവാദ ശക്തി അങ്ങനെ ഇരിക്കത്തില്ല. ഒരു ദുരാത്മ സൈന്യം അങ്ങനെ ഇരിക്കത്തില്ല. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അതിൻ്റെ ഇരിപ്പിടങ്ങളെ പൊളിച്ചു കളയുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അതിൻ്റെ ആധിപത്യങ്ങളെ പൊളിച്ചു കളയുന്നു. ഇതാ പരിശുദ്ധാത്മാവ് ചിലയിടങ്ങളിൽ വ്യാപരിക്കുന്നു. ഇതാ പരിശുദ്ധാത്മാവ് ചിലരെ തൊട്ട് കഴിഞ്ഞു. Yes, the power to heal. Yes, the power to deliver. യേശുവിൻ്റെ നാമത്തിൽ വിടുതൽ സംഭവിക്കട്ടെ. അതിനി അങ്ങനെ ഇരിക്കത്തില്ല. നിന്റെ കുടുംബത്തെ വാണശക്തി, നിന്റെ തലമുറയെ വാണശക്തി, നിന്റെ ദാമ്പത്യത്തെ വാണശക്തി, നിന്റെ കുടുംബത്തെ വാണശക്തി ഇനി അങ്ങനെ ഇരിക്കത്തില്ല. ഓ ഫയർ ശങ്കലബാനി. ശരീരങ്ങളിൽ ദൈവശക്തി വ്യാപരിക്കുന്നു. ശരീരങ്ങളിൽ ദൈവശക്തി വ്യാപരിക്കുന്നു. അടക്കാൻ കഴിയാത്ത ദൈവശക്തി, അടക്കാൻ കഴിയാത്ത ദൈവശക്തി തൊടുന്നു. ഓ ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ് ശരീരങ്ങളിൽ നിന്ന് ഇറങ്ങട്ടെ. ശരീരങ്ങളിൽ നിന്ന് ഇറങ്ങട്ടെ. കുടുംബങ്ങളിൽ നിന്ന് ഇറങ്ങട്ടെ. തലമുറകളിൽ നിന്ന് ഇറങ്ങട്ടെ. പാരമ്പര്യങ്ങളിൽ നിന്ന് ഇറങ്ങട്ടെ. പിശാച് ഇറങ്ങട്ടെ. അവന്റെ ആധിപത്യങ്ങൾ ഇറങ്ങട്ടെ. അവന്റെ പോരുകൾ അഴിയട്ടെ. അഷ്ബല ഖാതല ഖൈഡഗദഗ ദഗദഗദഗ ദാഗനഗദി അത്തൽകന ഗസ്കപ്പര ഖാദക്കട ഗത്തക്കാല അന്തക്കടകൻ തീകത്താല കൈടത്തലക വീതല ബത്തല വൗഡ രാമ ഓദക്കഷം ബേലക ലൈദ. അതിനി അങ്ങനെ ഇരിക്കത്തില്ലെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. അതിനി അങ്ങനെ ഇരിക്കത്തില്ലെന്ന് ദൈവാത്മാവ് ദൂത് പറയുന്നു. അത്തര ബാദല ഖൈഡക രക്ത ഉടലമൻ അമ്പര ബൗഡ രഗദ വീതല ബേദല ഹൈഡ രഗദ അടകര ഹന്തര ഹൗഡ രഗദ ഹൈഡക രാദര ഹൈഡക രാദര. യഹോവയുടെ പെട്ടകത്തിന് മുമ്പാകെ, യഹോവയുടെ പെട്ടകത്തിന് മുൻപാകെ ദാഗോന്റെ തലയൊടിഞ്ഞതുപോലെ, യഹോവയുടെ പെട്ടകത്തിന് മുൻപാകെ ദാഗോന്റെ കൈപത്തികൾ മുറിഞ്ഞതുപോലെ, യഹോവയുടെ പെട്ടകത്തിന് മുൻപാകെ ദാഗോന്റെ വിഗ്രഹം നിലത്ത് വീണ് കിടന്നതുപോലെ ഇന്ന് പകൽക്കാല പെട്ടകത്തിന് മുമ്പേ ദാഗോന്റെ ശക്തികൾ നിൽക്കത്തില്ല. പെട്ടകത്തിന് മുമ്പിൽ ദാഗോന്റെ അധികാരങ്ങൾ നിൽക്കത്തില്ല. ഇന്ന് പകൽ ദൈവം പറിച്ചെടുക്കാതിന്, ഇന്ന് പകൽ ദൈവം മൂടോടെ പിഴുതെടുക്കാതിന് ദാഗോന്റെ അധികാരങ്ങൾ പെട്ടകത്തിന് മുമ്പിൽ നീക്കത്തില്ല. ദാഗോന്റെ കൈപ്പത്തി പെട്ടകത്തിന് മുമ്പിൽ നീക്കത്തില്ല. ദാഗോന്റെ തല പെട്ടകത്തിന് മുമ്പിൽ ഉയരത്തില്ല. ദാഗോന്റെ ആതിരുകൾ പെട്ടകത്തിന് മുമ്പിൽ നിൽക്കത്തില്ല. പെട്ടകത്തിന് മുമ്പിൽ ദാഗോന്റെ കൈപ്പത്തികൾ മുറിയോ. പെട്ടകത്തിന് മുമ്പിൽ ദാഗോന്റെ തല തെറിക്കോ. പെട്ടകത്തിന് മുമ്പിൽ ദാഗോന്റെ വിഗ്രഹങ്ങൾ താഴെ വീഴോ. പെട്ടകത്തിന് മുമ്പിൽ അന്ധകാരത്തിന്റെ ആധിപത്യങ്ങൾ ചിതറിക്കപ്പെടോ. പെട്ടകത്തിന് മുമ്പിൽ ദുരാത്മ ശക്തികൾ അഴിയപ്പെടോ. യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുക. ഇത് ദൈവത്തിന്റെ പെട്ടകം, ഇത് ദൈവത്തിന്റെ ആധിപത്യം, ഇത് ദൈവത്തിന്റെ ശക്തി. ഈ യേശുവിൻ നാമത്തിൽ ഓ റംബ റംബ രാഗത്തൂര. ഒരു അഭിഷക്തന്റെ കരം നിങ്ങളുടെ തലയിൽ വീഴുകയല്ല, അഭിഷേകം തന്നെ നിങ്ങളെ തൊടുകയാ. അഭിഷേകം തന്നെ നിങ്ങളെ തൊടുകയാ. ഉല്ലം പാലം പാലം പാല വൈടം പാലം 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 വീട പാലം പാലം പാല ഐട പാലം പാലം പാല. അഭിഷക്തന്റെ കരമല്ല, അഭിഷേകത്തിന്റെ കരം തന്നെ. അഭിഷക്തന്റെ കരമല്ല, അഭിഷേകത്തിന്റെ കരം തന്നെ. യേശുവിൻ നാമത്തിൽ വിടുതലാകട്ടെ, വിടുതലാകട്ടെ, വിടുതലാകട്ടെ. This shall not be the same. അന്തൽ കാതൽ കാതൽ ഘടകം വീതപരക്ഷം തൂലത്താരം വന്തക്കടകം വീതപരക്ഷ പരമപ്രവന ഭാടിക ദൂര. അതങ്ങനെ ഇരിക്കത്തില്ല. നിനക്കെതിരായി നിൽക്കുന്ന ആഭിചാര വെച്ചാരാധനയുടെ കോട്ടകളെ നോക്കി അധികാരത്തോടെ കൽപ്പിക്കുക. ഇറങ്ങി പോകാൻ പറ. അവൻ്റെ ആധിപത്യം ഒട്ടയാൻ പറ. വിശ്വാസത്തോടെ നീ കൽപ്പിച്ചാൽ അത് മലയായാലും മാറിപ്പോകാം. വിശ്വാസത്തോടെ നീ കൽപ്പിച്ചാൽ അത് എത്ര വേര് പിടിച്ച വൃക്ഷമായാലും പിഴുതെറിയപ്പെടോ, പിഴുതെറിയപ്പെടോ. ദുഷ്ടൻ, ദുഷ്ടൻ സ്വദേശികമായ, ദുഷ്ടൻ സ്വദേശികമായ പച്ചവൃക്ഷം പോലെ തഴച്ചിരിക്കുന്നത് ഞാൻ കണ്ടു. പക്ഷേ പിന്നെ അതിലെ പോയപ്പോ
അപ്പോൾ ആദ്യം ഇദ്ദേഹം എന്തോ ചെയ്തു? ആദ്യം അതിലെ അദ്ദേഹം ഒന്ന് പോയി. അഭിഷക്തൻ ഒരു വഴി കൂടെ പോയി കഴിഞ്ഞാൽ സ്വദേശികമായ പച്ചവൃക്ഷം പോലെ തഴച്ചു നിൽക്കുന്ന ചിലത് എന്തു ചെയ്യും? പിന്നെ പോകുമ്പം കാണത്തില്ല. കാരണം ഒന്നാമത്തെ പോക്കിൽ അതിൻ്റെ വേരും പിഴുതിട്ടാ പോയത്. ഇന്ന് പകൽ നീ പോകുന്ന ചില പാതകൾ സ്വദേശികമായ പച്ചവൃക്ഷം പോലെ തഴച്ചു നിൽക്കുന്ന ചില ആധിപത്യങ്ങളെ, സ്വദേശികമായ പച്ചവൃക്ഷം പോലെ തഴച്ചു നിൽക്കുന്ന ചില ആധിപത്യങ്ങളെ ദൈവം പറിച്ചെറിയുകയാ. ആലഘടഗതീകരം പ്രവാനിയ ഷൗഡാരാബാഹത്തര. പിന്നെ ഞാൻ അതിലെ പോയപ്പോൾ കണ്ടില്ല. കാരണം ആ അഭിഷക്തന്റെ സാന്നിധ്യം അതുവഴി പാസ് ചെയ്തപ്പോൾ അതിൻ്റെ ആധിപത്യം പറഞ്ഞ് ഇനി അതങ്ങനെ ഇരിക്കത്തില്ല. അതരങ്ങളിൽ ദൈവകൃപയുള്ള ദൈവപൈതലേ, വിശ്വാസത്തോടെ മലയോട് നീങ്ങാൻ പറഞ്ഞാൽ ആ മല പിന്നെ അവിടെ അങ്ങനെ ഇരിക്കുവോ? ഒരു വൃക്ഷത്തോട് വേരോടെ പിഴുകാൻ പറഞ്ഞാൽ പിന്നെ അതവിടെ നിൽക്കുവോ? പിന്നെ അതങ്ങനെ നിന്നില്ല. ഫലമല്ലാതെ ഇല നിറഞ്ഞു നിന്ന വൃക്ഷത്തെ നോക്കി കർത്താവ് പറഞ്ഞു ഇനി നീ അങ്ങനെ ഇരിക്കത്തില്ലെന്ന്. പിന്നെ അതങ്ങനെ ഇരുന്നോ? ഇല്ല. സെരുബാബേലിൻ്റെ മുമ്പിലുള്ള മഹാപർവ്വതമേ, നീ അങ്ങനെ തന്നെ ഇരുന്നോ? ഇല്ല. പിന്നെ അവൻ ആരായിരുന്നു? പിന്നെ അവൻ സമഭൂമിയായിരുന്നു. അതിനിയും അങ്ങനെ ഇരിക്കത്തില്ല. പെട്ടകത്തിന് മുമ്പിൽ ദാഗോൻ്റെ തല ഉയർന്നു നിന്നു. പക്ഷേ രാവിലെ നോക്കിയപ്പോൾ ആൾ കമന്നടിച്ച് കിടക്കുക. വീഴ്ചയിൽ കൈപ്പത്തിയും തലയും ഇളകിപ്പോയി. പിറ്റേന്ന് MC-യിലും ക്വിക്ക് ഫിക്സും വെച്ച് അവർ ഒട്ടിച്ച് നേരെ നിർത്തി. എന്നിട്ടും സാധനം നിന്നില്ല. അപ്പോൾ അതിലെ മൂത്താശാരി വന്ന് പറഞ്ഞു, എടാ ഇതൊന്നും ക്വിക്ക് ഫിക്സിലും MC-യിലും ഒന്നും നിൽക്കത്തില്ല, പുതിയ ഒരെണ്ണം പണിത് വെക്കണമെന്ന് പറഞ്ഞു. പെട്ടെന്ന് തന്നെ ഓർഡർ കൊടുത്തു. പുതിയ ഒരെണ്ണം പണിത് വെച്ചിട്ട് അതും താഴെ വീണു. അന്നേരേ പറഞ്ഞു ഇവിടെ നിന്നൊന്നും സാധനം പണിതാൽ ചൈന സാധനം വെച്ചാൽ നന്നാവത്തില്ല, നല്ല ജപ്പാൻ്റെ സാധനം മേടിച്ച് വെക്കണമെന്ന് പറഞ്ഞു. കാശ് കൊടുത്ത് ജപ്പാനിൽ നിന്ന് അടുത്ത ദാഗോനെ ഇറക്കി വെച്ചു. അതും താഴെ വീണ് കിടന്നു. അപ്പോൾ അവർക്ക് മനസ്സിലായി ക്വിക്ക് ഫിക്സിൻ്റെയും കുഴപ്പമല്ല, ചൈനയുടെയും കുഴപ്പമല്ല, ജപ്പാനെയും കൊണ്ടും പരിപാടി നടക്കത്തില്ല. പരിപാടി നന്നാവണമെങ്കിൽ പെട്ടകം ഇടത്ത് ചെല്ലണം. അമ്മ പെട്ടകത്തിൻ്റെ മുമ്പിൽ ഇരിക്കത്തില്ല. ഇന്ന് പകൽ ദൈവമക്കൾ വിളിച്ചു പറ, ദൈവമക്കൾ ആത്മാവിൽ ഉറപ്പോടുകൂടി പറ, എൻ്റെ മുമ്പാകെ അതങ്ങനെ ഇരിക്കത്തില്ല. Amen. This shall not be the same. ഞാനതിനെ ഒന്നും കൂടെ പറയാം. അതങ്ങനെ ഇരിക്കയില്ല. അങ്ങനെയെങ്കിൽ ഞാൻ വേറൊരു കാര്യവും കൂടെ പറയാം. അതങ്ങനെ ഇരിക്കത്തില്ലെങ്കിലേ ഇതിങ്ങനെ ഇരിക്കത്തില്ല. ഇതിങ്ങനെ ഇരിക്കുന്നതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? അതങ്ങനെ ഇരിക്കുന്നതുകൊണ്ടാ. ആമേൻ. എൻ്റെ സഹോദരങ്ങളെ, നിങ്ങളുടെ വളർച്ച മുരടിക്കുന്നെങ്കിൽ, നിങ്ങളുടെ കൃപാവരങ്ങൾ വളരുന്നില്ലെങ്കിൽ, നിങ്ങളുടെ ശുശ്രൂഷ വികസിക്കുന്നില്ലെങ്കിൽ, നിങ്ങളുടെ സാമ്പത്തികം മെച്ചപ്പെടുന്നില്ലെങ്കിൽ, നിങ്ങളുടെ ആരോഗ്യം ക്ഷയിച്ച് വരികയാണെങ്കിൽ വേറൊരു സാധനം അങ്ങനെ ഇരിക്കുന്നുണ്ട്. പക്ഷെ അത് താഴോട്ട് പോയി കഴിഞ്ഞാൽ ഇതെന്ത് ചെയ്യും? മേപ്പോട്ട് വരും. അതുകൊണ്ട് അടുത്തത് എഴുതിയിരിക്കുന്നത്, ഞാൻ താണതിനെ ഉയർത്തുകയും ഉയർന്നതിനെ താഴ്ത്തുകയും ചെയ്യും. ഞാൻ വളരെ വേഗത്തിൽ അതിനെ അങ്ങനെ പറഞ്ഞു നിൽക്കാം. അതങ്ങനെ ഇരിക്കത്തില്ലെങ്കിൽ ഇത് ഇങ്ങനെയും ഇരിക്കത്തില്ല. അങ്ങനെയെങ്കിൽ വേറൊരു യാഥാർത്ഥ്യം ഞാൻ പറയാം. അതങ്ങനെ ഇരിക്കുന്നിടത്തോളം ഇതിങ്ങനെ ഇരിക്കത്തുള്ളൂ. അതങ്ങനെ ഇരിക്കുന്നിടത്തോളം ഇതിങ്ങനെ ഇരിക്കത്തുള്ളൂ. എഴുന്നേൽക്കണം, അതിനെ തകർത്തു കളയണം. ഇത് ഇങ്ങനെ ഇരിക്കേണ്ടതല്ല. നിൻ്റെ തലമുറ ഇങ്ങനെ ഇരിക്കേണ്ടതല്ല. നിൻ്റെ ശുശ്രൂഷ ഇങ്ങനെ ഇരിക്കേണ്ടതല്ല. നിൻ്റെ കുടുംബം ഇങ്ങനെ ഇരിക്കേണ്ടതല്ല. നിൻ്റെ ജീവിതം ഇങ്ങനെ ഇരിക്കേണ്ടതല്ല. നിൻ്റെ ഭാവി ഇങ്ങനെ ഇരിക്കേണ്ടതല്ല. അതിന് നീ എന്ത് ചെയ്യണം? അത് അങ്ങനെ ഇരിക്കണ്ട എന്ന് പറയണം. അതങ്ങനെ ഇരിക്കാതെ അത് താഴെ ഇറങ്ങിയാൽ ഒരു ദൈവപൈതലിൻ്റെ ഉയർച്ചകൾ അവിടെ ആരംഭിക്കും. ദുഷ്ടൻ്റെ താഴ്ചയോടുകൂടി ഒരു ദൈവ പൈതലിൻ്റെ ഉയർച്ച ആരംഭിക്കും. അവിടെ അങ്ങനെ എഴുതിയിരിക്കുന്നത്, ഞാൻ താണതിനെ ഉയർത്തും. എന്താ കാര്യം? ഉയർന്നത് താണു.
ഇന്ന് പകൽ ദൈവ പൈതലേ, നിങ്ങളുടെ കുടുംബത്തിൽ എന്താണ് ഉയർന്നു നിൽക്കുന്നത്? ആ ഉയർന്നു നിൽക്കുന്നത് താഴുമ്പോൾ നിങ്ങൾ ഉയർന്നു വരുന്നത് കാണുവാൻ കഴിയുക. നിങ്ങളുടെ ആമേൻ, ഇതിനെ കുറച്ചുകൂടെ വ്യക്തമായി കുറച്ചുകൂടെ പേഴ്സണലി ഞാൻ കൊണ്ടുവരട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ദേശാധിപ ശക്തി ഉയർന്നു നിൽക്കരുത്. നിങ്ങളുടെ ഇടയിൽ ഒരു ദുർസ്വഭാവം ഉയർന്നു നിൽക്കരുത്. നിങ്ങളുടെ ഇടയിൽ ഒരു പാപം ഉയർന്നു നിൽക്കരുത്. നിങ്ങളുടെ ഇടയിൽ ഒരു ശാപം ഉയർന്നു നിൽക്കരുത്. ഉയർന്നു നിൽക്കുന്ന പാപം, ഉയർന്നു നിൽക്കുന്ന കോപം, ഉയർന്നു നിൽക്കുന്ന വൈരാഗ്യം, ഉയർന്നു നിൽക്കുന്ന പക, ഉയർന്നു നിൽക്കുന്ന ദുശ്ചിന്ത, അത് താഴെ ഇറങ്ങുമ്പോൾ താണു നിൽക്കുന്ന ദൈവകൃപ, താണു നിൽക്കുന്ന അഭിഷേക, താണു നിൽക്കുന്ന ദൈവശക്തി അത് ഉയർന്നു വരുന്നത് കാണുവാൻ കഴിയുക. ഉയർച്ചയ്ക്ക് തടസ്സമായി നിൽക്കുന്ന സകല ദുർവ്യാപാരങ്ങൾ ഇന്ന് പ്രാർത്ഥനയിൽ, ഈ 7 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയിൽ താണിറങ്ങുന്നത്, താണു നിൽക്കുന്നത്, ഉയരുന്നതും കാണുവാൻ ഇടവരട്ടെ. ഞാൻ മുമ്പോട്ട് പോകട്ടെ. ഒബദ്യാവിൻ്റെ പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ, ഒബദ്യാവിൻ്റെ പുസ്തകത്തിൻ്റെ ഒന്നാം വാക്യത്തിലേക്ക് പ്രാരംഭ വാക്യങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ ഉയർന്നു നിൽക്കുന്ന ഒരു ശക്തിയുണ്ട്. ഒബദ്യാവിൻ്റെ പുസ്തകം ആരംഭിക്കുമ്പോൾ ആരാണ് ഉയർന്നു നിൽക്കുന്നത്? അത് ഏദോമ്യനാണ് ഉയർന്നു നിൽക്കുന്നത്. ഒബദ്യാവിൻ്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയുകയാണ്, യഹോവയായ കർത്താവ് ഏദോമിനെ കുറിച്ച് അരുളി ചെയ്യുന്നു. അപ്പോൾ ഏദോമിനെ കുറിച്ച് അരുളി ചെയ്യുകയാണ്. എന്താണ് ഏദോമിനെ കുറിച്ച് അരുളി ചെയ്യുന്നത്? ഏദോമിനെ കുറിച്ച് അരുളി ചെയ്യുന്നത് അതിൻ്റെ 3-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ 3-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, നീ പാറ പിളർപ്പുകളിൽ പാർക്കുന്നവനും ഉന്നത വാസമുള്ളവനും ആർ എന്നെ നിലത്ത് തള്ളിയിടുമെന്ന് ഹൃദയത്തിൽ പറയുന്നവനുമായുള്ളവേ. അപ്പോൾ ഇവിടെ ഉന്നത വാസം ഉള്ളവൻ ആരാണ്? ഏദോമിനാണ്. ഏദോം ഇപ്പോൾ എന്ത് ചെയ്യുകയാണ്? ഉയരത്തിൽ വസിക്കുകയാണ്. നമ്മൾ വായിച്ച വാക്യത്തിനെ മറക്കരുത്. യെഹെസ്കേൽ 21:26, ഞാൻ ഉയർന്നു നിൽക്കുന്നതിനെ എന്ത് ചെയ്യും? താഴ്ത്തും, താണു നിൽക്കുന്നതിനെ ഉയർത്തും. ഇപ്പോൾ ഇവിടെ ഒബദ്യാവിൻ്റെ പുസ്തകം 1-ാം വാക്യത്തിൽ പറയുകയാണ്, ഏദോമിനെ കുറിച്ച് ദൈവം പറയുന്നു. എന്താണ് ഏദോമിനെ കുറിച്ച് ദൈവം പറയുന്നത്? 3-ാം വാക്യ, പാറയുടെ പിളർപ്പുകളിൽ പാർക്കുന്നവനും ഉന്നത വാസമുള്ളവനും എന്നെ ആരും നിലത്തിറക്കത്തില്ലെന്ന് പറഞ്ഞ് മേളി കയറിയിരിക്കുന്നവനാ. ആര്? ഇവിടെ ഏദോം. അപ്പോൾ ഒബദ്യാവിൻ്റെ പ്രവചനം ആരംഭിക്കുമ്പോൾ ആരാണ് ഏറ്റവും മേളിൽ കയറിയിരിക്കുന്നത്? ഏദോമാണ് മേളിൽ കയറിയിരിക്കുന്നത്. ഇനിയും അതിൻ്റെ അവസാനത്തിലേക്ക് കടന്നു വരുമ്പോൾ ഒബദ്യാവിൻ്റെ പുസ്തകം 1-ാം അധ്യായം 21-ാം വാക്യം, അവസാനത്തെ വാക്യ, ഒബദ്യാവിൻ്റെ പുസ്തകം 21, അവിടെ പറയുന്നത് ഇങ്ങനെയാണ്, ഏദോമിൻ്റെ പർവ്വതത്തെ, ഏശാവിൻ്റെ മക്കളുടെ തലമുറകളുടെ പേരാണ് ഏദോം. യാക്കോബിൻ്റെ മക്കളുടെ പേര് ഇസ്രായേൽ എന്നും ഏശാവിൻ്റെ മക്കളുടെ പേര് ഏദോം എന്നോ. എന്നിട്ട് ഇവിടെ പറയുകയാണ്, ഏശാവിൻ്റെ പർവ്വതത്തെ ന്യായം വിധിക്കേണ്ടതിന് രക്ഷകന്മാർ സിയോൻ പർവ്വതത്തിൽ കയറി ചെല്ലും, രാജ്യത്വം യഹോവയ്ക്കാകും. അപ്പൊ ഇപ്പൊ ആരാ മുകളിൽ നിൽക്കുന്നേ? രക്ഷകന്മാർ. ഏദോം പർവ്വതം ഇപ്പൊ താഴെയായി, സിയോൻ പർവ്വതം മുകളിലായി. ഒബദ്യാവിൻ്റെ പുസ്തകം ആരംഭിക്കുമ്പോൾ ആരായിരുന്നു മുകളിൽ? ഏദോമായിരുന്നു മുകളിൽ. പക്ഷേ ഒബദ്യാവിൻ്റെ പുസ്തകം അവസാനിക്കുമ്പോൾ ആരായിരുന്നു മുകളിൽ? രക്ഷകന്മാരായിരുന്നു മുകളിൽ. ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ ഒരു കാര്യം, അതിൽ നിന്നൊരു കാര്യം ഞാൻ പറയട്ടെ. ഈ 7 ദിവസത്തെ പ്രാർത്ഥനകൾ കഴിയുമ്പോൾ 1-ാമത്തെ ദിവസം ഉയർന്നു നിൽക്കുന്നത് ആരായിരിക്കും? ഏദോമായിരിക്കും. നിങ്ങളുടെ കുടുംബത്തിൽ ചില ഏദോമോ, നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ചില ഏദോമ്യ ശക്തികൾ ഉയർന്നു നിൽക്കുകയായിരിക്കാം. പക്ഷേ എൻ്റെ സഹോദരങ്ങളെ, ഈ ഉപവാസ പ്രാർത്ഥന കഴിയുമ്പോൾ ഉയർന്നു നിൽക്കുന്നത് ഏദോമാകരുത്, നിങ്ങളായിരിക്കണം. ഞാനതിലേക്ക് കടന്നു വരാം. ഇവിടെ ഈ ഏദോമിനെ ദൈവം താഴെ ഇറക്കുന്നത് എവിടെ നിന്നാണെന്നറിയാം? ഏദോമിനെ ദൈവം താഴെ ഇറക്കുന്നത് പാറയുടെ പിളർപ്പിൽ നിന്നല്ല. ഏദോമിനെ ദൈവം താഴെ ഇറക്കുന്നത് അവൻ്റെ ഉന്നത വാസത്തിൽ നിന്നും അല്ല. പകരം അവൻ അവിടെ നിന്ന് അവൻ്റെ താമസം കുറച്ചും കൂടെ മുകളിലേക്ക് മാറ്റുകയാണ്. ഇപ്പോൾ ഇവൻ എവിടെ താമസിക്കുന്നതെന്നറിയാമോ? ഇപ്പോൾ ഇവനിവിടെ താമസിക്കുന്നത് പാറയുടെ പിളർപ്പിലും ശിഖരങ്ങളുടെ ഉയരത്തിലുമാണ് അവൻ താമസിക്കുന്നത്. പക്ഷെ അവനിപ്പം മനസ്സിലായി, ഇവിടെ താമസിച്ചിട്ട് കാര്യമില്ല, അതുകൊണ്ട് കുറച്ചും കൂടെ താമസം മുകളിലേക്ക് മാറ്റണം. അവൻ്റെ കൂട് എവിടെ വെക്കണം? നക്ഷത്രങ്ങളുടെ ഇടയിൽ ഇവൻ്റെ കൂട് വെക്കണം. ഇതെന്താണ് ഇതിൻ്റെ സാഹചര്യം? ഈ സാഹചര്യത്തിലേക്ക് കടന്നു വരുമ്പോൾ ഞാൻ ഒത്തിരി വേഗത്തിൽ പോകാം.
ഈ ഒരു രാജ്യത്തിൻ്റെ, ഒരു രാഷ്ട്രത്തിൻ്റെ പ്രഥമമായ പരിരക്ഷയാണ് പാറയുടെ പിളർപ്പിൽ അല്ലെങ്കിൽ വലിയ ഫോർട്ടുകളിൽ, വലിയ വലിയ കോട്ടകളിൽ, വലിയ പാറ സ്ഥലങ്ങളെ, വലിയ മലമ്പ്രദേശങ്ങളെ എടുത്തിട്ട് എന്ത് ചെയ്യുക, അതിനകത്ത് കോട്ട പണിത് രാജാവ് അതിനകത്ത് താമസിക്കുക. അപ്പോൾ അതിനകത്തുനിന്ന് ആർക്കും എന്ത് ചെയ്യാൻ കഴിയത്തില്ല, ഇറക്കാൻ കഴിയത്തില്ല. നമ്മളൊക്കെ ഈ നമ്മുടെ കേരളത്തിൽ തന്നെ പല ഭാഗങ്ങളിലേക്ക് ചെല്ലുമ്പോൾ ഈ കോട്ടകളെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ കോട്ടകൾ അവർക്കൊരു അഭയസ്ഥാനമാണ്. ഈ കോട്ടകൾ ദൂരത്തു നിന്ന് നോക്കുമ്പോൾ നമ്മൾ ആ ദൂരെ നിന്ന് വരുന്ന ശത്രുവിനെ അവർക്ക് ഇടിക്കാൻ കഴിയും. പക്ഷേ ഇപ്പോൾ പറയുകയാണ്, ഇപ്പോൾ ഏതോം പറയുകയാണ്, ഇനിയും ഈ മിലിറ്ററി പവർ കൊണ്ട് എനിക്ക് ജയിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് ഞാൻ ഇനി എന്ത് ചെയ്യാൻ പോവുകയാണ്, ഞാൻ നക്ഷത്രങ്ങളുടെ ഇടയിൽ കൂടുവെക്കാൻ പോവുകയാണ്. എന്താണ് ഈ ഏതോമ്യ സംസ്കാരത്തിൽ നക്ഷത്രങ്ങളുടെ ഇടയിൽ കൂടുവെക്കാൻ പോവുക എന്ന് പറഞ്ഞാൽ? നമുക്കറിയാം, ഈ ജ്യോതി സംബന്ധമായിട്ടുള്ള, നക്ഷത്ര സംബന്ധമായിട്ടുള്ള രണ്ട് വിധ പഠനമാണ് ഉള്ളത്. ഒന്ന് ജ്യോതിശാസ്ത്രം. ജ്യോതിശാസ്ത്രത്തിന് എന്താ പറയുന്നത്? ആസ്ട്രോണമി. അതാണ് ജ്യോതിശാസ്ത്രം. നമ്മുടെ ഇസ്രോയിലും നാസയിലും ഒക്കെ നടക്കുന്നത് എന്താ? ജ്യോതിശാസ്ത്രമാണ് നടക്കുന്നത്. അത് ആസ്ട്രോണമി. ഇനി അടുത്ത വേറൊരു ഭാഗമുണ്ട്, ജ്യോതിഷം. അതിൻ്റെ പേരെന്താണ്? ആസ്ട്രോളജി. അപ്പം ഇത് രണ്ടായിരുന്നാലും ഇതിൻ്റെ പ്രിഫിക്സ്, അതിൻ്റെ ആദ്യത്തെ പേരെന്താണ്? ആസ്ട്രോളജി ഓർ ആസ്ട്രോണമി. അപ്പോൾ ഇതിന് രണ്ടിനും പറയുന്ന പേർ ആസ്ട്രോ എന്നാണ് പറയുന്നത്. ഇത് എവിടെ നിന്നാണ് ഈ ആസ്ട്രോ എന്ന വാക്ക് വന്നത് എന്ന് നാം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, ഗ്രീക്ക് മിത്തോളജിയിലേക്ക്, ഗ്രീക്ക് സിസ്റ്റത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു ദൈവമുണ്ടായിരുന്നു. ആ ദൈവത്തിൻ്റെ പേർ ആസ്ട്രിയോസ് എന്നായിരുന്നു പേർ. ആസ്ട്രിയോസ്. ഈ ആസ്ട്രിയോസ് എന്ന വാക്കിൻ്റെ അർത്ഥം നാം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, ആസ്ട്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നക്ഷത്രം, ഇയോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിതാവ്. അപ്പം ആസ്ട്രിയോസ് എന്ന് പറഞ്ഞാൽ നക്ഷത്രങ്ങളുടെ പിതാവ് എന്ന് പറയുന്നതായിട്ടുള്ള ഒരു ദൈവമുണ്ടായിരുന്നു, ആസ്ട്രിയോസ്. അങ്ങനെ ആസ്ട്രിയോസിൻ്റെ പ്രധാനമായിട്ട് 4 മക്കളുണ്ടായിരുന്നു, 4 കാറ്റുകൾ. ഈ ആസ്ട്രിയോസിൻ്റെ 4 കാറ്റുകൾ ചലിക്കേണ്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, നക്ഷത്ര വ്യൂഹങ്ങൾ, കോൺസ്റ്റലേഷൻസ് തീരുമാനിക്കുമ്പോഴായിരുന്നു ഈ കാറ്റ് വീശുന്നത്. അതുകൊണ്ടല്ലേ ഞാൻ പലപ്പോഴും എൻ്റെ പ്രസംഗങ്ങളിലൊക്കെ പറയാറുണ്ട്, നമ്മുടെ നാട്ടിലൊക്കെ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഉടനെ മനുഷ്യൻ പറയും, എൻ്റെ ഗ്രഹപ്പിഴയ്ക്ക്, എൻ്റെ ഗ്രഹപ്പിഴയ്ക്ക്. എന്തൊരു ഗ്രഹപ്പിഴ? ഇതെന്താ ഈ ഗ്രഹപ്പിഴ? ഗ്രഹപ്പിഴ എന്താ? നമ്മളങ്ങ് തട്ടിവിടും ഗ്രഹപ്പിഴ. ഗ്രഹപ്പിഴ എന്ന് പറഞ്ഞാൽ ഈ ഗ്രഹങ്ങളുടെ നിലയിൽ പിഴവ് സംഭവിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ പ്രശ്നമുണ്ടാവും. രാവിലെ ഞാൻ പാല് തിളപ്പിക്കാൻ വെച്ചു, പാല് തിളച്ച് തൂവിപ്പോയി. എൻ്റെ ബുദ്ധിമോശമല്ല, എൻ്റെ ശ്രദ്ധക്കുറവുമല്ല, പകരം ആകാശത്തിലെ നക്ഷത്രങ്ങളുടെ ഗ്രഹനിലയുടെ കുഴപ്പമാണ് എൻ്റെ പാല് തിളച്ച് തൂവിപ്പോയത്. ആമേൻ. രാവിലെ ബസ് കിട്ടിയില്ല. എന്താ കാര്യം? ഗ്രഹത്തിൻ്റെ പിഴയാണ്. എൻ്റെ ദൈവമക്കളോട് ഞാൻ പറയട്ടെ, എനിക്കും നിങ്ങൾക്കും ഗ്രഹം പിഴയ്ക്കത്തില്ല. അതുകൊണ്ട് ദൈവമക്കൾ, പെന്തക്കോസുകാർ ഗ്രഹപ്പിഴ പറയരുത്. അത് ഗ്രഹത്തിൻ്റെ കീഴിൽ ജീവിക്കുന്നവർക്കാ, ആകാശത്തിലെ അധികാരത്തിനെ അനുസരിച്ച് ജീവിക്കുന്നവർക്കാ എന്തുള്ളത്. എഫെസ്യർ സഭയിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ പറയുന്നത്, നിങ്ങൾ ആകാശത്തിൻ്റെ അധികാരത്തിന് കീഴ്പ്പെട്ടു. അവർ കൂടുതൽ നക്ഷത്രങ്ങളെ സേവിക്കുന്നവരായിരുന്നു. കൊലോസി ലേഖനത്തിലേക്ക് കടന്നു വരുമ്പോൾ പറയുന്നത്, ദൂതൻ വാഴ്ചകളെ, അധികാരങ്ങളെ, കർത്തൃത്വങ്ങളെ, സിംഹാസനങ്ങളെ, അവർ കൂടുതലും ദൂതന്മാരെ ആരാധിക്കുന്നവരായിരുന്നു. അതൊക്കെ ഓരോ ഭാഗങ്ങളാണ്. ഞാൻ അതിൽ നിങ്ങൾ മടങ്ങി വരിക. സ്തോത്രം. അപ്പോൾ ഇവൻ പറയുകയാണ്, ഞാൻ നക്ഷത്രങ്ങളുടെ ഇടയിൽ കൂടുവെക്കും. ഈ നക്ഷത്രങ്ങളുടെ ഇടയിൽ കൂടുവെക്കും എന്ന് പറയുന്നതിൻ്റെ കാരണം, ഈ നക്ഷത്രങ്ങളെ ദേവപുത്രന്മാരായിട്ടും നക്ഷത്രങ്ങളുടെ പിതാവിനെ ഒരു ദൈവവുമായിട്ടാണ് സങ്കല്പിച്ചിരുന്നത്. അതിൻ്റെ 1-2 ഉദാഹരണങ്ങളിലേക്ക് ഞാൻ കടന്നു വരാം. ഈ റോമ ഗ്രീക്ക് മിത്തോളജിയിലേക്ക്, സങ്കല്പങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ ഈ ഒരു വിഷയത്തിൽ അവരുടെ ജീവിതത്തിൻ്റെ എല്ലാം നിയന്ത്രിക്കുന്നത് ഇങ്ങനെയായിരുന്നു. നിങ്ങൾക്കറിയാമോ എന്നറിയത്തില്ല, ആസ്ട്രോ തിയോളജി എന്ന് പറയുന്ന, നക്ഷത്ര ദേവശാസ്ത്രം എന്ന് പറയുന്ന ഒരു പഠന വിഷയമുണ്ട്. ആസ്ട്രോ തിയോളജി എന്ന് പറയുന്നത്. അപ്പം നക്ഷത്ര ദൈവശാസ്ത്രം, തിയോ എന്ന് പറഞ്ഞാൽ ദൈവം, തിയോളജി എന്ന് പറഞ്ഞാൽ ദൈവശാസ്ത്രം. ആസ്ട്രോ തിയോളജി എന്ന് പറഞ്ഞാൽ നക്ഷത്ര ദേവശാസ്ത്രം. നക്ഷത്ര ദേവശാസ്ത്രം എന്ന് പറയുന്ന ഒരു പഠന വിഷയം ഉലകത്തിലുണ്ട്. നമ്മൾ ആരെങ്കിലും അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? കാരണം ഈ നക്ഷത്രങ്ങൾ കൂടുമ്പോഴാകുന്നു മനുഷ്യന് നന്മയുണ്ടാകുന്നതെന്ന്. ഉദാഹരണമായി ഞാൻ ചില വിഷയങ്ങളിലേക്ക് കടന്നു വരാം. ഗ്രീക്ക് മിത്തോളജിയിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ സാമ്പത്തിക
സാമ്പത്തികമായ ഉന്നമനം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ കൊമേഴ്സ്യൽ ഡെവലപ്മെൻറ്റ്, സാമ്പത്തിക ഉന്നമനം ഉണ്ടാകണമെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ തടയപ്പെട്ട യാത്രകൾ തുറന്നു വരണമെങ്കിൽ അവനെ ബുധഭഗവാൻ സഹായിക്കണമായിരുന്നു, അവന് ബുധൻ സഹായിക്കണമായിരുന്നു. അതുകൊണ്ടാണ് ഇന്ന് നമ്മുടെ ഇടയിലൊക്കെ നല്ല യാത്രകൾ പോവുകയാണെങ്കിൽ ബുധനാഴ്ച പോകണമെന്ന് പറയും. കാരണം ബുധഭഗവാനാണ് ഈ യാത്രകളെ ചെയ്യുന്നത്. വിദ്യാരംഭം, സ്കൂൾ വിദ്യാഭ്യാസം ബുധനാഴ്ച തുടങ്ങണം. കാരണം ബുധനാണ് മനുഷ്യൻ്റെ സാമ്പത്തിക മേഖലയെ അനുഗ്രഹിക്കുന്നത്. അപ്പം ബുധഭഗവാനെ ചെന്ന് കണ്ടിട്ട് വേണം. അപ്പം ബുധനാകുന്ന നക്ഷത്രത്തിൻ്റെ കയ്യിലാണ് ഒരു മനുഷ്യൻ്റെ സാമ്പത്തികം, ഫിനാൻഷ്യൽ ആൻഡ് ട്രാവൽസ്. ഇതിൻ്റെ മുഴുവൻ ട്രാവൽ ഏജൻസി നടത്തുന്നതും ഫിനാൻഷ്യൽ കച്ചവടം നടത്തുന്നതും ആരാണ്? ബുധനാണെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് പൗലോസും ബർണബാസും വന്ന് മനുഷ്യന് വിടുതൽ നൽകിയപ്പോൾ ഇന്ദ്രനും ബുധനും ഇറങ്ങി വന്നത്. അപ്പോൾ ബുധൻ ഇറങ്ങി വന്നെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ആർക്കെങ്കിലും സാമ്പത്തിക വിടുതൽ വേണമെങ്കിൽ ഇവിടോട്ട് വന്നാൽ മതി, ബർണബാസിൻ്റെ കയ്യിലോട്ട് വന്നാൽ മതി, ഇവിടെ നിന്ന് വിടുതൽ കിട്ടുമെന്ന്. അതാണ് ബുധൻ വന്നു എന്ന് പറയുന്നത്. സ്തോത്രം. അപ്പോൾ ബുധനെ ആരാധിച്ചാലേ ഒരു മനുഷ്യൻ എന്തുണ്ടാകത്തുള്ളൂ? സാമ്പത്തിക ഉന്നമനവും അവൻ്റെ യാത്രകളുടെ വിശാലതകളും ഉണ്ടാകത്തുള്ളൂ. അതുപോലെ രണ്ടാമതായിട്ട് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ അടുത്ത ഒരു ഭാഗത്തെ നിയന്ത്രിക്കുന്നതായിരുന്നു വീനസ് അല്ലെങ്കിൽ ചൊവ്വ എന്ന് പറയുന്നത്. വീനസിനെ ഒരു ദൈവമായിട്ടല്ല, വീനസിനെ ഒരു ഫീമെയിൽ ഗോഡായിട്ട്, ഒരു ദേവതയായിട്ടാണ് കരുതിപ്പോരുന്നത്. അപ്പോൾ വീനസിനെ ചെന്ന് കണ്ടു കഴിഞ്ഞാൽ മാത്രമേ എന്ത് സംഭവിക്കത്തുള്ളൂ? അത് വീനസിനെ ചെന്ന് കണ്ടാൽ ഒരു സ്ത്രീ ഗർഭിണിയായി. അപ്പോൾ ആ കുഞ്ഞിന് സൗന്ദര്യം ഉണ്ടാകണമെങ്കിൽ ഈ സ്ത്രീ എന്ത് ചെയ്യും? ആദ്യം പോയി വീനസിനെ കണ്ട് വണങ്ങും. അതിനുശേഷം ഈ കുഞ്ഞ് വളർന്നു വരുമ്പോൾ, ആ കുഞ്ഞ് ജനിക്കുന്ന കുഞ്ഞിന് സൗന്ദര്യം ഉണ്ടാകാൻ, ഇനി വളർന്നു വരുമ്പോൾ ഈ കൊച്ചിന് കല്യാണം നടക്കണമെങ്കിൽ എന്ത് ചെയ്യും? വീണ്ടും പോയി വീനസിനെ കാണും. ഇനിയും ഈ കൊച്ചിൻ്റെ കല്യാണം നടന്നു കഴിഞ്ഞ് ഇവർക്കൊരു ഫെർട്ടിലിറ്റി ഉണ്ടാകണമെങ്കിൽ, ഇവർക്ക് തലമുറകൾ ഉണ്ടാകണമെങ്കിൽ പിന്നെയും ആരെ പോയി കാണും? വീനസിനെ കാണും. ഇനി വീണ്ടും ആ ഗർഭിണിയായ സ്ത്രീയുടെ കൊച്ചിന് സൗന്ദര്യം ഉണ്ടാകാൻ പിന്നെ എവിടെ പോകും? വീനസിനെ പോകും. അപ്പോൾ ഇതിങ്ങനൊരു സൈക്കിളാണ്. വീനസ് എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ല, ചൊവ്വ. സ്തോത്രം. ഈ ചൊവ്വയെ ചെന്ന് കണ്ടാലേ എന്ത് പറ്റത്തുള്ളൂ? കല്യാണവും നടക്കത്തുള്ളൂ, കുടുംബജീവിതത്തിൽ സന്തോഷം ഉണ്ടാകത്തുള്ളൂ, തലമുറകളും ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ സാമ്പത്തികം വരണമെങ്കിൽ എവിടെ വേണം? ബുധനിൽ വരണം. ഇനിയും ദാമ്പത്യം നന്നാവണമെങ്കിൽ എവിടെ വേണം? അത് ചൊവ്വയിൽ വീനസിലേക്ക്, ശുക്രനിലേക്ക് കടന്നു പോകണം. ശുക്രൻ അല്ലെങ്കിൽ രതി ദൈവത്തിലേക്ക് കടന്നു പോകണം. രതി ദേവത എന്നാണ് വീനസിനെ പറയുന്നത്. മൂന്നാമതായി നമുക്ക് കാണാൻ കഴിയുന്നത് അവരുടെ കൃഷി നന്നാവണം, അല്ലെങ്കിൽ കൃഷി നന്നാവണം, അവരുടെ യുദ്ധങ്ങളിൽ ജയം കിട്ടണം. അപ്പോൾ കൃഷിയും യുദ്ധവും നന്നാകണമെങ്കിൽ അവരെവിടെ പോകണം? അവർ മാഴ്സിലേക്ക് പോകണം, ചൊവ്വയിലേക്ക് കടന്നു പോകണം. അപ്പോൾ ചൊവ്വയിൽ ചെന്നാൽ മാത്രമേ അവർക്ക് യുദ്ധങ്ങളിൽ ജയം കിട്ടത്തുള്ളൂ, അവരുടെ കൃഷി വികസിക്കത്തുള്ളൂ. വീണ്ടും അടുത്തതായിട്ട് മറ്റൊരു ദൈവമുണ്ട്. ഇങ്ങനെ നക്ഷത്രവ്യൂഹങ്ങളെ എല്ലാവരും ദൈവമാക്കിയിരുന്നു. അടുത്തതായി ജൂപ്പിറ്ററാണ് ഇടി മുഴക്കുന്നത്. ആകയാൽ സംഹാരകനായിരിക്കുന്ന ജൂപ്പിറ്റർ. ഇങ്ങനെ വ്യാഴം. ഈ വിധമായിട്ടുള്ള ഈ ദൈവസങ്കല്പങ്ങളിലായിരുന്നു അക്കാലത്ത് മനുഷ്യൻ ജീവിച്ചിരുന്നത്. അപ്പോൾ ഇപ്പം ഏതോ പറയുകയാണ്, ഞാൻ എവിടെ പോയി താമസിക്കാൻ പോവുകയാ? ഞാൻ ഈ ചൊവ്വയുടെയും ബുധൻ്റെയും ശുക്രൻ്റെയും ഈ നക്ഷത്ര ദൈവങ്ങളുടെ ഇടയിൽ പോയി ഞാൻ താമസിക്കാൻ പോവുകയാണ്. അങ്ങനെയാണ് 4-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, Obadiah 1:4 വരുമ്പോൾ അവിടെ പറയുക, അവൻ വീട് മാറ്റുകയാണ്. അവൻ എങ്ങോട്ട് മാറ്റുകയാണ്? അവൻ്റെ വീട് നക്ഷത്രങ്ങളിലേക്ക് മാറ്റുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. വായിക്കാമോ? ആ വേദഭാഗത്തെ ഒന്ന് വായിക്കാമോ? നക്ഷത്രങ്ങളുടെ ഇടയിൽ കൂടുവെച്ചാലും. അപ്പോൾ അവൻ എന്ത് ചെയ്യുകയാണ്? നക്ഷത്രങ്ങളുടെ ഇടയിൽ കൂടുവെക്കുകയാണ്. പക്ഷേ ദൈവം എന്ത് ചെയ്യുകയാണ്? ദൈവം അവനെ നക്ഷത്രങ്ങളുടെ ഇടയിൽ നിന്ന്, നീ കഴുകനെ പോലെ ഉയർന്നാലും നക്ഷത്രങ്ങളുടെ ഇടയിൽ കൂടുവെച്ചാൽ അവിടെ നിന്ന് ഞാൻ നിന്നെ ഇറക്കും എന്ന് പറയുകയാണ്. ഇപ്പം ദൈവം ഇറക്കുകയാണ്. എവിടെ നിന്ന്? നക്ഷത്രങ്ങളുടെ ഇടയിൽ നിന്ന് അവനെ ഇറക്കുകയാണ്. ഞാനിത് പറഞ്ഞു വന്നതിൻ്റെ സാരം എന്തെന്നാൽ, ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന എൻ്റെ ദൈവമക്കളെ, ദൈവജനത്തിനെതിരായ നക്ഷത്രങ്ങളുടെ ഇടയിൽ കൂടുവെച്ചുകൊണ്ട്, അല്ലെങ്കിൽ നക്ഷത്ര ശക്തികളെ, അല്ലെങ്കിൽ കുറച്ചും കൂടെ സിമ്പിളായി പറഞ്ഞാൽ ജ്യോത്സ്യ ശക്തികളെ, ജ്യോതിഷ ബലങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ട് ദൈവജനത്തിനെതിരെ വാദിക്കുന്ന ഏതോമ്യ ശക്തികൾ, ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന എൻ്റെ ദൈവമക്കളെ, ജ്യോതിഷ ശക്തികളുടെ ഇടയിൽ, ജ്യോതിഷികളുടെ ഇടയിലിരുന്നു കൊണ്ട് എന്നെയും നിങ്ങളെയും തകർക്കുമെന്ന് വാദിക്കുന്ന ഒരു പോർമണ്ഡലം ദൈവസഭയ്ക്ക്
സഭയ്ക്കെതിരെയുണ്ട്. അതിനെ കാണിച്ചിട്ട് ഒബദ്യാവ് പറയുകയാണ്, നക്ഷത്രങ്ങളുടെ ഇടയിൽ വെച്ചിരിക്കുന്ന കൂട്ടിൽ നിന്ന് ഞാൻ നിന്നെ താഴേക്കിറക്കും. എന്നിട്ട് ദൈവം പറയുകയാണ്, നിന്നെ ഞാൻ ന്യായം വിധിപ്പിക്കും, നിന്നെ ഞാൻ ന്യായം വിധിപ്പിക്കും, നിനക്ക് മേൽ ഞാനൊരു അധികാരിയെ വെക്കാം. ആരാണ് ഈ അധികാരി? രക്ഷകന്മാർ സിയോൻ പർവ്വതത്തിലേക്ക് കയറിച്ചില്ലോ. സിയോൻ പർവ്വതം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വാസസ്ഥലമാണ്. യെരൂശലേമിൻ്റെ തലസ്ഥാനമായിരിക്കുന്ന സിയോൻ, അത് ദാവീദിൻ്റെ പട്ടണമാണ്. അവിടേക്കാണ് ദാവീദ് പെട്ടകം കൊണ്ടുവച്ച്, അവിടേക്കാണ് ദാവീദ് ആലയം പണിത്, അവിടെയാണ് നിരന്തര ആരാധനകൾ, ദൈവസാന്നിധ്യം നടക്കുന്നത്. ഇവിടേക്കിപ്പോൾ ഒരു കൂട്ടർ ആരാധനയ്ക്കായി കടന്നു വരികയാണ്. ആരാണ് കടന്നു വരുന്നത്? രക്ഷകന്മാർ കയറി വരികയാണ്. ഇപ്പോൾ ആരാണ് മുകളിൽ നിൽക്കുന്നത്? രക്ഷകന്മാർ ഉയർന്നു നിൽക്കുകയും ഏദോമ്യൻ നക്ഷത്ര ബലങ്ങൾ അല്ലെങ്കിൽ ജ്യോത്സ്യ ശക്തികൾ താഴുകയോ, രക്ഷകന്മാർ മുകളിൽ കയറുകയും ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ ചോദിക്കുക, ആരാണ് ഈ രക്ഷകൻ എന്നുള്ളത് ചോദിക്കുക. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന എൻ്റെ ദൈവ പൈതലേ, നോഹ ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ചൊരു പെട്ടകം പണിതോ, തൻ്റെ കുടുംബത്തിന് ഒരു രക്ഷകനായി തീർന്നോ. രാഹാബ് ഒറ്റുകാരെ കൈക്കൊണ്ടോ, അവൻ്റെ വീടിന് മുഴുവനും ഒരു രക്ഷകയായി തീർന്നോ. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന എൻ്റെ ദൈവമക്കളെ, നിങ്ങളുടെ വീടിനൊരു രക്ഷകൻ ആവശ്യമാണ്, നിങ്ങളുടെ കുടുംബത്തിനൊരു രക്ഷകൻ ആവശ്യമാണ്. ഇതിനകത്ത് എത്ര പേർ പറയാം, എൻ്റെ വീടിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ഞാൻ കയറി നിൽക്കാം? രക്ഷകനെയാണ് ദൈവം ഉയർത്തുന്നത്. ഞാൻ എങ്ങനെയും പോയി രക്ഷപ്പെടാമെന്ന് കാത്തിരിക്കുന്നവനെ ദൈവം ഉയർത്തത്തില്ല. പകരം ഞാൻ എൻ്റെ കുടുംബത്തെ പൊക്കിക്കൊണ്ടുവരുമെന്നൊരു ഉറപ്പ്. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന എൻ്റെ ദൈവമക്കളെ, നിങ്ങളുടെ കുടുംബത്തിനെതിരെ ഏത് ജ്യോതിഷ ആഭിചാര മന്ത്രവാദ ശക്തികൾ തല ഉയർത്തി നിൽക്കുന്നുവെന്നിരിക്കട്ടെ, നിങ്ങൾക്കെതിരെ ഒരിക്കൽ കൂടെ ഞാൻ ആവർത്തിച്ച് പറയുകയാണ്, ഏത് ജ്യോതിഷ ആഭിചാര മന്ത്രവാദ ശക്തികൾ നിങ്ങൾക്കെതിരെ ഉയർന്നു നിൽക്കുന്നുവെന്നിരിക്കട്ടെ, പക്ഷേ ഞാൻ വിളിച്ചു പറയുകയാണ്, എൻ്റെ കുടുംബത്തെ ഞാൻ അതിൽ നിന്ന് രക്ഷിക്കാം, എൻ്റെ തലമുറകളെ ഞാൻ അതിൽ നിന്ന് രക്ഷിക്കുമെന്ന് പറഞ്ഞ് ഒരു രക്ഷകൻ ഇതിനകത്തുനിന്ന് എഴുന്നേറ്റാൽ, ഒരു രക്ഷകൻ ഈ വിഷയത്തിൽ എഴുന്നേറ്റ് വന്നു കഴിഞ്ഞാൽ, എന്നെ കേൾക്കുന്ന എൻ്റെ സഹോദരങ്ങളോട് ഞാൻ പറയാം, നിങ്ങൾക്ക് ആ നക്ഷത്ര ജ്യോതിഷ ശക്തികളെ ന്യായം വിധിക്കാൻ ഒരു അധികാരം ദൈവം തരും. ഇന്ന് പകൽ ഞാൻ പറയട്ടെ, ഗ്രഹങ്ങൾ നിങ്ങളെ നശിപ്പിക്കുകയല്ല, നിങ്ങൾ ഗ്രഹങ്ങളെ പിടിക്കണം. യെസ്, നിങ്ങൾ തിരുവെഴുത്തിലേക്ക് കടന്നു വാ. അവിടെ യോശുവ രഫീദീമിൽ വെച്ച് അമാലേക്ക് വന്ന് ഇസ്രായേലിനോട് യുദ്ധം ചെയ്യുമ്പോൾ മോശ കുന്നിൻ്റെ മുകളിൽ കൈ ഉയർത്തി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. യോശുവ അവിടെ പാളയത്തിൽ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യോശുവ ആകാശത്തിലേക്ക് കൈനീട്ടി സൂര്യന്റെ നേരെ വിരൽ ചൂണ്ടിയിട്ട് പറഞ്ഞു, സൂര്യ നീ അയ്യാലോൻ താഴ്വരയിലോ, ചന്ദ്ര നീ ഗിബയോനിൽ നിൽക്കാൻ പറഞ്ഞു. സൂര്യനെയും ചന്ദ്രനെയും ഇപ്പോൾ യോശുവ എന്ത് ചെയ്യുകയാണ്? നിലയ്ക്ക് നിർത്തുകയാണ്. അമ്മേ, അടുത്ത ഭാഗത്തിലേക്ക് കടന്നു വരുമ്പോൾ പ്രവാചകനായി യെശയ്യാവ് ഹിസ്കിയാവിൻ്റെ അടുക്കൽ കടന്നു ചെന്നു. ഹിസ്കിയാവിൻ്റെ രോഗം ഭേദമാകുന്ന ദിവസം യെശയ്യാവ് ഹിസ്കിയാവിൻ്റെ അടുക്കൽ ചോദിച്ചോ, സൂര്യ ഘടികാരമുണ്ടല്ലോ, ആഹാസിൻ്റെ സൂര്യഘടികാര മുമ്പോട്ട് പോകണോ പുറമോട്ട് പോകണോ? നീ പറയുന്നത് പോലെ ഞാനത് ചെയ്യാമെന്ന് പറഞ്ഞു. നോക്കൂ, സൂര്യൻ്റെ നിഴലിനെ നിയന്ത്രിക്കുന്നത് ആരാണിപ്പോൾ? സൂര്യൻ്റെ നിഴലിനെ നിയന്ത്രിക്കുന്നത് യെശയ്യാ പ്രവാചകനാണ്. വീണ്ടും യെഹെസ്കേൽ പ്രവാചനത്തിലേക്ക് കടന്നു വരാം. അവിടെ പ്രവാചകനെ ദൈവത്തിൻ്റെ ദൂതൻ കൊണ്ടുവന്ന അസ്ഥികളുടെ താഴ്വരകളിലേക്ക് വിളിച്ചു നിർത്തിയിട്ട് പറയുകയാണ്, നീ കാറ്റിനോട് പ്രവചിക്കാൻ പറയുകയാണ്. ഇനിയും അടുത്ത ഭാഗത്തിലേക്ക് കടന്നു വരാം. യേശു കർത്താവ് കടലിന്മേൽ നടന്നോ, കാറ്റിനെയും കടലിനെയും യേശു ശാസിച്ചോ. അടുത്ത ഭാഗത്തിലേക്ക് വരാം. യേശു കർത്താവ് കാൽവറിയിൽ എലോഹി എലോഹി ലമ്മ ശബക്താനി എന്ന് ഉറക്കെ നിലവിളിച്ച് പ്രാണനെ വിട്ടോ. അപ്പോൾ എന്താണ് സംഭവിച്ചത്? 9-ാം മണി നേരത്ത് ദേശത്തെങ്ങും ഇരുട്ടുണ്ടായി. 9-ാം മണി നേരമെന്ന് പറഞ്ഞാൽ ഉച്ച കഴിഞ്ഞ് 3 മണി. ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് ദേശത്തെവിടെങ്കിലും ഇരുട്ടുണ്ടാകുമോ? സാധ്യമല്ല. പക്ഷേ 6-ാം മണി അല്ലെങ്കിൽ 12-ാം മണി നേരത്ത് അസ്തമിക്കേണ്ടിയ സൂര്യൻ 3 മണിക്കൂർ മുമ്പേ 9-ാം മണി നേരത്ത് അസ്തമിച്ചോ. എന്താണ് കാര്യം? യേശുവിൻ്റെ കാൽവറി മരണ ഗ്രഹനിലകളെ വ്യതിചലിപ്പിക്കുന്നതായിരുന്നു. ഇന്ന് പകൽക്കാല യോശുവ സൂര്യനെ നിർത്തിയത് നിൽക്കട്ടെ. ആമേ, യെശയ്യാവ് സൂര്യഘടികാരത്തെ ചലിപ്പിച്ചത് മറക്ക. അതൊന്നുമല്ല എൻ്റെ വിഷയം. എൻ്റെ വിഷയം എൻ്റെ യേശു കർത്താവ് കാൽവറിയിൽ എലോഹി എലോഹി ലമ്മ ശബക്താനി എന്ന് നിലവിളിച്ച് പ്രാണനെ വിട്ടപ്പോൾ സൂര്യനും നക്ഷത്രങ്ങളും മുഴുവനോ 3 മണിക്കൂർ പുറകോട്ട് നടന്നു. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന എൻ്റെ ദൈവമൈതലേ, എൻ്റെ യേശു കാൽവറിയിൽ മരിച്ചത്
നീ സൂര്യൻ പോകുന്നതിൻ്റെ പുറകെ പോകാനല്ല, നീ നക്ഷത്രം പോകുന്നതിൻ്റെ പുറകെ പോകാനല്ല, പകരം സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളോ നിന്റെ വരുതിയിൽ നിൽക്കാനാണ്. നീ നക്ഷത്രങ്ങൾക്ക് മീതെ കയറ. നക്ഷത്രങ്ങളുടെ ഇടയിൽ കൂടുവെക്കുന്നവരുണ്ടായിരിക്കാം, പക്ഷേ നീ നക്ഷത്രങ്ങൾക്ക് മീതെ കയറും. ഹല്ലേലൂയ, ആമേൻ. ഏദോമിന് കഴിയും. ഏദോമിന് എന്താ കഴിയുന്നത്? നക്ഷത്രങ്ങളുടെ ഇടയിൽ കൂടുവെക്കാൻ കഴിയുക. പക്ഷേ ഞാനും നിങ്ങൾ നക്ഷത്രങ്ങളുടെ ഇടയിൽ കൂടുവെക്കുന്നവരല്ല, പകരമോ നക്ഷത്രങ്ങളുടെ മീതെ സിംഹാസനം വയ്ക്കുന്നവരാകുന്നു. ഇന്ന് പകൽക്കാലം ദൈവ പൈതലേ, അത് ആമേൻ, അവിടെ ഏദോമ്യ ശക്തിയെ ദൈവം താഴ്ത്തുകയാണ്. ഏദോമ്യ ശക്തികളെ ദൈവം താഴ്ത്തുമ്പോൾ രക്ഷകന്മാർ ഉയരുകയാണ്. ഈ ഉപവാസ പ്രാർത്ഥനകളിൽ നമ്മൾ പ്രാർത്ഥിച്ചു തുടങ്ങാം. ദൈവജനത്തിനെതിരായ ഏദോമ്യ ശക്തികൾ, കുറച്ചുകൂടെ വിശദമായി പറഞ്ഞാൽ ജ്യോത്സ്യ ആഭിചാര ശക്തികൾ ഈ പ്രാർത്ഥനാ ദിനങ്ങളിൽ താഴ്ന്നു വരണം. ഇന്ന് പകൽ നിനക്കെതിരെ നിൽക്കുന്ന ആഭിചാര ബലങ്ങൾ, ജ്യോതിഷ ശക്തികൾ താഴ്ന്നു വരുന്ന ഒരു ദിവസങ്ങളായി അതിനെ മാറ്റിയെടുക്കുവാൻ കഴിയുമെങ്കിൽ ആത്മമണ്ഡലത്തിൽ ദൈവപ്രവർത്തികളെ കാണുവാൻ കഴിയുക. ഞാൻ വേഗത്തിൽ മുമ്പോട്ട് പോകട്ടെ. അടുത്ത ഭാഗത്തിലേക്ക് കടന്നു വരുമ്പോൾ സ്തോത്ര, തിരുവഴുത്തിലേക്ക് ഒന്ന് രണ്ട് ഭാഗങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരികയാണ്. ഒരു 2 വാക്യത്തെ ഞാനൊന്ന് വായിച്ചു വിടാം. അവിടെ താണു പോകേണ്ട ചില വിഷയങ്ങൾ. ഇയ്യോബിൻ്റെ പുസ്തകം 20-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ, ഇയ്യോബിൻ്റെ പുസ്തകം 20-ാം അധ്യായം 5-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ, ഇയ്യോബിൻ്റെ പുസ്തകം 20-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ഒരു ജയഘോഷത്തെക്കുറിച്ച് പറയുകയാണ്. ആരാണ് അവിടെ ജയം കൊള്ളുന്നത്? ദുഷ്ടന്മാർ ജയം കൊള്ളുന്നുവെന്നാണ് പറയുന്നത്. എന്നിട്ട് അടുത്ത ഭാഗത്തിലേക്ക് വരുമ്പോൾ ദുഷ്ടൻ ജയഘോഷം കൊള്ളുന്നു. എന്നിട്ട് അതിൻ്റെ 6-ാം വാക്യത്തിൽ പറയുകയാണ്, 6-ാം വാക്യത്തിൽ അവൻ്റെ മഹിമ ആകാശത്തോളം ഉയരും, അവൻ്റെ തല മേഘങ്ങളോളം എത്തും. എന്നെ കേൾക്കുന്ന എൻ്റെ ദൈവ പൈതലേ, ഈ ഉപവാസ പ്രാർത്ഥനയുടെ പകൽ സെഷൻ അവസാനിക്കുന്നതിന് മുമ്പേ ചില വിഷയങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാം. അതിലൊരു പ്രാർത്ഥനാ വിഷയമാണ് ആകാശത്തോളം മഹിമ ഉയർത്തി നിൽക്കുന്ന ചില ദുഷ്ടന്മാർ, തല മേഘങ്ങളോളം ഉയർത്തി നിൽക്കുന്ന ചില ദുഷ്ട മനുഷ്യന്മാർ, ചില ദുഷ്ടന്മാർ. അവിടെ അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. 5-ാം വാക്യത്തിൽ പറയുന്നത് ദുഷ്ടന്റെ തല മഹിമ, ദുഷ്ടന്റെ ജയഘോഷ, അവൻ്റെ തല മേഘങ്ങളോളം എത്തിയാൽ, അവൻ്റെ മഹിമ ആകാശത്തോളം എത്തിയാൽ, ഇന്ന് പകൽക്കാല ദുഷ്ടത കൊണ്ട്, ആമേൻ, ചില ദോഷപ്രവൃത്തി കൊണ്ട്, ചില രാഷ്ട്രീയ പിൻബലം കൊണ്ട്, ചില സാമ്പത്തിക ശക്തി കൊണ്ട്, ചില ഇമ്മോറൽ പരിപാടികൾ കൊണ്ട് നിനക്കെതിരെ ദോഷം ചെയ്യുന്ന ദുഷ്ട മനുഷ്യർ അവർ ഉയർന്നു നിൽക്കുക. അവൻ്റെ തല മേഘങ്ങളോളം എത്തുകയാണ്, അവൻ്റെ മഹിമ ആകാശത്തോളം എത്തുക. പക്ഷേ അതിൻ്റെ 7-ാം വാക്യത്തിൽ ദൈവം പറയാ, ഞാൻ അവനെ താഴ്ത്താൻ പോവാ. അവൻ സ്വന്തം മലം പോലെ, 7-ാം വാക്യം, അവൻ സ്വന്തം മലം പോലെ അവൻ താഴേക്ക് വേഗം പോവുകയാണ്. അവനിങ്ങനെ മാലിന്യം പോലെ താഴാൻ പോവുകയാണ്. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ദൈവമക്കളോട് പറയുന്നു, ഈ ഉപവാസ പ്രാർത്ഥനകളുടെ ദിനരാത്രങ്ങൾ മുമ്പോട്ട് പോകുമ്പോൾ നിനക്കെതിരെ ദോഷപ്രവൃത്തി കൊണ്ട്, നിനക്കെതിരെ കയ്യൂക്കുകൊണ്ട് എഴുന്നേറ്റ് നിൽക്കുന്ന ചില ദുഷ്ടന്മാർ അടിച്ചടിച്ച് താഴെ ഇറങ്ങുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിന്നെ കാണിക്കുമെന്ന് ഇന്ന് പകൽ എത്ര പേർക്ക് ആത്മാവിൽ വിശ്വസിച്ച് ദൈവത്തെ സ്തുതിക്കാൻ കഴിയാം? എൻ്റെ ദൈവം എനിക്കത് ചെയ്തു തരുമെന്ന്, എൻ്റെ ദൈവം എനിക്കത് ചെയ്തു തരുമെന്ന് വായ് തുറന്ന് വിളിച്ചു പറ. ഇത് ദൈവത്തിൻ്റെ വിടുതലുകളുടെ ദിവസമായി മാറും. ആമേൻ. ഞാൻ അടുത്ത ഭാഗത്തിലേക്ക് കടന്നു വരാം. പ്രധാനമായ ഒരു ഭാഗത്തിലേക്ക് കടന്നു വരുവാനുള്ളത് കൊണ്ട്, പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കേണ്ടത് കൊണ്ട് ഒരല്പം വേഗത്തിൽ മുമ്പോട്ട് പോവുകയാണ്. ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ നിന്ന് അടുത്ത ഭാഗത്തിലേക്ക് കടന്നു വരുമ്പോൾ, ഇയ്യോബിൻ്റെ പുസ്തകം 24-ാം അധ്യായം അതിൻ്റെ 24-ാം വാക്യം, ഇയ്യോബ് 24 അവിടെ എന്താണ് എഴുതുന്നതെന്ന് നാം വായിച്ചു കഴിഞ്ഞാൽ, ഇയ്യോബ് 24-ന്റെ 24 പറയുകയാണ്. ആമേൻ. വായിക്കാമോ ആ വേദഭാഗം? അവർ ഉയർന്നിരിക്കുന്നു. അവിടെ പറയുകയാണ്, അവർ ഉയർന്നിരിക്കുന്നു. ആരാണ് ഉയർന്നിരിക്കുന്നത്? അതിൻ്റെ 1-ാം വാക്യം തുടങ്ങി വായിക്കുമ്പോൾ പല കാര്യങ്ങളെ അവിടെ പറയുന്നുണ്ട്. ഉയർന്നിരിക്കുന്നവർ അനാഥൻ്റെ അതിര് പറിക്കും, അനാഥനെ നശിപ്പിക്കുന്നു, വിധവ അന്യൻ്റെ കതിർ പറിക്കുന്നു. അങ്ങനെ ഒത്തിരി ദോഷങ്ങളുണ്ട്. പക്ഷേ അവയൊന്നുമല്ല ഞാൻ എടുക്കുന്നത്. അതിൻ്റെ 13-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, 24-ാം അധ്യായം 13-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയുകയാണ്, ഇവർ വെളിച്ചത്തോട് മത്സരിക്കുന്നു, അതിൻ്റെ വഴികളെ അറിയുന്നില്ല, അതിൻ്റെ പാതകളിൽ
നടക്കുന്നുമില്ല. 13-ാം വാക്യത്തിൽ ഒരു കൂട്ടരെ കുറിച്ച് പറയുകയാണ്, അവർ വെളിച്ചത്തോട് മത്സരിക്കുകയാണ്. ദേ ആർ അഗെയിൻസ്റ്റ് ദ ലൈറ്റ്. എന്താണ് ലൈറ്റ്? എന്താണ് വെളിച്ചം? വെളിച്ചം ഒന്നാമത് കർത്താവായ യേശു ക്രിസ്തുവാണ്. 2, വെളിച്ചമെന്നുള്ളത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരാണ്. 3, വെളിച്ചമെന്നുള്ളത് ദൈവത്തിൻ്റെ സഭയാണ്. ഈ വെളിച്ചത്തോട് അവരെന്ത് ചെയ്യുകയാണ്? മത്സരിക്കുകയാണ്. ഇനി അടുത്തത് വെളിച്ചമെന്ന് പറഞ്ഞാൽ യോഹന്നാൻ പറയുന്നു സ്നേഹം വെളിച്ചമാണെന്ന് പറയുന്നു. വീണ്ടും വെളിച്ചത്തെക്കുറിച്ച് പറയുന്നു സത്യം വെളിച്ചമാകുന്നുവെന്ന് പറയുന്നു. വീണ്ടും വെളിച്ചത്തെക്കുറിച്ച് പറയുന്നു നീതി വെളിച്ചമാകുന്നുവെന്ന് പറയുന്നു. വീണ്ടും വെളിച്ചത്തെക്കുറിച്ച് പറയുന്നു ന്യായം വെളിച്ചമാകുന്നുവെന്ന് പറയുന്നു. ആകയാൽ നീതിയുള്ള നേരുള്ള നല്ല അനുഭവങ്ങളാണ് വെളിച്ചം. അതിൽ പ്രധാനമായി ദൈവസഭയാകുന്നു, യേശു കർത്താവാകുന്നു വെളിച്ചം. അവിടെ പറയുകയാണ് അവർ വെളിച്ചത്തോട് മത്സരിക്കുന്നു. അതിൻ്റെ വഴികളെ അവർക്കറിയത്തില്ല, അതിൻ്റെ പാതകളിൽ അവർ നടക്കത്തുമില്ല. അങ്ങനെ ഒരു കൂട്ടരെ ദൈവസഭയ്ക്കെതിരായി, കർത്താവിൻ്റെ നാമത്തിനെതിരായി, വെളിച്ചത്തിനെതിരായി അവരെന്ത് ചെയ്യുകയാണ്? ദേ ആർ അഗെയിൻസ്റ്റ് ദ പവർ ഓഫ് ലൈറ്റ്. അവർ വെളിച്ചത്തിനെതിർ നിൽക്കുകയാണ്. പക്ഷേ 24-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയുകയാണ് വെളിച്ചത്തിനെതിരായി നിൽക്കുന്നവർ എന്ത് ചെയ്യുകയാണ്? അവർ ഉയർന്നിരിക്കുകയാണ്. ഇന്ന് പകൽ ഒരു യാഥാർത്ഥ്യം ദൈവമക്കൾ അറിയണം. ദൈവസഭയ്ക്കെതിരായ, ദൈവജനത്തിനെതിരായ ചില ശക്തികൾ എന്ത് ചെയ്യുകയാണ്? ഉയർന്നിരിക്കുകയാണ്. അവർ ഉയർന്നിരിക്കുകയാണ്. അവർ ഉയർന്നിരിക്കുകയാണ്. ഇന്ന് പകൽ എത്ര പേർക്കത് മനസ്സിലാകുന്നുണ്ടെന്ന് എത്ര പേർക്കത് മനസ്സിലാകുന്നുണ്ടെന്നുള്ളത് നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുവേ. അവിടെ എന്താണ് പറയുന്നതെന്നറിയാവോ? അവർ ഉയർന്നിരിക്കുന്നു. ആരാണ് ഉയർന്നിരിക്കുന്നത്? വെളിച്ചത്തോട് മത്സരിക്കുന്നവർ, ദൈവസഭയ്ക്കെതിരായി, സുവിശേഷത്തിനെതിരായി, ദൈവകൃപയ്ക്കെതിരായി വാദിച്ചു നിൽക്കുന്ന ചില ശക്തികൾ ഇപ്പോൾ എന്ത് ചെയ്യുകയാണ്? അവർ ഉയർന്നു നിൽക്കുകയാണ്. പക്ഷേ അടുത്ത ഭാഗത്ത് എഴുതിയിരിക്കുകയാണ് കുറെ കഴിഞ്ഞിട്ടോ അവർ ഇല്ല. അങ്ങനെ എന്താണ് പറയുന്നത്? കുറെ കഴിഞ്ഞിട്ടോ അവർ ഇല്ല. അപ്പോൾ ഒറ്റയടിക്ക് അവർ ഇല്ലാതെ പോയെന്നാണോ പറയുന്നത്? അല്ല, കുറെ കഴിഞ്ഞോ. ഇന്ന് പകൽ എന്നെ ദൈവ പൈതലേ, അവൻ വെളിച്ചത്തോട് മത്സരിക്കാൻ തുടങ്ങിയിട്ട് കുറെ കാലമായില്ലേ? നിന്നിലുള്ള കൃപാവരത്തോട് മത്സരിക്കാൻ തുടങ്ങിയിട്ട്, നിന്നിലുള്ള അഭിഷേകത്തോട് മത്സരിക്കാൻ തുടങ്ങിയിട്ട്, നിന്നിലുള്ള വിശ്വാസത്തോട് മത്സരിക്കാൻ തുടങ്ങിയിട്ട്, നിന്നിലുള്ള വിശുദ്ധിയോട് മത്സരിക്കാൻ തുടങ്ങിയിട്ട് കുറെ കാലമായില്ലേ അവൻ എതിരിടാൻ തുടങ്ങിയിട്ട്? പക്ഷേ ഇന്ന് പകൽ പറയണോ, കുറെ കഴിഞ്ഞോ, ഇനി അത് കാണാൻ പറ്റത്തില്ല. ആമേ, ഇന്നും ഇന്നലെ തുടങ്ങിയ പോരല്ല, കുറെ കഴിഞ്ഞോ. വെളിച്ചത്തോട് മത്സരിക്കുക. നിന്റെ മേലുള്ള ദൈവ വെളിച്ചത്തോട്, നിന്റെ മേലുള്ള അഭിഷേകത്തോട്, നിന്റെ മേലുള്ള കൃപാവരത്തോട്, നിന്റെ മേലുള്ള നിയോഗത്തോട്, നിന്റെ മേലുള്ള ആത്മശക്തിയോട് അവൻ മത്സരിച്ചോ. പക്ഷേ കുറെ കഴിഞ്ഞോ. ഇന്ന് പകൽ ആത്മാവിൽ വിളിച്ചു പറ, ഇനി അത് ഇല്ല. കുറെ കഴിഞ്ഞോ, ഇനി അതില്ല, ഇനി അതില്ല. അതിനെ ദൈവം താഴ്ത്തുന്ന പകലായത്, അതിനെ ദൈവം താഴ്ത്തുന്ന പകലായത്. ജീസസ്. ആമേൻ. യോബിന്റെ പുസ്തകം 24:24 പറയുന്നു അവർ ഉയർന്നിരുന്നാലും കുറെ കഴിയുമ്പോൾ അവർ ഇല്ലാതെയാകും. സംഖ്യാപുസ്തകം 24:24 വരുമ്പോൾ ഒരേ തെളിവാണ്, പുസ്തകം മാത്രമേ മാറിയിട്ടുള്ളൂ. സംഖ്യാപുസ്തകം 24:24 വരുമ്പോൾ ഒരു ഭാഗം, ആ ഭാഗം എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അതൊന്ന് ശ്രദ്ധിച്ചാലേ മനസ്സിലാകത്തുള്ളൂ. സംഖ്യാപുസ്തകം 24:24 കിത്തീം തീരത്ത് നിന്ന് കപ്പലുകൾ വരും, അവ അശൂരിനെ താഴ്ത്തും, ഏബരിനെയും താഴ്ത്തും, അവനും ഉന്മൂല നാശം സംഭവിക്കും. അവൻ മകുടം നീക്കി കിരീടം എടുത്തു കളയും, അതിനി അങ്ങനെ ഇരിക്കത്തില്ല. അവൻ ഉയർന്നതിനെ താഴ്ത്തും. ഇവിടെ താഴുന്ന 2 കാര്യങ്ങളെയാണ് പറയുന്നത്. അവ അശൂരിനെ താഴ്ത്തും, അവ ഏബരിനെയും താഴ്ത്തും. ഇന്ന് പകൽ ദൈവസഭയുടെ മുൻപാകെ 2 കാര്യങ്ങൾ താഴണം. 1, അശൂരും താഴണം. 2, ഏബരും താഴണം. എന്താണ് അശൂർ എന്നുള്ളത്? അശൂർ താഴുക എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ രഹബയാമിൻ്റെ കാലത്തിന് ശേഷം 2ആയിട്ട് പിരിഞ്ഞു. 10 ഗോത്രങ്ങൾ ബഥേലിലേക്ക്, ശമര്യയിലേക്ക് കടന്നുപോയി. അവർ പിൽക്കാലത്ത് ഇസ്രായേൽ എന്ന് വിളിക്കപ്പെട്ടു. ബെന്യാമീനും യഹൂദനും ലേവ്യനും യെരൂശലേം ദൈവാലയത്തോട് പറ്റി നിന്നു. അവൻ യഹൂദൻ എന്ന് വിളിക്കപ്പെട്ടു.
അപ്പം ദൈവത്തിൽ നിന്നൊരിച്ചിരി അകന്നുപോയ ചിന്താഗതിക്കാരാണ് ആര്? ഈ ഇസ്രായേലിയരെന്ന് പറയുന്ന 10 ഗോത്രക്കാർ. അവർക്ക് അത്ര ധാർമ്മിക മൂല്യമൊന്നുമില്ല, അവർക്ക് അത്ര വലിയ വിശുദ്ധിയൊന്നുമില്ല. അവരിങ്ങനെ ഒരു പൊത്തുവരുത്തത്തിലൊക്കെ പോകുന്നവരാ. അശൂര്യൻ ആക്രമിച്ചത് മുഴുവനും ആരെയാണെന്നറിയാമോ? ഇസ്രായേലിനെ. അവൻ യഹൂദനെ ആക്രമിക്കാൻ വന്നിട്ടില്ല, അവൻ ആക്രമിച്ചത് മുഴുവനും ആരെയാ? ഇസ്രായേലിനെ. എൻ്റെ സഹോദരങ്ങളെ, ദൈവസഭയ്ക്കകത്ത് അശൂര്യൻ ആക്രമിക്കുമ്പോൾ അവൻ നല്ല പ്രാർത്ഥന ജീവിതമുള്ളവരെ, നല്ല വിശുദ്ധ ജീവിതമുള്ളവരെ ഒന്നും കയറി ആക്രമിക്കത്തില്ല. അവൻ ആരെ ആക്രമിക്കുന്നതെന്നറിയാം? ഒരു ടീനേജൊക്കെ ആയി, ഒരു യങ്സ്റ്ററൊക്കെ ആവുമ്പോൾ ഒരല്പം ഉഴപ്പൊക്കെ വരും ജീവിതത്തിൽ. അപ്പോൾ ദൈവത്തിൽ നിന്നൊക്കെ ഒരു ഇച്ചിരി അകലും. ആ സമയത്ത് കയറി എന്തു ചെയ്യും? ഇവനെ പൊളിച്ചിട്ട് പോകും. ഇന്ന് പകൽ ചിലർക്കെങ്കിലും അശൂര്യൻ്റെ പോരാട്ടം നേരിട്ട കാലങ്ങൾ ഓർമ്മയുണ്ടായിരിക്കും. നമ്മളിവിടെ വന്നിട്ട് പറയും, എൻ്റെ പിന്മാറ്റത്തിന് ദൈവം തന്ന ശിക്ഷയാണ്. പിന്മാറ്റത്തിന് ദൈവം ശിക്ഷിച്ചതൊന്നുമല്ല. പകരം നീ ദൈവത്തിൽ നിന്ന് അകന്ന ആ സമയം നോക്കി അശൂര്യൻ വന്ന് നിന്നെ ആക്രമിച്ചതാ. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന എൻ്റെ ദൈവമക്കളെ, ഞാൻ യൗവനക്കാരുടെയും കുഞ്ഞുങ്ങളുടെയും മെല്ലപ്പോക്കിനെ ന്യായീകരിക്കുകയല്ല. പക്ഷേ ഒരു കാര്യം ഞാൻ പറയട്ടെ, അവരുടെ ആത്മീയത യഥാസ്ഥാനപ്പെടും. പക്ഷേ അവരുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു ആത്മീയ കുറവുണ്ട് എന്നുള്ളത് കൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളാരും പിശാചിനാൽ ആക്രമിക്കപ്പെടരുത്. അവൻ സഭായോഗത്തിന് വന്നില്ല, അവൻ ദൈവത്തെ വിളിച്ചില്ല, അവൻ കൺവെൻഷന് വന്നില്ല, അവൻ ഉപവാസ പ്രാർത്ഥനയിൽ ഒരു പകല് പോലും വന്നില്ല. ഒക്കെ സത്യമാണ്. പക്ഷേ അവന് വേണ്ടി ഇടിവിൽ നിൽക്കാൻ ഒരപ്പനും അമ്മയും ഒരു സഭയും ഉണ്ടാകണം. അല്ലെങ്കിൽ എന്തു ചെയ്യും? അശൂര്യൻ അവനെ കയറി ആക്രമിക്കും. രണ്ടാമതായി പറയുകയാണ്, ഞാൻ ഏബേരിനെ താഴ്ത്തും. ഞാൻ ഏബേരിനെ താഴ്ത്തും. ആരാണ് ഈ ഏബർ? ദൈവസഭയോട് സ്നേഹമുള്ള ദൈവമക്കൾ, ദൈവസഭയോട് സ്നേഹമുള്ള ദൈവമക്കൾ ഇനിയുള്ള വിഷയത്തെ ശ്രദ്ധിച്ചു കേൾക്കണം. ഉൽപ്പത്തി പുസ്തകം 10-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ, ഉൽപ്പത്തി പുസ്തകം 10-ാം അധ്യായം അതിൻ്റെ 25-ാം വാക്യത്തിൽ ഈ ഏബരിനെ കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയും. ഉൽപ്പത്തി പുസ്തകം 10-ാം അധ്യായം അതിൻ്റെ 25-ാം വാക്യം. അതെ, 10-ാം അധ്യായം 25-ാം വാക്യം. ഏബേരിന് 2 പുത്രന്മാർ ജനിച്ചു. ഏബേരിന് 2 പുത്രന്മാർ ജനിച്ചു. ഒരുത്തന് പേലഗ് എന്ന് പേർ, മറ്റേവൻ്റെ പേർ യൊക്താൻ എന്നായിരുന്നു പേർ. നമുക്ക് ഏബേരിൻ്റെ ആദ്യജാതനിലേക്ക് വരാം. ഏബേരിന് 2 പുത്രന്മാർ ജനിച്ചു. മൂത്തവന് പേലഗ് എന്ന് പേർ. അവൻ്റെ കാലത്തായിരുന്നു ഭൂവാസികൾ പിരിഞ്ഞുപോയത്. അത് കുറച്ചും കൂടെ ഇംഗ്ലീഷിൽ വന്നാൽ, ഫോർ ഇൻ ഹിസ് ഡേയ്സ് വാസ് ദ എർത്ത് വാസ് ഡിവൈഡഡ്. അപ്പോൾ പേലഗ് ഏതൊരു സ്പിരിറ്റാ? സ്പിരിറ്റ് ഓഫ് ഡിവിഷൻ. ഇതാ ഞാൻ പറഞ്ഞത്, ദൈവസഭയെ സ്നേഹിക്കുന്ന ദൈവമക്കൾ പ്രാർത്ഥിച്ചു തുടങ്ങണം. ഇതിനകത്തൊരു ഏബേരിൻ്റെ ശക്തി താഴ്ത്തപ്പെടണം. ഏബേര് പൊങ്ങിയാൽ എന്തു ചെയ്യും? അവൻ പേലകിനെ ജനിപ്പിക്കും. പേലഗ് ജനിച്ചാൽ എന്തു ചെയ്യും? അവൻ ഡിവിഷനുകൾ ഉണ്ടാക്കും. അവൻ്റെ കാലത്തായിരുന്നു ഭൂവാസികൾ പിരിഞ്ഞുപോയത്. ദൈവസഭയ്ക്കകത്തൊരു ഡിവിഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു പേലഗ് ജനിച്ചിട്ടുണ്ട്. കുടുംബത്തിൻ്റെ ഐക്യത നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു പേലഗ് ജനിച്ചിട്ടുണ്ട്. അപ്പനും മക്കളും തമ്മിൽ മിണ്ടുന്നില്ല, അവിടെ ഒരു പേലഗ് ജനിച്ചിട്ടുണ്ട്. വീടിപ്പോൾ ഒരു ഹോസ്റ്റൽ പോലെയാ, അവിടെ ഒരു പേലഗ് ജനിച്ചിട്ടുണ്ട്. ഭാര്യയ്ക്കും ഭർത്താവിനും തമ്മിൽ ഐക്യതയില്ല, അവിടെ ഒരു പേലഗ് ജനിച്ചിട്ടുണ്ട്. പാസ്റ്ററും വിശ്വാസികളും തമ്മിൽ ഇപ്പോൾ ഒരു ഐക്യതയില്ല, അവിടെ ഒരു പേലഗ് ജനിച്ചിട്ടുണ്ട്. കൂട്ടുവിശ്വാസികൾ തമ്മിൽ ഇപ്പോൾ ഒരു ബന്ധമില്ല, അവിടെ ഒരു പേലഗ് ജനിച്ചിട്ടുണ്ട്.
പക്ഷേ ഇവിടെ പറയുകയാണ്, കിത്തീം തീരത്ത് നിന്ന് കപ്പലുകൾ വരും, അവ അശൂരിനെയും ഏബരിനെയും താഴ്ത്തും. ഇന്ന് പകൽക്കാലം ഇതിനകത്തു ചില ഏബേരിയ ബലങ്ങൾ, ചില അശൂരിയ ബലങ്ങൾ താഴ്ത്തപ്പെടണം. ദൈവസഭയെ ഛിന്നഭിന്നമാക്കുന്ന, കുടുംബങ്ങളെ ഛിന്നഭിന്നമാക്കുന്ന, സഹോദര്യ ബന്ധങ്ങളെ ഛിന്നഭിന്നമാക്കുന്ന, ഐക്യതയെ ഉടച്ചു കളയുന്ന, യൂണിറ്റിക്കെതിരായി പോരടിക്കുന്ന വ്യാപരിക്കുന്ന പോരുകൾ ദൈവത്താൽ കീഴ്പ്പെടപ്പെടണം. ഈ 7 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞ് എൻ്റെ ദൈവമക്കൾ വീട്ടിൽ ചെല്ലുമ്പോൾ ഈ ഒരാഴ്ച കൊണ്ട് ജീവിതത്തിൽ എന്ത് സംഭവിച്ചു എന്ന് ചോദിക്കുമ്പോൾ ഉറക്കെ പറയാൻ കഴിയുന്നൊരു കാര്യമുണ്ടാകണം. എൻ്റെ കുടുംബത്തെ ഛിന്ന ഭിന്നമാക്കുമെന്ന്, എൻ്റെ കുഞ്ഞുങ്ങളെ 4 വഴിക്കാക്കുമെന്ന്, എൻ്റെ ഭർത്താവിനെ തെക്കും എന്നെ വടക്കും ആക്കുമെന്ന് പറഞ്ഞ്, ഞങ്ങളെ ഒരുമിപ്പിച്ച് ജീവിപ്പിക്കത്തില്ലെന്ന് പറഞ്ഞ അന്ധകാര ശക്തികൾ, ഏബേരിന്റെ ബലങ്ങൾ താഴുന്നതിനെ ഞാൻ കണ്ടോ. അവൻ ഉയർന്നതിനെ താഴ്ത്തുന്ന ദൈവമാണ്, അവൻ താണതിനെ ഉയർത്തുന്ന ദൈവമാണ്. ചില ഏബേരുകൾ താഴ്ത്തപ്പെടണം, ഏബേരുകൾ താഴ്ത്തപ്പെടണം. അല്ലെങ്കിൽ അവൻ പേലകിനെ ജനിപ്പിക്കാം. ഇന്ന് പകൽ പരമാർത്ഥമായി നിന്റെ മനസ്സിനോട് ചോദിക്ക്, നിന്റെ കുടുംബത്തിൽ ഒരു പേലക് ജനിച്ചിട്ടുണ്ടോ? നിന്റെ തലമുറയിൽ ഒരു പേലക് ജനിച്ചിട്ടുണ്ടോ? ഐക്യതയെ നഷ്ടപ്പെടുത്തുന്ന, സമാധാനത്തെ നഷ്ടപ്പെടുത്തുന്ന ഒരു പേലക് ജനിച്ചിട്ടുണ്ടോ? ഇന്ന് പകല പേലകിന്റെ അപ്പൻ താഴണം. പേലകല്ല താഴേണ്ടത്, പേലകിന്റെ അപ്പൻ തന്നെ താഴണം. ഇന്ന് പകൽ വിശ്വസിച്ച് വിളിച്ചു പറ, ഏബേരുകൾ താഴ്ത്തപ്പെടാ, പേലകുകൾ ജനിക്കത്തില്ല. ഈ സഭയ്ക്കകത്തിരുന്ന് ഉറക്കെ വിളിച്ചു പറ, ഞങ്ങളുടെ സഭയ്ക്കകത്ത് ഇനി ഒരു പേലക് ജനിക്കത്തില്ല, ഞങ്ങളുടെ കുടുംബത്തിനകത്ത് ഇനി ഒരു പേലക് ജനിക്കത്തില്ല. നോ മോർ സ്പിരിറ്റ് ഓഫ് ഡിവിഷൻ, നോ മോർ സ്പിരിറ്റ് ഓഫ് സെപ്പറേഷൻ. പകരം the spirit of unity. Oh shababa rahaturania. ഇന്ന് പകൽ കഴിഞ്ഞ നാളുകളിൽ വ്യാപരിച്ച സകല സ്പിരിറ്റ് ഓഫ് ഡിവിഷനുകൾ, ജാതിയുടെ പേരിൽ, ഭാഷയുടെ പേരിൽ, പണത്തിന്റെ പേരിൽ, പാസ്റ്റർമാരുടെ പേരിൽ, കുടുംബങ്ങളുടെ പേരിൽ വ്യാപരിച്ച സകല പേലകുമാരും ഇന്ന് പകൽ ഇതിനകത്ത് കത്തി അഴിയട്ടെ. Langoria Mashiara Mathura Diadera Yabara Kaudibara Pravani Asbalia Kaura Pravania കേരളത്തിലെ എല്ലാ പെന്തക്കോസ് സഭകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാട്ട്, ഉലകത്തിലുള്ള സകല ദൈവ സഭകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാട്ട്, ഒരു പേലകിന് ദൈവസഭയ്ക്കകത്ത് ജനിക്കരുത്, ഒരു ഏബേരും ദൈവസഭയ്ക്കകത്ത് ജനിക്കരുത്. ഇന്ന് പകൽ ദൈവസഭകൾക്കകത്ത് ഉയർന്നു നിൽക്കുന്ന ഏബേരിയ ശക്തികൾ, പേലകിന്റെ ആത്മാക്കൾ കുടുംബങ്ങൾക്കകത്ത് യേശുവിന്റെ നാമത്തിൽ അത് തകരട്ടെ. അഭിഷേകമുള്ളവർ പ്രാർത്ഥിച്ച് every spirit of divisions യേശുവിന്റെ നാമത്തിൽ തകർന്നു മാറുകയാ. ആദ്യ ചില നിമിഷങ്ങൾ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചോ. പക്ഷെ അവിടെ നമ്മൾ പ്രാർത്ഥന അവസാനിപ്പിക്കത്തില്ല. യേശുവിന്റെ നാമത്തെ സഭകൾക്കകത്ത് വ്യാപരിക്കുന്ന സകല ഏബേരിയ ശക്തികള്, സകല പേലകിന്റെ ബലങ്ങള് ഇന്ന് പകൽ പ്രാർത്ഥനയുടെ നടുവിൽ താഴ്ത്തപ്പെടട്ടെ. അതരങ്ങളെ തുറന്ന് പ്രാർത്ഥിച്ച് അബ്ദലം ധൂലം തപം പ്രവാഹനി അന്യഭാഷകളിൽ സംസാരിച്ച് പ്രാർത്ഥിച്ച് അത്തര തീര തുരക്കത്തിരന്തരക്കത്തുലാനി ദൈവസഭയെ സ്നേഹിക്കുന്നവർ ആത്മമണ്ഡലത്തിൽ കയറി പ്രാർത്ഥിച്ച് സകല പേലകിയ ശക്തികള്, സകല ഏബേരിയ ബലങ്ങള് യേശുവിൻ നാമത്തിൽ every spirit of division,
every spirit of division, Utala Mananduri, Vatagadi, Gesmana, Madiga, Thula, Raga, Ragada, Vaibaba Baba, Shabaria, Tulana, Ashler, Gari, Banai, Shagori, Vi Tanam Prava, Nagat, Tulap, Shabab Pravani, Asbala Kada, Tigatana, Shanduria, Vibala Korea, Masia Radani, Eshuvina Namate, Vidaligal, Sampavigano, Eshuvina Namate, Yadurtunilkana, Yeberia, Belangai, Pelegia Shaktigal, in the Pagal. Oh Jesus, Yakaramana Sambudhadi, Idal Benangadam Para Shaba Pravani, Aturi Pravaniha. Yes, ഒന്നാമതായി ഞാൻ പറഞ്ഞ പ്രാർത്ഥനാ വിഷയം, സഭയ്ക്കെതിരായ ഏബേരുകൾ താഴ്ത്തപ്പെടണം. സഭയ്ക്കെതിരായ ഏബേരുകൾ താഴ്ത്തപ്പെടണം. സഭയ്ക്കെതിരായ പേലേഗുകൾ തകർക്കപ്പെടണം. നോ മോർ സ്പിരിറ്റ് ഓഫ് ഡിവിഷൻ. സഭകളിൽ പിരിവുകളുടെ കാലങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ആദ്യം വായിച്ചൊരു വാക്യമുണ്ട്, ദ ഇനിക്വിറ്റി ഷാൽ ഹാവ് ആൻ എൻഡ്. യെസ്, ഇനിമേൽ ദൈവസഭകളിൽ ഞങ്ങൾ അത് അനുവദിക്കത്തില്ല. ദൈവസഭകളിൽ ഞങ്ങൾ അനുവദിക്കത്തില്ല. സ്പിരിറ്റ് ഓഫ് ഡിവിഷൻ, ജാതിയുടെ പേരിൽ, കളറിൻ്റെ പേരിൽ, പണത്തിൻ്റെ പേരിൽ ഇനി ഒരു ഡിവിഷൻ ഞങ്ങളുടെ ദേശത്ത്, ഞങ്ങളുടെ സഭകളിൽ ഞങ്ങൾ സമ്മതിക്കത്തില്ല. ഞങ്ങളുടെ അപ്പന്മാരുടെ കാലത്തൊക്കെ നടന്നു കാണോ, പക്ഷെ യൗവനക്കാർ വിളിച്ചു പറ, ഞങ്ങളുടെ കാലത്തിന് സമ്മതിക്കത്തില്ല. യഹൂദനെന്നില്ല, യവനെന്നില്ല, ബാർബരനെന്നില്ല, ശകനെന്നില്ല, ദാസനെന്നില്ല. ഞങ്ങളുടെ കാലത്തിന് അത് സമ്മതിക്കത്തില്ല. യേശുവിന്റെ നാമത്തിൽ പേലേഗിനെ വെട്ട, യേശുവിന്റെ നാമത്തിൽ ഏബേരുകൾ താഴട്ടെ. ഹല്ലേലൂയ. ആമേൻ. ദൈവസഭ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. സഭയ്ക്കെതിരായ ഏബേരുകളും പേലകുകളും താഴ്ത്തപ്പെടുക. എന്നാൽ അടുത്ത തലത്തിലേക്ക് കടന്നു വരട്ടെ. സഭയ്ക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിച്ച് ഞാൻ പിരിയുകയല്ല. ഇന്ന് ഇതിനകത്തിരിക്കുന്ന എല്ലാ അമ്മമാര്, എല്ലാ പിതാക്കന്മാരോട് ഞാൻ പറയുകയാണ്, നമ്മുടെ കുടുംബങ്ങളിൽ ഒരു ഏബേര് വളരരുത്. നമ്മുടെ കുടുംബങ്ങളിൽ ഒരു ഏബേര് വളരരുത്. അപ്പനെ അമ്മയും കണ്ട മിണ്ടാത്ത മക്കള്, സ്തോത്ര, അപ്പനോടൊന്നും അപ്പൻ അവിടെ ഇരുന്നാൽ അപ്പുറത്തെ വാതിലിൽ കൂടെ ഇറങ്ങിപ്പോകുന്ന മക്കള് ഈ കാലഘട്ടത്തിൽ ലോകത്തിൽ എവിടെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷേ ദൈവസഭയ്ക്കകത്തത് സംഭവിക്കരുത്. ഇന്ത്യയിൽ പ്രസിദ്ധമായിരുന്ന ഒരു ബ്രാൻഡ് ഉണ്ടായിരുന്നു, റെയ്മണ്ട്സിന്റെ താഴെ ക്യാപ്ഷൻ ഉണ്ടായിരുന്നു. ഇതിനകത്തിരിക്കുന്ന പ്രായമുള്ളവർക്കൊക്കെ അറിയാം. ഞങ്ങളുടെ കാലഘട്ടത്തിൽ ആർക്കും റെയ്മണ്ട് വേണ്ട, സ്തോത്ര. റെയ്മണ്ട് ദ കംപ്ലീറ്റ് മാൻ എന്നായിരുന്നു, ദ കംപ്ലീറ്റ് മാൻ. പക്ഷേ അതിൻ്റെ മുതലാളി തൻ്റെ വാർദ്ധക്യത്തിൽ ഒരു പുസ്തകം എഴുതി. എന്താണ് ആ പുസ്തകത്തിന്റെ പേരെന്നറിയാമോ? ദ ഇൻകംപ്ലീറ്റ് മാൻ എന്നാണ്. നാട്ടുകാരെ മുഴുവൻ കംപ്ലീറ്റ് മാൻ ആക്കാൻ നടന്ന മനുഷ്യൻ അവസാനം എഴുതി ദ ഇൻകംപ്ലീറ്റ് മാൻ. എന്താണ് കാരണമെന്നറിയാമോ? തൻ്റെ മകൻ റെയ്മണ്ടിന്റെ അധികാരത്തിലേക്ക് വന്നപ്പോൾ അപ്പനോട് നീതി പുലർത്താതെ, അപ്പന് വീടിന് വാടക പോലും കൊടുക്കാതെ, അപ്പനെ വീട്ടിൽ നിന്നും സകലത്തിൽ നിന്നും പുറത്താക്കി കളഞ്ഞ് ഒന്നുമില്ലാത്ത പാപ്പരാക്കി അപ്പനെ ഒരു ഭ്രാന്തനെ പോലെ ആക്കി കളഞ്ഞോ. എന്താണ് സംഭവിച്ചത്? റെയ്മണ്ടിന്റെ കുടുംബത്തിൽ ഒരു പേലക് ജനിച്ചോ. നമുക്കറിയാം, ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ സാമ്പത്തിക ഉന്നമനം സംഭവിച്ചിരിക്കുന്നത് അംബാനിയുടെ കുടുംബത്തിലാണ്. പക്ഷേ സംഭവിച്ചത് എന്താണ്? അമ്മയുടെ മാനസപുത്രനായിരുന്നു അനിൽ അംബാനി. ആകയാൽ വീതം വെച്ചപ്പോൾ അമ്മ അനിൽ അംബാനിക്ക് നല്ലതെല്ലാം കൊടുത്തിട്ട് മുകേഷ് അംബാനിക്ക് കുറച്ചുള്ളതൊക്കെ കൊടുത്തോ. പക്ഷെ ഒരു ദശാബ്ദത്തിനകത്ത് മുകേഷ് അംബാനി പതുക്കെ അനിൽ അംബാനിയുടെ അടിസ്ഥാനം തോണ്ടി ഇന്ന് അനിൽ അംബാനി കിട്ടാക്കടത്തിൻ്റെ പാപ്പരാക്കി ഏറ്റവും ആഴത്തിൽ കുത്തി നിൽക്കുകയാണ്. പക്ഷേ മുകേഷ് അംബാനി ഒരു രൂപ കൊടുത്ത് അനിൽ അംബാനിയെ സഹായിക്കുന്നില്ല. എന്താ കാരണം? അവൻ്റെ സാമ്പത്തികത്തിന് ഇടയ്ക്ക് സഹോദരന്മാർ തമ്മിൽ ഒരു ഭിന്നത വന്നുപോയി. ലോകത്തിൽ അതൊക്കെ സംഭവിച്ചേക്കാം. അദാനി, അംബാനി, ഹിന്ദുജയൊക്കെ പിണങ്ങിയേക്കാം. പക്ഷേ കഞ്ഞി കുടിക്കാൻ മാത്രമേ വീട്ടിൽ നിവർത്തിയുള്ളെങ്കിൽ നമ്മുടെ കുടുംബങ്ങളിൽ ഒരു ഛിദ്രിപ്പുണ്ടാകരുത്. നമ്മുടെ കുഞ്ഞുങ്ങൾ ഒരമ്മയുടെ
അമ്മയുടെ ഉദരത്തിൽ മാറി മാറിയുള്ള സമയങ്ങളിൽ കിടന്ന് ഒരേ ഉടുപ്പിട്ട് വളർന്ന, ഒരേ മടിയിലിരുന്ന് വളർന്ന സഹോദര കുഞ്ഞുങ്ങൾ എത്രയോ പേരിന്ന് തമ്മിക്കണ്ട മിണ്ടത്തില്ല. ദൈവസഭയ്ക്കകത്തും അത് പറ്റത്തില്ല. ആമേൻ. ദൈവസഭയ്ക്കകത്തത് പറ്റത്തില്ല. വിശുദ്ധീകരണത്തിൻ്റെ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്താണെന്നറിയാമോ? എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പേ. ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് സാങ്ക്ടിഫിക്കേഷൻ, അത് എല്ലാവരോടുമുള്ള സമാധാനമാണ്. ഇന്ന് പകൽക്കാല ദൈവസഭയ്ക്കകത്ത് വ്യാപരിക്കുന്ന, കുടുംബങ്ങൾക്കകത്ത് വ്യാപരിക്കുന്ന ഛിദ്രിപ്പുകൾ, ഭാര്യാഭർത്തൃ ബന്ധങ്ങളെ ഇളക്കിമറിക്കുന്ന പോരുകൾ, കുഞ്ഞുങ്ങളെ ഭിന്നിപ്പിക്കുന്ന പോരുകൾ, ഇന്ന് പകൽക്കാല ഏബേര് താഴ്ത്തപ്പെടണം, ഏബേര് താഴ്ത്തപ്പെടണം. ഇന്ന് പകലിൽ പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ. ഈ പ്രാർത്ഥനകൾ കഴിയുമ്പോൾ ചിതറി നിൽക്കുന്നത്, അകന്നു നിൽക്കുന്നത്, പിണങ്ങി നിൽക്കുന്നത്, മാറി നിൽക്കുന്നത്, തോറ്റു തുന്നം പാടി യേശുവിൻ്റെ നാമത്തിൽ അവർ ഐക്യപ്പെടുന്നത്, യേശുവിൻ്റെ നാമത്തിൽ അവർ ഒന്നാകുന്നത്, യേശുവിൻ്റെ നാമത്തിൽ അവർ കൃപയിൽ അവർ ഐക്യപ്പെടുന്നത് കാണുന്ന ഒരു പ്രാർത്ഥന ആത്മമണ്ഡലത്തിൽ കയറി പ്രാർത്ഥിച്ച് ഏബേര് താഴട്ടെ, പേലഗ് താഴട്ടെ, യേശുവിൻ്റെ നാമത്തിൽ. അവൻ ഉയർന്നതിനെ താഴ്ത്തോ, അവൻ ഉയർന്നതിനെ താഴ്ത്തോ. ഇന്ന് പകൽ എൻ്റെ ദൈവം ഉയർന്നതിനെ താഴ്ത്തോ. അതിനി അങ്ങനെ ഇരിക്കത്തില്ല. വിശ്വസിക്കുന്ന ദൈവമക്കൾ അന്യഭാഷകളിൽ സംസാരിച്ചോ, വിശ്വസിക്കുന്ന ദൈവമക്കളെ പ്രാർത്ഥനയിൽ പോരടിച്ച് അന്തൽ ബനം ദുരം ശമം പ്രവാഹനി. യേശുവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങൾക്കെതിരായ സകല പോരുകൾ അഖൽ മെന ധിഗ പ്രവാഹനി അസ്മല ഖൗഡി ഖര പ്രവാഹനി ആസ്മ ഖരം പുരീതന ഉലംഘാര ഘസ്മരേതി ആസ്മ ഖാല ഘടക ബീദുനാദന. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവസഭകളിലെ സകല സ്പിരിറ്റ് ഓഫ് ഡിവിഷനുകൾ, കുടുംബ ജീവിതത്തിലെ സ്പിരിറ്റ് ഓഫ് ഡിവിഷനുകൾ, ദാമ്പത്യത്തിലെ ഡിവിഷൻ സ്പിരിറ്റുകൾ, പ്രസ്ഥാനങ്ങളിലെ ഡിവിഷൻ സ്പിരിറ്റുകൾ ഏത് കാരണത്താലുള്ളതാണെങ്കിൽ ഇന്ന് പകൽ ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ അതിനെ ബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയോ പുത്രൻ്റെയോ പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഞങ്ങളതിനെ ശാസിക്കുന്നു. അധികാരമുള്ള യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളതിനെ ബ്രേക്ക് ചെയ്യുന്നു. അധികാരമുള്ള യേശുവിൻ്റെ നാമത്തിൽ പേലേഗിൻ്റെ അധികാരങ്ങളെ, സ്പിരിറ്റ് ഓഫ് ഡിവിഷനുകളെ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ബ്രേക്ക് ചെയ്യുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്. അത് താണുപോകട്ടെ, അത് താണുപോകട്ടെ, അത് താണുപോകട്ടെ. ജീസസ്, ജീസസ്, ജീസസ്. ഒരൊറ്റ വാക്യം കൂടെ ഞാൻ വായിക്കുകയാണ്, ഒരൊറ്റ വാക്യം കൂടെ. ശമൂവേലിൻ്റെ 1-ാം പുസ്തകം 2-ാം അധ്യായം 1-ാം വാക്യം. എല്ലാവരും ബൈബിൾ എടുക്കണമെന്നില്ല, ഡിസ്പ്ലേയിലുണ്ടല്ലോ. ശമൂവേലിൻ്റെ 1-ാം പുസ്തകം 2-ാം അധ്യായം 1-ാം വാക്യം. ഈ പ്രാർത്ഥനായോഗം പകൽ സെഷൻ അവസാനിക്കുമ്പോൾ അത് ഏറ്റുപറഞ്ഞുകൊണ്ട് നമ്മൾ അവസാനിപ്പിക്കാനാണ്. അനന്തരം ഹന്ന പ്രാർത്ഥിച്ച് പറഞ്ഞതെന്തെന്നാൽ, പ്രാർത്ഥനയ്ക്ക് ശേഷം നമ്മളൊരു കാര്യം പറയണം. പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ, പ്രാർത്ഥനയ്ക്ക് ശേഷം ഒരു കാര്യം പറയണം. അനന്തരം ഹന്ന പ്രാർത്ഥിച്ച് പറഞ്ഞതെന്തെന്നാൽ, അനന്തരം. അപ്പം അതിനു മുമ്പൊരു കാലം ഉണ്ടായിരുന്നു, 1-ാം അധ്യായം. അന്ന് ആരാ പൊങ്ങി നിന്നേന്നറിയാം? പെനിന്ന ഉയർന്നു നിന്നൊരു കാലം, ഹന്ന താണു നിന്നൊരു കാലം, പരിഹാസം ഉയർന്നു നിന്നൊരു കാലം. എവിടെ പോയാലും പരിഹാസം, പെനിന്നേയും പരിഹാസം, പള്ളി വന്ന പുരോഹിതനും പരിഹാസം, എവിടെ പോയാലും പരിഹാസം. പരിഹാസം ഉയർന്നു നിന്ന ഒരു കാലം, ഉയർന്നു നിന്ന ഒരു കാലം, വന്ധ്യത ഉയർന്നു നിന്ന ഒരു കാലം, കണ്ണുനീര് ഉയർന്നു നിന്ന ഒരു കാലം, തെറ്റിദ്ധാരണകൾ ഉയർന്നു നിന്ന ഒരു കാലം. ആ 1-ാം അധ്യായത്തിൽ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക്. മുഖം വാടിയ ഒരു കാലം, ചെന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചാൽ തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു കാലം, നിന്ദിക്കപ്പെടുന്ന ഒരു കാലം, സങ്കടപ്പെടുന്ന ഒരു കാലം. വാ തുറക്കാൻ പറ്റുന്നില്ല, ഹൃദയത്തിൽ നിന്ന് എന്തൊക്കെയോ പറയണമെന്നുണ്ട്, പക്ഷെ ചുണ്ടനങ്ങുന്നല്ലാതെ ശബ്ദം പുറത്തു വരുന്നില്ല. ഒരു വല്ലാത്ത കാലം, അവൾ താണുപോയ ഒരു കാലം. പക്ഷേ അതിനനന്തരം അവൾ പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചതിന് ശേഷം അവൾ പ്രാർത്ഥിച്ച് അവസാനിപ്പിച്ചോ? ഇല്ല, പ്രാർത്ഥിച്ച് പറഞ്ഞു. എന്താ അവൾ പറഞ്ഞത്? അമ്മേ,
1-ാം അധ്യായം മൊത്തം ഞാൻ കരയുമല്ലായിരുന്നോ? പക്ഷേ എൻ്റെ ഹൃദയം യഹോവയിൽ ആനന്ദിക്കുന്നു. അടുത്ത ഭാഗം, എൻ്റെ കൊമ്പ് യഹോവയാൽ ഉയർന്നിരിക്കുന്നു. ഇന്ന് പകൽ ദൈവം ഏബേരിനെ താഴ്ത്തും. നക്ഷത്രങ്ങളുടെ ഇടയിൽ കൂടുവെച്ച ജ്യോത്സ്യ ശക്തികളെ ദൈവം താഴ്ത്തും. കിരീടത്തെ താഴ്ത്തും, മകുടത്തെ താഴ്ത്തും. ഇതെല്ലാം താഴ്ത്തിയിട്ട് ദൈവം ഒന്നിനെ ഉയർത്താൻ പോവുക. ആരെയാ ഉയർത്താൻ പോകുന്നത്? എൻ്റെ കൊമ്പിനെ ഉയർത്താൻ പോവുക. ഉപവാസത്തോടെ ദൈവസന്നിധിയിൽ ഇരിക്കുന്ന ദൈവമക്കൾ കരമുയർത്തി പറ, എൻ്റെ കൊമ്പിനെ ഉയർത്താൻ പോവുക, എൻ്റെ കൊമ്പിനെ ഉയർത്താൻ പോവുക, എൻ്റെ കൊമ്പിനെ ഉയർത്താൻ പോവുക. My horn shall be exalted. My horn shall be exalted in the name of Jesus. എൻ്റെ കൊമ്പ് ഉയർന്നിരിക്കുക. എവിടെയൊക്കെ നീ താണുവോ, എവിടെയൊക്കെ നീ താണുവോ, ഇന്ന് പകൽ നീ പ്രാർത്ഥിച്ച് പറഞ്ഞോ, യഹോവയാൽ എൻ്റെ കൊമ്പ് ഉയർന്നിരിക്കുക. സാമ്പത്തിക മേഖലയിൽ നിന്റെ കൊമ്പ് ഉയർന്നിരിക്കുക. ആത്മമണ്ഡലത്തിൽ നിന്റെ കൊമ്പ് ഉയർന്നിരിക്കുക. ശുശ്രൂഷയിൽ നിന്റെ കൊമ്പ് ഉയർന്നിരിക്കുക. സഭയിൽ നിന്റെ കൊമ്പ് ഉയർന്നിരിക്കുക. കുഞ്ഞുങ്ങളുടെ വിഷയത്തിൽ നിന്റെ കൊമ്പ് ഉയർന്നിരിക്കുക. ആരോഗ്യത്തിൽ നിന്റെ കൊമ്പ് ഉയർന്നിരിക്കുക. സമൂഹത്തിൽ നിന്റെ കൊമ്പ് ഉയർന്നിരിക്കുക. മാന്യതയിൽ നിന്റെ കൊമ്പ് ഉയർന്നിരിക്കുക. നീ താണത് എവിടെയൊക്കെ ആണെന്നുള്ളത് പഴങ്കഥയാ. നിന്റെ കൊമ്പ് ഉയർന്നിരിക്കുക. സങ്കീർത്തനക്കാരൻ ഇങ്ങനെയാണ് പറയുന്നത്, നിന്റെ കൊമ്പ് ബഹുമാനത്തോടെ ഉയർന്നിരിക്കുക. ദുഷ്ടൻ അത് കണ്ട് വ്യസനിക്കുക, അവൻ പല്ലുകടി ചുരുങ്ങിപ്പോക, ദുഷ്ടന്റെ ആശ നശിച്ചു പോക. ഇന്ന് ഈ പ്രാർത്ഥനയിൽ ദൈവം ചില കൊമ്പുകളെ ഉയർത്തുകയാ, നിന്റെ കൊമ്പിനെ ഉയർത്തുകയാ. വിശ്വസിക്കുന്നവർ എഴുന്നേറ്റ് നിന്ന് സ്തോത്രം പറഞ്ഞു തുടങ്ങി. വിശ്വസിക്കുന്നവർ എഴുന്നേറ്റ് നിന്ന് ആരാധിച്ചു തുടങ്ങി. ഇതിനകത്ത് ദൈവം ചില കൊമ്പുകളെ ഉയർത്തുകയാ. നിന്റെ കൊമ്പ് ഉയർന്നിരിക്കുക. ഏതൊക്കെ മനുഷ്യൻ ചിന്തിച്ചാൽ, ഏതൊക്കെ ആഭിചാര ശക്തികൾ ചിന്തിച്ചാൽ, ഏതൊക്കെ മന്ത്രവാദ കുടിയിരിപ്പ് കേന്ദ്രങ്ങൾ ചിന്തിച്ചാൽ, നിന്റെ കൊമ്പ് ഉയർന്നിരി തന്നെ ഇരിക്കുക. യോസേഫിന്റെ ഫലപ്രദമായ വൃക്ഷ, അവന്റെ കൊമ്പുകൾ ഉയർന്നോ, മതിലിന്റെ മീതെ അത് ഉയർന്നു നിന്നോ. ഇന്ന് പകൽ ദൈവം ഉയർത്തുകയാ. എത്ര വലിയ മതിലുകൾ ഉണ്ടെങ്കിലോ അതിന്റെ മീതെ ദൈവം കൊമ്പുകളെ ഉയർത്തുകയാ. എത്ര വലിയ പ്രതിസന്ധികൾ ഉണ്ടെങ്കിലോ അതിന്റെ മീതെ ദൈവം കൊമ്പുകളെ ഉയർത്തുകയാ. നിന്റെ കൊമ്പ് ബഹുമാനത്തോടെ ഉയർന്നിരിക്കുക. നീ ഇനി താണിരിക്കത്തില്ല. നിന്റെ കുഞ്ഞുങ്ങൾ താണിരിക്കത്തില്ല. നിന്റെ ശുശ്രൂഷ താണിരിക്കത്തില്ല. നിന്റെ സഭ താണിരിക്കത്തില്ല. ഇന്ന് പകൽ ആത്മമണ്ഡലത്തിൽ വിളിച്ചു പറ, എന്റെ കൊമ്പ് ഉയർത്തുന്ന ഒരു ദൈവ അഭിഷേകം ചിലരെ തൊടുകയാ. ആത്മശക്തി ചിലരുടെ മേൽ വ്യാപരിക്കുക. എന്റെ കൊമ്പ് ഉയർത്തുന്ന ദൈവ, എന്റെ കൊമ്പ് ഉയർത്തുന്ന ദൈവ. നിന്റെ വിദ്യാഭ്യാസത്തിന്റെ കൊമ്പിനെ ദൈവം ഉയർത്ത. നിന്റെ ഫിനാൻസിന്റെ കൊമ്പിനെ ദൈവം ഉയർത്ത. നിന്റെ കുടുംബത്തിൽ നിന്റെ കൊമ്പ് ഉയർന്നിരിക്കുക. ഇനി നീ താഴ്ച പ്രാപിക്കത്തില്ല. ഉയർത്തില്ലെന്ന് ശത്രുഗണം വാദിച്ചേക്ക, തകർക്കുമെന്ന് ഭീതിയും മുഴക്കിയേക്ക. പക്ഷെ പ്രവൃത്തിയിൽ വലിയവനായ ഒരു യേശു ഉണ്ട്. ഇന്ന് അവൻ നിന്നെ ജയം നൽകി മാനിക്കുകയാ.